ഹലോ ഹായ് ഗുഡ് ഈവനിങ് മിസ് ഏഴായി ഓക്കെ എടാ ആദ്യം ഞാനാണ് കേട്ടോ വരുന്നത് ഓക്കെ സർ ഓക്കെ എന്തൊക്കെയാണ് വിശേഷം? എക്സാം അല്ലേ നാളെ? +1 എക്കണോമിക്സ് എക്സാം ആണ് നാളെ. എന്താണ് എല്ലാവരുടെ അവസ്ഥ? എല്ലാവരും പഠിച്ച് സെറ്റായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ പഠിച്ച് സെറ്റായിട്ടുള്ള കാര്യത്തെ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ബൂസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടത്? +1 മാക്സിമം മാർക്ക്, മാക്സിമം അല്ല ഫുൾ മാർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും നമ്മുടെ ക്ലാസ്സുകളും മറ്റുമൊക്കെ കേട്ടിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നറിയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ എക്സാമിനുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങളിത് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഓക്കെ, പഠിച്ചു പോകാം. നമുക്ക് കുറഞ്ഞ സമയം ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ വേറെ ഡയലോഗുകളൊന്നും അടിക്കുന്നില്ല. ഇന്ന് പഠിക്കുക. ഇന്ന് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന തന്നെ ഏത് ചാപ്റ്റർ വെച്ചിട്ടാണ്? ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ആദ്യമുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് എക്സാമിന് നല്ല ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ഇതുവരെയുള്ള എക്സാമുകൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും മറിച്ചും തിരിച്ചും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. വാരി വലിച്ച് എഴുതുക എന്നുള്ളതല്ല കേട്ടോ ഇവിടെ വേണ്ടത്, പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ നിങ്ങളോട് എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ എഴുതലല്ല, ആദ്യം പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, യദു സാർ ഇവിടെ ഉണ്ട്, യദു സാർ സ്റ്റുഡിയോയിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജിഷ മിസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മിസ്സ് വരും. ഞാൻ ആദ്യം ഒരു 2 ചാപ്റ്റർ തീർത്തിട്ട് മിസ്സ് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം, ചോദ്യത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 3 വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിലുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം, വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? എടാ, ഈ ഡാറ്റ തന്നെ എന്താണ്? ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ എന്ത് ചെയ്യും, ജിഷ മിസ് വരും, പിന്നെ ഞാൻ വരും. 2 ആൾക്കാർ എന്ത് ചെയ്യും, ഇന്ത്യൻ എക്കോണമി സ്റ്റാറ്റിക് മിക്സ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഏത് ചാപ്റ്റർ ആയാലും ഏത് ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? എടാ, എന്താണ് ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? നമുക്കൊരു ഡാറ്റ കിട്ടി, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, വേർതിരിക്കും. ഇതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഒരു വലിയ ഡാറ്റ, എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡാറ്റ കിട്ടി, അതിൽ നമ്മൾ വേർതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിളായിട്ട് പറയുക ക്ലാസിഫിക്കേഷൻ. ഈ ചാപ്റ്റർ തന്നെ എന്താണ്, ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന ചോദ്യം ഇതൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. എടാ, എന്താണ് ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? അപ്പം നമുക്ക് നോക്കാം എന്താണ് ക്ലാസിഫിക്കേഷൻ. നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് എ ടെക്നീക്ക്. എന്താ പറഞ്ഞത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ടെക്നീക്കാണ്, അതൊരു മെത്തേഡാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് എ ടെക്നീക്ക് with the help of which data is arranged into different group or classes. ഡാറ്റയെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഗ്രൂപ്പും ക്ലാസ്സസും ആക്കി മാറ്റുന്നു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ മീൻസ് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പും ക്ലാസ്സസും ആക്കി മാറ്റുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. പല ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തിൻ്റെയൊക്കെയോ അടിസ്ഥാനത്തിൽ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏരിയയുടെ അടിസ്ഥാനത്തിൽ, വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ടാബുലേഷൻ. അത് ടേബിൾ വഴിയാവാം, അത് അനലൈസ് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് എ ടെക്നിക്ക്. അതൊരു എന്താണ്,
അതൊരു ടെക്നിക്കാണ്. അതെന്താണ്? ഒരു ടെക്നിക്കാണ്. ഇൻറ്റു എന്താണ്? വിച്ച് ഹെൽപ്സ് ദ ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻറ്റു, ഡാറ്റ നമ്മൾ എന്താ ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യാണ് ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓർ ക്ലാസ്സസ്. ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓർ ക്ലാസ്സസ്. ഡാറ്റ നമ്മൾ പല ഗ്രൂപ്പുകളാക്കിയിട്ടും പല ക്ലാസ്സുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. പഠിച്ചു വെക്കണ 2 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. വാട്ട് യു മീൻ ബൈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ കേട്ടോ. അവിടെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്താണ്? ഡാറ്റയെ നമ്മൾ എന്തിൻ്റെയൊക്കെയോ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കാം, ക്ലാസ്സസ് ആക്കാം, എന്തും ആക്കാം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് റോ ഡാറ്റ? 2 മാർക്കിൻ്റെ വേറൊരു ചോദ്യം. എന്താണ് റോ ഡാറ്റ എന്ന് വെച്ചാൽ? റോ ഡാറ്റ, അസംസ്കൃത ഡാറ്റ എന്ന് മലയാളത്തിൽ പറയും. എന്താണ് റോ ഡാറ്റ? വാട്ട് ഈസ് റോ ഡാറ്റ? 2 മാർക്കിൻ്റെ ചോദ്യം. റോ ഡാറ്റ എന്താണ്? ഇതൊരു ചോദ്യമാണ് അല്ലേ? റോ ഡാറ്റ എന്താണത്? എടാ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? ക്ലാസിഫൈ ചെയ്തതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇതൊന്നും ചെയ്യാതെ ഒറിജിനൽ ഫോമിലുള്ള ഡാറ്റ, ഡാറ്റ ഇറ്റ്സ് ഇൻ ഒറിജിനൽ ഫോം which is called raw data. ഡാറ്റ അതിൻ്റെ ഒറിജിനൽ ഫോമിലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? റോ ഡാറ്റ എന്ന് വിളിക്കും. ഡാറ്റ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റ. ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക? ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക? റോ ഡാറ്റ എന്ന് പറയാം. ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റ, ഒറിജിനൽ ഫോമിലുള്ള ഡാറ്റ വിച്ച് ഈസ് കോൾഡ് റോ ഡാറ്റ. ഒറിജിനൽ ഫോമിലുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ ഡാറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ആൻസർ നോക്കുക. റോ ഡാറ്റ ഈസ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ന്യൂമറിക്കൽ ഫാക്ട്സ്. നമുക്കറിയാം സംഖ്യകളുടെ രൂപത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് ന്യൂമറിക്കൽ ഫാക്റ്റുകൾ. ഇറ്റ് ഈസ് ദ ഡാറ്റ കളക്റ്റഡ് ആസ് ഇറ്റ്സ് വിത്തൗട്ട് എനി പ്രോസസ്സിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്ലാസിഫൈ ഒരു പ്രോസസ്സ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഡാറ്റയാണത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ പിരിക്കുകയാണ്. മന്തി വാങ്ങിക്കാൻ പൈസ പിരിക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അസ്യൂം ചെയ്യുക, മന്തി വാങ്ങാൻ പൈസ പിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ ചില ആൾക്കാർ 100-ൻ്റെ നോട്ട് തരും, ചില ആൾക്കാർ 200-ൻ്റെ നോട്ട് തരും, ചില ആൾക്കാർ 10-ൻ്റെതാവാം, അല്ലെങ്കിൽ 20-ൻ്റെതാവാം, 200-ൻ്റെതാവാം, അങ്ങനെ പല പല നോട്ടുകൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു റോ ഡാറ്റ പോലെ നമുക്ക് എന്ത് ചെയ്ത് ഒരു ബോക്സിലാണ് നമ്മൾ ഈ പൈസ എല്ലാം കൊണ്ടിട്ടത്. ചില്ലറ പൈസ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ചില്ലറ പൈസയും ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ നോട്ടിനൊന്നും വേർതിരിച്ചിട്ടില്ല. പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? 500-ൻ്റെ നോട്ട് വേറെ, 200-ൻ്റെ നോട്ട് വേറെ, 50-ൻ്റെ നോട്ട് വേറെ, ഇങ്ങനെയുള്ളത് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇതൊന്നും ചെയ്യാതെ ആ പൈസ മൊത്തം ഒന്നും വേർതിരിക്കാതെയുള്ള ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റോ ഡാറ്റ എന്ന് പറയുക. സിംപിളി പറയുകയാണെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റ. അപ്പം നിങ്ങളോട് എക്സാമിന് റോ ഡാറ്റ എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? It is simply known as unclassified data. It is simply known as unclassified data. അല്ലെങ്കിൽ എന്താണ്? ക്ലാസിഫൈ ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക? റോ ഡാറ്റ എന്ന് പറയുക കേട്ടോ. അടുത്ത നോക്കുക. ലിസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. നിങ്ങളോട് എന്താ ചോദിച്ചത്? വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും എക്സാമ്പിളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും കുറച്ച് എക്സാമ്പിൾസ് ചെയ്താൽ ഇതും ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും എന്താണ്? എക്സാമ്പിൾസ് ചെയ്താൽ. എടാ സിമ്പിളായിട്ട് വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ? വേരിയബിൾസ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ എന്താ പറയുക? വേരിയബിൾസ് എന്ന് പറയാം. നിങ്ങളൊന്നും നോക്കണ്ട, ഇവിടെ നോക്കാം. ആൻസർ വേരിയബിൾസിന് എക്സാമ്പിൾ എന്താണ്? ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്. മനസ്സിലാക്കുക. വേരിയബിൾസിന് നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ്? ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, മാർക്ക് ആവാം. ഇതാണ് നമ്മൾ എന്താ പറയുക? വേരിയബിൾസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളോട് എക്സാമിൽ വേരിയബിൾസിന് എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എഴുതാം, വെയിറ്റ് എഴുതാം, അതുപോലെ എന്താണ്? മാർക്ക് എഴുതാം. എന്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ എന്താണ്? കാസ്റ്റ്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്. കാസ്റ്റ് ആവാം, ജെൻഡർ ആവാം, മാരിറ്റൽ സ്റ്റാറ്റസ് ആവാം, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ ചോദിക്കും. വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? അത് ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ഓഡ് വണ്ണും ചോദിക്കാം. ഫൈൻഡ് ഓഡ് വൺ ക്വസ്റ്റ്യനും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഫൈൻഡ് ഓഡ് വൺ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും എക്സാമ്പിൾ ഇതാണ്. വേരിയബിൾസിന് എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്. ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ
കാസ്റ്റ്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിനും എക്സാമ്പിളായിട്ട് പറയുന്നത്, വേരിയബിൾസിനും ആട്രിബ്യൂട്ട്സിനും. ഇത് പഠിച്ചു വെക്കണേ. ഇതൊക്കെ പല ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഏരിയയാണ്, പല ആൾക്കാരും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. നെയിം ദ 3 types ഓഫ് സീരീസ്. അവിടെ അറിയുന്നവരുണ്ട് കമൻറ്റ് ഇട്. 3 ടൈപ്പ് സീരീസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സീരീസുകൾ? 3 types ഓഫ് സീരീസ്. ഏതൊക്കെയാണ് 3 types ഓഫ് സീരീസ്? 3 ടൈപ്പ് ഓഫ് സീരീസുകൾ ഏതൊക്കെയാണ്? 3 types ഓഫ് സീരീസ്. നമ്മൾ മനസ്സിലാക്കേണ്ട 3 ടൈപ്പ് ഓഫ് സീരീസുകൾ ഏതൊക്കെയാണ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടെ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്. നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വേണം. ഫുൾ സെറ്റ് ആക്കണം. ആ കമൻറ്റ് വന്നു. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്? എടാ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ എഴുതാം. ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ എങ്ങനെയാണത്? ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ വാല്യൂസ് എന്താണ്? അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കുക. എന്താണ് വാല്യൂസ്? 1, 10, 90, 4, 500. ഇങ്ങനെ വാല്യൂസ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെ, വാല്യൂസ് തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ, യാതൊരുവിധ ഓർഡർ ഇല്ലാതെ നമ്മൾ എന്താ പറയുക, സാമ്പാറിൽ നമ്മളൊരു കയ്യിലെടുത്തിട്ട് കോരിയാൽ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടും? ചിലപ്പോൾ വെണ്ടയ്ക്ക കിട്ടാം, ചിലപ്പോൾ വഴുതിന് കിട്ടാം, ചിലപ്പോൾ മുരിങ്ങക്കായ കിട്ടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഉരുളക്കിഴങ്ങ് കിട്ടാം, ചിലപ്പം നമുക്ക് എന്ത് കിട്ടാം, ചില ഇലകൾ കിട്ടാം. ഇതുപോലെ തന്നെയാണ് എന്ത് ഇൻഡിവിജ്വൽ സീരീസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിലും കിട്ടിയേക്കാം, എന്ത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയേക്കാം. ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിലോ ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലോ, ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സും ഉണ്ടാവും, അതുപോലെ ആരുണ്ടാവും, എഫ് ഉണ്ടാവും. ഈ എക്സ് എങ്ങനെയായിരിക്കും? ഈ എക്സ് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും. 10, 20, 30, 40, 50. ഒരു സിംഗിൾ വാല്യൂസ് ഇവിടെ ഉണ്ടാവുള്ളൂ വിത്ത് ഫ്രീക്വൻസി. 5, 2, 1, 4, 10. അതെന്തോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആവർത്തിച്ച് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി എന്ന് പറയാം. ഇതൊക്കെ എക്സാമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ മീൻ മീഡിയൻ മോഡ് ചെയ്യുമ്പോൾ ഈ ഡാറ്റ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്തെന്താണ്? കണ്ടിന്യൂസ് സീരീസ് കേട്ടോ. അടുത്തത് കണ്ടിന്യൂസ് സീരീസ് എങ്ങനെയാണ്? സെയിം പാറ്റേണിൽ എന്തുണ്ടാവും? എക്സും ഉണ്ടാവും, എഫ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. എന്താണത്? ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ക്ലാസ് ഉണ്ടാവും, ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും. 0, 10, 10, 20. പിന്നെന്താണ്? 20, 30, 30, 40. ഇങ്ങനെ എന്താണ് ക്ലാസ് ഡിഫറൻസ് ഉണ്ടാവും. 40, 50. ഇങ്ങനെ പല രീതിയിലും കാര്യങ്ങളുണ്ടാവും. 2, 3, 1, 4, 10. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസിൽ ഈ സൈഡിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ലോവർ ക്ലാസ് എന്ന് വിളിക്കും. ഈ സൈഡിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അപ്പർ ക്ലാസ് എന്ന് വിളിക്കും. ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും. ഇതാണ് കേട്ടോ കണ്ടിന്യൂസ് സീരീസ്. ഇത് മനസ്സിലാക്കി വെക്കണേ. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസ്, ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും നമ്മൾ വ്യത്യാസം നോക്കുക. ഡിസ്ക്രീറ്റ് സീരീസിൽ ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. ഡിസ്ക്രീറ്റ്ലി ജസ്റ്റ് സിംഗിൾ വാല്യൂസ് വിത്ത് ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, പൊതുവേ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം 3 സീരീസുകൾ ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. എക്സാമിന് ചോദ്യം ചോദിക്കുകയാണ്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എഴുതി വെക്കണം കേട്ടോ. തെറ്റിക്കരുത്, എഴുതി വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? 3 മാർക്കിൻ്റെ ചോദ്യം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ നമുക്ക് എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ കേട്ടോ. ഡാറ്റയെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? പഠിച്ചു വെച്ചോ. ഡാറ്റയെ നമ്മൾ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ഡാറ്റയെ നമ്മൾ 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ? ഏരിയക്കനുസരിച്ച് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ കേരളം, കാലിക്കറ്റ്, പിന്നെ അതിലൊരു പഞ്ചായത്ത് എടുക്കാം. ഇതെന്താണ്? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. നമ്മൾ ഏഷ്യ, യൂറോപ്പ്, അന്റാർട്ടിക്ക, ലാറ്റിൻ അമേരിക്ക ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണത്? സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ കേട്ടോ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നും കൂടെ വിളിക്കും. അപ്പോൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ഏരിയക്കനുസരിച്ച്. എന്തിനനുസരിച്ചാണ്? ഏരിയ ഓർ ലൊക്കേഷൻ കേട്ടോ. ഏരിയ ഓർ ലൊക്കേഷൻ. ഏരിയക്കനുസരിച്ചും ലൊക്കേഷൻ അനുസരിച്ചും നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ.
ഏരിയക്ക് അനുസരിച്ചും ഇതിനനുസരിച്ചും നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ഇത് പറയുക കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏരിയക്ക് അനുസരിച്ച് മറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്രോണോളജി എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ക്രോണോളജി? ക്രോണോളജി ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ക്രോണോളജി വെച്ചാൽ എന്താ? കാലക്രമം അനുസരിച്ച്, ടൈം പീരീഡിനനുസരിച്ച് കേട്ടോ, ടൈമിനനുസരിച്ച് 1995, 1985, 2005, 2025 ഇങ്ങനെ പല രീതിയിലും പല വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പല സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ടൈം പീരീഡ് കേട്ടോ. ഇവിടെ എന്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടൈം പീരീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈം പീരീഡിനനുസരിച്ച് നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ? ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ക്വാളിറ്റി അല്ലേ, അയാളുടെ ക്വാളിറ്റി അതെന്താവാം? ബ്യൂട്ടി ആവാം, ഹോണസ്റ്റ് ആവാം, പല കാര്യങ്ങളാവാം കേട്ടോ. അപ്പോൾ എന്താണ്, ഇതിനെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ ഭംഗി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബ്യൂട്ടി, ഹോണസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, കറേജ്, ധൈര്യം, ഇങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുക, ആട്രിബ്യൂട്ട്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ആട്രിബ്യൂട്ട്സ് കേട്ടോ. ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിൽ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയും, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയും, നമ്മളെന്ത് പറയും, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഹൈറ്റ്, അതുപോലെ തന്നെ വെയിറ്റ്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളി പറയുകയാണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് കേട്ടോ. ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, വേരിയബിൾസ് അല്ലേ, ന്യൂമറിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെച്ചോ. ഡാറ്റാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. പഠിച്ചു വെക്കണേ, ഡാറ്റാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഏതൊക്കെയത്? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണേ. ഓക്കെ, 4 രീതിയിൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത്, ക്യാൻ ദർ ബി എനി അഡ്വാൻറ്റേജസ് ഇൻ ക്ലാസിഫൈങ് തിങ്സ്? നമുക്ക് കിട്ടിയ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഇതൊക്കെ മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് ഡീകോഡ് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് സെറ്റാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നോക്കുക, എന്താ ചോദിച്ചിട്ടുള്ളത്? ക്യാൻ ദർ ബി എനി അഡ്വാൻറ്റേജസ് ഇൻ? എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ വൺ മോറോ. ജിയോഗ്രഫിക്കൽ എന്ന് വെച്ചാൽ എന്താ? ഒരു ഏരിയക്ക് അനുസരിച്ച്. ഞാൻ ഇപ്പോൾ ഡാറ്റ എടുക്കുകയാണ്. ഞാനിപ്പം ഒരു മാസം കോഴിക്കോട് ജില്ലയിൽ പെയ്തിട്ടുള്ള മഴയുടെ അളവെടുക്കുകയാണ്. അതാണെന്ത് ഒന്ന്. ഇനി അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിൽ, അപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ. ഇതെന്താണ്? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സാറ് കാസർഗോഡാണ് അല്ല, ഞാൻ കാലിക്കറ്റാണ്. ഓക്കെ, കോഴിക്കോടാണ്, കാലിക്കറ്റ്. നിങ്ങൾ മനസ്സിലാക്കുക, ഡാറ്റയെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ്? നമ്മൾ ജിയോഗ്രഫിക്കൽ ഏരിയക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ ഏരിയ വൈസ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു ഏരിയ, ഒരു സ്ഥലത്തിനനുസരിച്ച് ആഫ്രിക്കയിലുള്ള കൊറോണ വൈറസ് ബാധിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്തു, യൂറോപ്പിലുള്ളത് എടുത്തു, ഏഷ്യയിലുള്ളത് എടുത്തു, അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെടുത്തു. ഇങ്ങനെ ഓരോ സ്ഥലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എടുക്കുമ്പം, ഓരോ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാം? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. നോക്കുക, ക്യാൻ ദർ ബി എനി അഡ്വാൻറ്റേജസ് ഇൻ ക്ലാസിഫൈങ് തിങ്സ്? ഓക്കെ സർ, ആർ യു ഓക്കെ? നോട്ട് ഓക്കെ. ഓക്കെ അല്ല, അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ എക്സാം ശരിയാവണമല്ലോ. നിങ്ങൾ എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടലാണല്ലോ പേഴ്സണലി നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ദ ഫോളോയിങ്? ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നിങ്ങൾ നോക്കുക, ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കട്ടോ. ഓക്കെ, ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, എല്ലാ ജില്ലക്കാരും അടിപൊളിയാണ്, എല്ലാ ജില്ലക്കാരും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. ഇനി ജില്ല പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വഴക്കൂടണ്ട.
നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് ഡാറ്റ. ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. പല പല ഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ ഈസ് പോസിബിൾ. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് അമംഗ് വേരിയബിൾസ്. റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് അമംഗ് വേരിയബിൾസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് മേക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസിയർ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിയർ ആവും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യും? ഈസിയർ ആവും. അടുത്തത്, ഇറ്റ് ഹൈലൈറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ അറ്റ് എ ഗ്ലാൻസ് കേട്ടോ. അതായത് ചിലതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്നിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലതും കാറ്റഗറൈസ് ചെയ്യുമ്പോൾ, ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പം അത് നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2-3 പോയിന്റ് ഇതിൽ പഠിച്ചു വെക്കണം. ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെയുള്ള നമുക്കുള്ള ഉപകാരം എന്താണെന്നുള്ളത് നോക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് ഡാറ്റ. It helps to understand the relationship among variables. It makes statistical analysis easier. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു വെക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് വേരിയബിൾ? എന്താണ് വേരിയബിൾ? എടാ ഇതൊക്കെ ചോദിക്കുന്നത് ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ വേരിയബിൾ എന്നൊക്കെ നിങ്ങൾ കേൾക്കും. പക്ഷേ എന്താണ് വേരിയബിൾ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിനെയും കണ്ടിന്യൂ വേരിയബിളിനെ എന്ത് ചെയ്യുക? നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. എന്താണ് വേരിയബിൾസ്? അങ്ങനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾസ് എന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ്? കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. അവിടെ ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. നിങ്ങൾ നോക്കാം, വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ? വേരിയബിൾസ് ആർ ദോസ് വിച്ച് ക്യാൻ ചേഞ്ച് ദെയർ വാല്യൂസ്. ചേഞ്ച് ചെയ്യുന്ന വാല്യൂസിനെ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾസ് എന്ന് പറയാം. ചേഞ്ചബിൾ തിങ്സ് ആർ നോൺ ആസ് വേരിയബിൾസ്. ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? വേരിയബിൾസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾസ് എന്ന് പറയാം കേട്ടോ. ചേഞ്ച് ചെയ്യുന്നതിന് നമ്മുടെ എന്ത് പറയാം? ഹൈറ്റ് ചേഞ്ച് ചെയ്തൂടെ? വെയിറ്റ് ചേഞ്ച് ചെയ്തൂടെ? നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്ന മാർക്ക് ചേഞ്ച് ചെയ്തൂടെ? ഇതിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾസ് എന്ന് പറയുക. ഈ വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് എന്നും ഡിസ്ക്രീറ്റ് എന്നും വേർതിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് വേരിയബിൾ എന്നും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ നോക്കാം. എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഏത് ന്യൂമറിക്കൽ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക? കണ്ടിന്യൂസ്. അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എ കണ്ടിന്യൂസ് വേരിയബിൾ can take any numerical value. Continuous variable എന്താണ്? ഏത് ന്യൂമറിക്കൽ വാല്യൂസും എടുക്കും. It may take integral values. ഓക്കെ, എന്താണ്? 1, 2, 3, 4 ഉള്ള വാല്യൂസ് കൺസിഡർ ചെയ്യും. 1/2, 2/3 ഇത് എടുക്കും. √2, √5 ഇങ്ങനെയുള്ള എല്ലാ സംഖ്യകളും കൺസിഡർ ചെയ്യും. എവിടെ? കണ്ടിന്യൂസ് സീരീസിൽ. എടാ നിങ്ങളുടെ ഹൈറ്റ് 175.34 സെൻറ്റിമീറ്റർ ആണ്. കണ്ടില്ലേ? ഇവിടെ പോയിന്റ് സംഖ്യകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡാറ്റ എടുക്കുമ്പോൾ, ഇങ്ങനെ എടുക്കുന്ന വേരിയബിൾസിനെ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് വേരിയബിൾ എന്നാട്ടോ പറയുക. കണ്ടിന്യൂസ് വേരിയബിൾ 175.34 ഇങ്ങനെയുള്ള എടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഖ്യകൾ 13√2 ഇങ്ങനെയുള്ള സംഖ്യകൾ. ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? നമ്മൾ പറയുന്ന കണ്ടിന്യൂസ് സീരീസിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താ? ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൻ വാല്യൂസ്. സെർട്ടൻ വാല്യൂസ് ഓർ ഫിനിറ്റ് വാല്യൂസ് കേട്ടോ. ഫിനിറ്റ് ആയിട്ടുള്ള, ഫൈനൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊക്കെ ഇത് പഠിച്ചു വെച്ചാൽ എന്ത്? ഓൺലി ടേക്ക് സെർട്ടൻ വാല്യൂസ് കേട്ടോ. സെർട്ടൻ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ആര് കൺസിഡർ ചെയ്യുള്ളൂ? നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10, 5, 4 അല്ലെങ്കിൽ 4.5, 10.2, 10√2 ഒന്നും എവിടെ എടുക്കൂല? ഡിസ്ക്രീറ്റിൽ എടുക്കൂല. അതെവിടെ എടുക്കുള്ളൂ? അത് കണ്ടിന്യൂസിൽ എടുക്കുള്ളൂ കേട്ടോ. മനസ്സിലാക്കാം. ഓക്കെ, ഡിസ്ക്രീറ്റ് വേരിയബിളും ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിളുണ്ട്. കണ്ടിന്യൂസിൽ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് സംഖ്യകൾ എന്തും നമ്മൾ എടുക്കും. പോയിന്റ് സംഖ്യകൾ മാത്രമല്ല, 1, 2, 3, 4 എടുക്കും. 2.3, 3.4, 5.5 എല്ലാ സംഖ്യകളും അതിലെടുക്കും. 2√2, 10√7 ഇങ്ങനെ ഏത് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യും? അതിൽ കൺസിഡർ ചെയ്യും. ബട്ട് ഡിസ്ക്രീറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10, 5, 4, 200, 300 ഇത്ര ഒരു
13 വാല്യൂസ് മാത്രമേ എവിടെ എടുക്കാറുള്ളൂ? ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ കേട്ടോ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എത്ര മാർക്കിൻ്റെ ചോദ്യം അത്? 2 മാർക്സിൻ്റെ ചോദ്യം കേട്ടോ. 2 മാർക്കിൻ്റെ ചോദ്യം. 2 മാർക്ക് കേട്ടോ. 2 മാർക്കോ 3 മാർക്കോ അതിൽ കൂടുതലില്ല കേട്ടോ. 2 മാർക്സിൻ്റെ ചോദ്യം. എളുപ്പമുള്ള ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നോക്ക്, ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഏതാ ചോദിച്ചത്? എന്താ? ലോവർ ക്ലാസ് ഏതാ, അപ്പർ ക്ലാസ് ഏതാ, മിഡ് പോയിന്റ് കാണാം. ഓക്കെ, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡ് പോയിന്റ്. ഇതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ആർക്കും ഇതിന് ആൻസർ എഴുതാം. എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നൊരു ചോദ്യം മാത്രമാണ്. നമുക്ക് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന്. എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ഈ സൈഡൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ലോവർ ക്ലാസ്. ഈ സൈഡിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? അപ്പർ ക്ലാസ്. ഈ വരുന്ന ഈ സൈഡുകളൊക്കെ നമ്മൾ ലോവർ ക്ലാസ് എന്ന് വിളിക്കും. ഇവിടെയുള്ള ഈ സൈഡിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അപ്പർ ക്ലാസ് എന്ന് വിളിക്കും. ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും, ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും. ഈ സൈഡൊക്കെ ലോവർ ക്ലാസ്, ഈ സൈഡൊക്കെ അപ്പർ ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് എത്രയാണ്? 0 ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് എന്താണ്? 0. അതിൻ്റെ അപ്പർ ക്ലാസ് എത്രയാണ്? 10. സോറി, 10. എത്രയാണ്? 10. ഇനി മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മിഡ് പോയിന്റ് കാണാൻ ശരിക്കും ഒരു ഫോർമുല ഉണ്ട്. ഫോർമുലൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ പറയാം. 0-ൻ്റെയും 10-ൻ്റെയും സെൻറ്ററിലുള്ള സംഖ്യ ഏതാ? 0-ൻ്റെയും 10-ൻ്റെയും സെൻറ്ററിലുള്ള സംഖ്യ ഏതാണോ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 0-ൻ്റെയും 10-ൻ്റെയും സെൻറ്ററിലുള്ള സംഖ്യയാണ് എന്ത് ചെയ്തത്? ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 0-ൻ്റെയും 10-ൻ്റെയും സെൻറ്ററിലുള്ള സംഖ്യ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാം അത് 5 ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താ? ലോവർ ക്ലാസ് പ്ലസ് അപ്പർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2. അതായത് ഇവിടെ എന്താണ് ഫസ്റ്റത്തേൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 0 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2. അതായത് 10 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 5. ഇനി രണ്ടാമത്തെ എടുക്കാം. ഇവിടുത്തെ ലോവർ ക്ലാസ് എത്ര? 10. അപ്പർ ക്ലാസ് എത്ര? 20. മിഡ് പോയിന്റ് എത്ര? 10 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 2. 10 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 2, അതായത് 30 ഡിവൈഡഡ് ബൈ 2 15. അത് നോക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 5, 15, 25, 35 എന്ന് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? എടാ, ഈ വാല്യൂസിൻ്റെ സെൻറ്ററിലുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ മിഡ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അടുത്ത എന്താണ്? ഇവിടെ 20, ഇവിടെ എത്രയാണ്? 30, ഇവിടെ എത്ര വരിക? 25. അടുത്ത എത്ര വരിക? ഇവിടെ 30, ഇവിടെ 40, ഇവിടെ എത്ര വരിക? ഇവിടെ 35. അടുത്ത ഇവിടെ എത്രയാണ്? ഇവിടെ 40, ഇവിടെ എത്രയാണ്? 50, ഇവിടെ എത്രയാണ്? 45. ഓക്കെ, ഇവിടെ എത്ര വരിക? 45. അപ്പം നിങ്ങൾ നോക്കുക, 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക, തെറ്റിക്കരുത്. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡൗട്ട് ആവരുത്. നിങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്യണം? ഓക്കെ, എളുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് സെറ്റാക്കണം കേട്ടോ. ഓക്കെ, 2 3 മാർക്കിൻ്റെ ചോദ്യം ഇത് വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദ മാർക്സ് ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ എക്കണോമിക്സ് എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. അതായത് ഒരു ക്ലാസ്സിൽ പരീക്ഷ നടത്തി കേട്ടോ. ആ ക്ലാസ്സിലുള്ള 20 കുട്ടികളുടെ എക്കണോമിക്സ് എക്സാമിൽ കിട്ടിയ മാർക്കാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ്? പ്ലീസ് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. എടാ, നിങ്ങളോട് എന്താ ചോദിച്ചത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങളോട് എന്ത് ചെയ്തത്? കാണാൻ ചോദിച്ചിട്ടുള്ളത്. എളുപ്പത്തിൽ ചെയ്യാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യണം, ക്ലാസ് ആക്കി തിരിക്കണം. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി കാണണം, പിന്നെ ഇതിൻ്റെ ടാലി മാർക്ക് വരയ്ക്കണം. 3 ഭാഗമായിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള 20 സംഖ്യകൾ നമ്മൾ മാറ്റി തിരിക്കും. എന്താ നമ്മൾ ചെയ്യാം? ഇവിടെ ഒരു ബോക്സ് വരയ്ക്കും കേട്ടോ. ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ബോക്സ് വരയ്ക്കും. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ക്ലാസ്, ഫ്രീക്വൻസി, ടാലി മാർക്ക്. ക്ലാസ്, നെക്സ്റ്റ് എന്താണ്? ഫ്രീക്വൻസി, അടുത്തെന്താണ്? ടാലി മാർക്ക് കേട്ടോ. ടാലി മാർക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. എങ്ങനെയാണ് ചെയ്യാം? എടാ, നിങ്ങൾ നോക്കുക, ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ നോക്കാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആക്കിയിട്ട്. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് സീരീസിൻ്റെ ഭാഗമാണ് കേട്ടോ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് സീരീസ് കേട്ടോ. ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ, ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പം കണ്ടിന്യൂസ് സീരീസിൻ്റെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് ചെയ്യാൻ. ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ
8 ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? വലിയ സംഖ്യ എന്ന് പറയുന്നത് 46 ഉണ്ട്, 42, 46. ഏറ്റവും ചെറിയ സംഖ്യ 8, ഏറ്റവും വലിയ സംഖ്യ 46. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തില്ലേ 0, 10, 10, 20, 20, 30. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും കേട്ടോ. ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? കാറ്റഗറൈസ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ചെറുത് 0 അല്ല 0, 10. ഓക്കെ, 0, 10. അടുത്തെന്താണ്? 10, 20. 10, 20. അടുത്തത് 20, 30. നെക്സ്റ്റ് എന്താണ്? 20, 30. നെക്സ്റ്റ് 30, 40. 40 വരെ പോരല്ലോ. കാരണം എന്തുകൊണ്ടാ? നമുക്കിവിടെ 46 വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 40, 60 ഈ കാറ്റഗറി എടുത്ത്. അപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്ത്? കണ്ടിന്യൂസ് സീരീസിൻ്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത്? ഡാറ്റ ഒന്ന് ക്ലാസിഫൈ ചെയ്ത്. ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ നോക്കുക, ഏറ്റവും വലിയ സംഖ്യ ഏതാ നോക്കുക. അപ്പോൾ നമുക്ക് 46 വരുന്നതുകൊണ്ട് നമ്മൾ 50 വരെ ഇവിടെ എഴുതി വെക്കും. 10, 20, 20, 30, 30, 40, 50 കേട്ടോ. 50 ഓക്കെ. 40, 50. കാരണം നമ്മൾ 50 വരെ എടുക്കും. കാരണം എന്തുകൊണ്ടാണ്? 40, 50. ഓക്കെ, സോറി 60 അല്ല, 40, 50. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നോക്കുക ഈ 0-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യകൾ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 10 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എടുക്കരുത്. 10 എന്ന് പറയുന്നത് ഇവിടെ എടുക്കരുത്. കാരണം ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട് അല്ലേ? 2 സ്ഥലത്ത് 10 വരുന്നില്ലേ? ഇവിടെയും 10 വരുന്നുണ്ട്, ഇവിടെയും 10 വരുന്നുണ്ട്. 2 സ്ഥലത്തും 10 വരുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് ശരിക്കും 10 എടുക്കേണ്ടത്? ഇവിടെ എടുക്കരുത്. ഇവിടെ ഈ ഒരു സീരീസിലാണ് നമ്മൾ ആ 10-നെ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ 20 വരുന്നത് വിചാരിച്ചോ. 20 ആണെങ്കിൽ ഇവിടെയും 20 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. നമ്മൾ എവിടെ 20 എടുക്കേണ്ടത്? 20 എന്ന് പറയുന്ന സംഖ്യ ലിസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്? ഇവിടുത്തെ ഈ റോലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കുക. ഈ ഒരു സീരീസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഇനി 40 ആണെങ്കിൽ 40 ഇവിടെ എടുക്കരുത്, ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക 0 × 10, 9 എവിടെ വരാം? ഓരോ സംഖ്യകൾ നോക്കാം. 14 ഫസ്റ്റിലേ വരുമോ? ഇല്ല, 9 വരുമല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം? 9 ഒരു വര വരയ്ക്കുക. 1. അടുത്ത എത്രയാണ്? 10. 10 ഇവിടെ എടുക്കുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെയും 10 വരുന്നതുകൊണ്ട് 10 ഇവിടെ എടുക്കാം. 34 ഇല്ല, 44, 8 ഉള്ളതുകൊണ്ട് അടുത്ത വര. ടാലി മാർക്ക് എന്ന് വെച്ചാൽ എന്താ? വര വരയ്ക്കുക. 5ാം ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചു പറഞ്ഞു, ജസ്റ്റ് വര വരയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ 8 എഴുതി. 24 ഇല്ല, 42, 27, 33 ഇല്ല, 40 ഇല്ല, 15 ഇല്ല, 11, ഒന്നുമില്ല. ഈ 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫ്രീക്വൻസി എത്രയാണ്? 2 ആണ് നമ്മുടെ ഫ്രീക്വൻസി. 2 ആണ് നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഇത് രണ്ട് സംഖ്യകൾ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് 2 സംഖ്യകൾ എടുത്ത്. അടുത്തത് 14 ഇവിടെ എഴുതിക്കൂടെ? 14. അടുത്തത് 9 ഇവിടെ എഴുതി, അതുകൊണ്ട് പറ്റൂല. 10 നമ്മൾ ഇവിടെ അല്ലേ? ഇവിടെ 10 ഉള്ളതുകൊണ്ട് ഇവിടെ അല്ലേ നമ്മൾ എടുക്കുക. 2 ആയി. പിന്നെ എത്രയാണ്? 8, 27, 33, 40, 15 എഴുതിക്കൂടെ? 15. പിന്നെന്താണ്? 28, 11 നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ 41, 18 നമുക്ക് ഇവിടെ എഴുതാം. 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഇങ്ങനെയല്ലേ വിട്ടാ? ടാലി മാർക്കിൽ 5 എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ലേ വിട്ടാ? ടാലി മാർക്കിൽ 5 എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ലേ വിട്ടാ? 5 എണ്ണം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 5 കിട്ടി. അടുത്തത് 20-നും 30-ൻ്റെ ഇടയിൽ ഫസ്റ്റ് സംഖ്യയിൽ 1 ഇല്ല, 2 ഇല്ല, 34 പറ്റുമോ? ഇല്ല, 30 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 24-ൻ്റെത് 1 എഴുതി, 24-ൻ്റെത് എഴുതി. പിന്നെ അടുത്തത് 27-ൻ്റെത് എഴുതി. പിന്നെ 28-ൻ്റെത് എഴുതി, 28-ൻ്റെത് എഴുതി. പിന്നെ നമുക്ക് 20 പറഞ്ഞ സംഖ്യ ഉണ്ടോ? ഇല്ല. 28-ൻ്റെത് എഴുതി. പിന്നെ 34. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 3 വരുന്നത്. അടുത്തത് 30-ൻ്റെയും 40-ൻ്റെ ഇടയിൽ, 30-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ 34 ഒന്ന് വന്നു അല്ലേ? 34. പിന്നെ എത്രയാണ്? 34. പിന്നെന്താണ്? 34. പിന്നെ 33. പിന്നെ 35. പിന്നെ ഇതൊരു സംഖ്യകൾ നോക്കി ചെയ്താൽ മതി. 35. പിന്നെ 34, 30. ഓക്കെ, ഇത്ര വരിക. അപ്പോൾ എത്ര വരും? 5 ഇവിടെയും വന്നു അല്ലേ? ഓക്കെ, 5 ഇവിടെയും വന്നു. ഇനി അടുത്തത് 40, 50-ൻ്റെ ഇടയിൽ, 40, 50-ൻ്റെ ഇടയിൽ, 40, 50-ൻ്റെ ഇടയിൽ 41. പിന്നെ എത്രയാണ് വരിക? 42. പിന്നെ 40 ഇവിടെ അല്ലേ എഴുതാം? 40. പിന്നെ 41 വീണ്ടും ഉണ്ട്, 41. പിന്നെ 46, 5. അപ്പോൾ എത്രയായി? 5, 10, 15.
15 15 20 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്യാം. 20 സ്റ്റുഡൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ നിർത്തിക്ക് വരച്ചുതരാം. ഓക്കെ, ഇവിടെ 3 അല്ലേ, അപ്പോൾ 2 3, ഇവിടെ 1 2 3 4 5 ഇങ്ങനെയാണ് വരിക. 3 മാർക്ക് കേട്ടോ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. പഠിച്ചു വെക്കണേ. സിമ്പിൾ സാധനമാണ്. ഡാറ്റ ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിൽ അത്ര കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പഠിച്ചു വെക്കണം കേട്ടോ. പഠിച്ചു വെക്കണം. നമ്മൾ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ച് പോകണം. സംഖ്യകൾ മാറുക എന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. അടുത്ത ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കേട്ടോ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ചാപ്റ്ററിൽ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സ്റ്റാറ്റി എക്കണോമിക്സ് ബ്രാഞ്ച്. യെസ് അതായത് ഒരുമിച്ച് ചോദിക്കുക. ചോദ്യം മിക്സ് ചെയ്തിട്ടാട്ടോ ചോദിക്കുക. സ്റ്റാറ്റി എക്കണോമിക്സും ചോദ്യങ്ങളും ഒരുമിച്ച് തന്നെയാണ് ചോദിക്കുക. സെപ്പറേറ്റ് ഭാഗമൊന്നും തരൂല. ചോദ്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുക കേട്ടോ. ഇത് രണ്ടും ഒരു ബുക്കാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അല്ലാതെ സ്റ്റാറ്റിക്ക് വേറെ ഭാഗം അങ്ങനെയൊന്നും അല്ല. ഇതുവരെ അങ്ങനെയൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കുന്ന. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ജിഷാമിസ് വരും കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, എന്താണ് മെയിൻ പേർപ്പസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആവറേജ്. ആവറേജിൻ്റെ മെയിൻ ഫങ്ഷൻസും പർപ്പസും എന്തൊക്കെയാണ്? എടാ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്? ആവറേജുകളെ കുറിച്ചാണ് പഠിക്കുന്നത്, ശരാശരിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ള ചോദ്യം വരും. ദ മെയിൻ പർപ്പസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആവറേജ്. ആവറേജിൻ്റെ പർപ്പസ് എന്താ, ഫങ്ഷൻ എന്താ? ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാം. എന്താണ് ഇതിൻ്റെ പർപ്പസും ഫങ്ഷൻസും? ആവറേജിൻ്റെ ആവറേജിൻ്റെ പർപ്പസും ഫങ്ഷൻ. കാരണം പഠിക്കുന്ന മൊത്തം എന്താ, ആവറേജ് ആണ്. പഠിക്കുന്ന മൊത്തം എന്താണ്, മീനാണ്, മീഡിയനാണ്, മോഡാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു, പർപ്പസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആവറേജ്. ഈ മീൻ, മീഡിയൻ, മോഡിനെ തന്നെയാണ് നമ്മളിവിടെ ആവറേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും പർപ്പസും എന്താണെന്നുള്ളൊരു ചോദ്യം 2 മാർക്ക് 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം, ചിലപ്പോൾ 4 പോയിൻ്റ് എഴുതിയ 4 മാർക്കിൻ്റെ ചോദ്യം ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണ ഓരോന്ന് നോക്കുക. ടു റെപ്രസെൻറ്റ് ദ ബ്രീഫ് പിക്ചർ ഓഫ് ഡാറ്റ. നമുക്ക് എന്ത് ചെയ്യും, വലിയൊരു ഡാറ്റ എന്ത് ചെയ്യും, ബ്രീഫായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. വലിയൊരു ഡാറ്റ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അത് നമുക്ക് ബ്രീഫായിട്ട് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ എന്തിൻ്റെ ഹെൽപ്പോട് കൂടി സഹായിക്കും? ആവറേജിനെ കൊണ്ട് സഹായിക്കും. ആവറേജ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വലിയൊരു കാര്യം കണക്ക് കൂട്ടി ഒരൊറ്റ സംഖ്യയിലേക്ക് എത്തും അല്ലേ. നമ്മളോട് കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, കുറേ ലിസ്റ്റ് തന്നാണ്. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിക്കും. നമ്മളെന്ത് ചെയ്യും, അത് മൊത്തം കൂട്ടിയിട്ട് എത്ര എണ്ണമുണ്ട് അതുകൊണ്ട് ഹരിക്കും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ എന്ത് പറയുക, ആവറേജ് എന്ന് പറയുക. അപ്പോൾ ആവറേജിൻ്റെ പർപ്പസും ഫംഗ്ഷനും എന്താ? ഫസ്റ്റ് വണ് ടു റെപ്രസെൻറ്റ് എ ബ്രീഫ് പിക്ചർ ഓഫ് ഡാറ്റ. ഡാറ്റ എന്ത് ചെയ്യും, ബ്രീഫ് പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത്തത് കമ്പാരിസൺ. ഡാറ്റകളെ കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പാരിസൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനും എക്കണോമിക്സിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ പോസിബിളാണ്. അടുത്തത് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ഓക്കെ, പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. പോളിസികൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. പോളിസി ഫോർമുലേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് വൺ കേട്ടോ. പോളിസി ഫോർമുലേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് വൺ. എന്ത് ചെയ്യാൻ പറ്റും, പോളിസികൾ എന്ത് ചെയ്യാൻ പറ്റും, പോളിസികളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഈ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും എന്ന് വെച്ചാൽ എന്നാൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കണക്കെടുത്ത് പോളിസി ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യലൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യും, ഈ ആവറേജ് അതിന് വലിയൊരു ഘടകമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയൊരു ഘടകമാണ് എന്ത്, ആവറേജ്. അപ്പോൾ ആവറേജിൻ്റെ മെയിൻ ഒരു ഫംഗ്ഷനാണെന്ത്, പോളിസി ഫോർമുലേഷൻ. അടുത്തത് ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ആവറേജസ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് വൺ വാല്യൂ ഫോർ ഓൾ ഗ്രൂപ്പ് ഓർ സീരീസ്. വലിയൊരു ഗ്രൂപ്പും വലിയൊരു സീരീസും നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരൊറ്റ വാല്യൂവിൽ പറയും ആൻസർ. ഒരൊറ്റ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ പറയും. വലിയൊരു ഡാറ്റ, വലിയൊരു സംഭവം നമുക്ക് തന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ വാല്യൂവിൽ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് പറയും.
ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഒരു 3 പോയിന്റെങ്കിലും മിനിമം പഠിച്ചിട്ട് എക്സാമിന് പോകണം. വാട്ട് ആർ ദ എന്താണ് പർപ്പസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആവറേജ് ചോദിക്കും. പർപ്പസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ആവറേജ് എന്താ ചോദിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതി വെക്കണം. അടുത്തത് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. നേരത്തെ നമ്മൾ പർപ്പസും ഫങ്ഷനുമാണ് പറഞ്ഞതെങ്കിൽ എന്താണ്, ഓക്കെ, പർപ്പസും ഫങ്ഷനാണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. ഒരു ആവറേജിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്, ഒരു ആവറേജിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം. നമ്മളൊരു ആവറേജ് കണ്ടുപിടിക്കുകയാണ്, മീനോ മീഡിയനോ മോഡോ ഒരുപാട് കാര്യങ്ങളുണ്ട്, പല ആവറേജുകളുണ്ട്. ഈ ആവറേജുകളുടെ ഒരു ക്വാളിറ്റി എന്താ, ഒരു നല്ല ആവറേജ് എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ആവറേജ്? 3 മാർക്കിൻ്റെ ചോദ്യം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ആവറേജ്? 3 മാർക്കിൻ്റെ ചോദ്യം. പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണത്? ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എടുക്കുന്ന ആവറേജ് എന്തായിരിക്കണം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എടാ മീന് മീഡിയൻ മോഡിൻ്റെ തിയറി പ്രാക്ടിക്കൽ, അതായത് പ്രോബ്ലം മാത്രം പഠിച്ചു വെച്ച് പോരുതൊട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുപോലുള്ള ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യും, ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് പോകണം. ഇവിടെയും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അടുത്തത് ഈസി ടു കമ്പ്യൂട്ട്. ഒരു ആവറേജിൻ്റെ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റണം, അത് ഈസിലി കണക്ക് കൂട്ടാൻ പറ്റണം, അത് ഈസിലി കണക്ക് കൂട്ടാൻ പറ്റണം. അടുത്തത് റിജിഡ്ലി ഡിഫൈൻഡ്. ഓക്കെ, റിജിഡ്ലി അല്ല, നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ് കേട്ടോ. നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ്, അത് ഭയങ്കര ഇടങ്ങാറ് പിടിച്ചതാവരുത്. നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ് കേട്ടോ. അതൊരിക്കലും അങ്ങനെ ഒരു ഇടങ്ങാറ് പിടിച്ച രീതിയിൽ കണ്ടുപിടിക്കുന്ന സാധനം ആവരുത്, എളുപ്പമായിരിക്കണം. അടുത്തത് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റം ഓഫ് സീരീസ്. നമുക്ക് ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ആ എല്ലാ സംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കുന്ന സമയത്ത് കണക്ക് കൂട്ടിയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ഗുഡ് ആവറേജായി മാറുന്നതാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു 100 സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ 100 സംഖ്യകളെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ആവറേജ് കണ്ടെത്തേണ്ടത്. എന്നാൽ ആ ആവറേജ് ഗുഡാണെന്ന് നമുക്ക് പറയാം. ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റം ഓഫ് സീരീസ്. അടുത്തത് ക്യാപ്പബിൾ ഓഫ് ആൽജബ്രിക് ട്രീറ്റ്മെൻറ്റ്. അതെന്താണ് ആൽജബ്രിക് ട്രീറ്റ്മെൻറ്റ്? കണക്കുകളിലും സ്റ്റാറ്റുകളിലൊക്കെ നമുക്ക് വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണക്കുകളിലും മറ്റെന്ത് ചെയ്യും, അത് യൂസ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് മെറിറ്റ്സ് ഓഫ് അരിത്മെറ്റിക് മീന്. എടാ AM, നമ്മുടെ മീനിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണെന്ത്, AM കേട്ടോ. അരിത്മെറ്റിക് മീന് എന്ന് വിളിക്കും കേട്ടോ. അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ AM എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയുന്ന മീനുണ്ടല്ലോ, മീന് മീഡിയൻ മോഡലുള്ള മീനിന് നമ്മൾ വേറെ പേരിട്ട് വിളിക്കുക. എന്താണ്, AM എന്നുള്ള പേരിട്ട് വിളിക്കും കേട്ടോ. നിങ്ങൾ നോക്കുക, മെറിറ്റ്സ് ഓഫ് അരിത്മെറ്റിക് മീന്. ഒരു അരിത്മെറ്റിക് മീനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ, അല്ലെങ്കിൽ മെറിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരു മീനിൻ്റെ അഡ്വാൻറ്റേജസ്. കാരണം മീനും മീഡിയനും മോഡും പഠിക്കേണ്ട, അതിൽ കുറച്ചും കൂടെ നല്ലത് മീനാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ മീനിൻ്റെ ക്വാളിറ്റീസ് അല്ല, മീനിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണെന്ന്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ പഠിച്ചു പോകണേ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. തിയറി ആണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യരുത്. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള തിയറീസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഘടകം കൂടാണ് ഈ സാധനം കേട്ടോ. അടുത്ത നിങ്ങൾ നോക്കുക, എന്താണ് മെറിറ്റ്സ്? ഫസ്റ്റ് വൺ സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായിരിക്കണം. രണ്ടാമത്തത് സെർട്ടനിറ്റി, ഒരു സെർട്ടൈൻ ആയിട്ട് വേണം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. മൂന്നാമത് ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ്, അതെല്ലാ വാല്യൂസിനും ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. അടുത്തത് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഈസ് പോസിബിൾ. എടാ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതൊക്കെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. പിന്നെന്താണ് ബേസിസ് ഓഫ് കമ്പാരിസൺ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പം ഇതെന്താണ് AM എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന 5 പോയിൻ്റ് ഉണ്ട്, ഒരു 3 പോയിൻ്റെങ്കിലും പഠിച്ചു വെച്ച് പോകണം. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, 3 പോയിൻ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള തിയറി പാർട്ടുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, അതൊരിക്കലും വിട്ടുപോകരുത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണേ. അടുത്തത് പ്രോബ്ലം പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്ക് പോവാണ്. ഇതെന്താണ്, ഇതൊരു സിമ്പിൾ ചോദ്യം. ഇത് എത്ര മാർക്കിൻ്റെ ചോദിച്ചാൽ, ഇത് 2-3 മാർക്കിൻ്റെ ചോദ്യം. 2-3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യം കൂട്ടിക്കോ. 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചത് എന്താ, ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഇടുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ ഇടുന്നുണ്ട്. ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇത് എന്ത് സീരീസാണ്. എടാ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇത് എന്ത് സീരീസാണ്, ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇത് ഏത് സീരീസിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്, ഇത് ഏത് സീരീസാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്ത് സീരീസാണ്,
ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞ വാല്യൂസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ്. 100 കഴിഞ്ഞിട്ട് 200, പിന്നെ 50, പിന്നെ 350, പിന്നെ 400, പിന്നെ 150, പിന്നെ 500. വാല്യൂസ് തമ്മിൽ യാതൊരുവിധ ഓർഡറോ കണക്ഷനോ ഒന്നുമില്ല. ഇങ്ങനത്തെ സീരീസിൽ നമ്മൾ എന്ത് വിളിക്കും? എടാ അത് കണ്ടിന്യൂസ് ഒന്നും അല്ല കേട്ടോ, ഇത് ഡിസ്ക്രീറ്റ് അല്ല, ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, വിച്ച് ഈസ് കോൾഡ് ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? എഴുതി വെച്ചാൽ എന്താണ്? n+1/2th ഐറ്റം. എന്താണ്? n+1/2th ഐറ്റം. ഇതാണ് മീഡിയൻ കാണാൻ ഇൻഡിവിജ്വൽ സീരീസിലെ ഇക്വേഷൻ. n+1/2th ഐറ്റം എന്താണ്? n+1/2th ഐറ്റമാണ് നമ്മുടെ ഇക്വേഷൻ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ദ ഡാറ്റ. മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അറേഞ്ച് ദ ഡാറ്റ. നമ്മൾ ആ ഡാറ്റ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? ചെറുതെന്ന് വലുതിലേക്ക് എഴുതാം. ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ എത്രയാണ്? ഏറ്റവും ചെറിയ സംഖ്യ നമുക്കറിയാം, അത് 50 ആണ്. 50. അടുത്ത എത്രയാണ്? 100 ആണ്. അടുത്ത എത്രയാണ്? 150 ആണ്. അടുത്ത എത്രയാണ്? 200 ആണ്. അടുത്ത എത്രയാണ്? 200 കഴിഞ്ഞിട്ട് 300 ഉണ്ടോ? ഇല്ല. അടുത്ത എത്രയാണ്? 350 ആണ്. അടുത്ത എത്രയാണ്? 350 കഴിഞ്ഞിട്ട് 400, പിന്നെ 500. 400 പിന്നെ 500. ഓക്കെ, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡാറ്റ അറേഞ്ച് ചെയ്ത് കേട്ടോ. അറേഞ്ച് ചെയ്ത ഡാറ്റ നമ്മൾ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്ത്? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? n+1/2th ഐറ്റം. n എന്ന് വെച്ചാൽ എത്രയാണ്? n എന്ന് വെച്ചാൽ ഇവിടെ എത്ര എണ്ണമുണ്ട്? നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര സംഖ്യകൾ തന്നിട്ടുണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്ര സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്? ഒന്ന് എണ്ണി നോക്ക്. 1, 2, 3, 4, 5, 6, 7 സംഖ്യകൾ അല്ലേ? 7 സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n എന്ന് വെച്ചാൽ എത്ര? 7 ആണ്. 7+1 ഇക്വേഷനിലുള്ള 1 ഡിവൈഡ് ബൈ ഇക്വേഷനിലുള്ള 2th ഐറ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഐറ്റം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7+1/2th ഐറ്റം എന്നുള്ളത്. അപ്പോൾ എത്ര കിട്ടും? 8/2th ഐറ്റം. 8/2th ഐറ്റം. അപ്പോൾ എത്ര കിട്ടും? 4th ഐറ്റം. 4th ഐറ്റം. എടാ 4 അല്ല ആൻസർ. 4ാമത്തെ ഐറ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ വഴി 4ാമത്തെ ഐറ്റം ഏതാകില്ല. ക്വസ്റ്റ്യനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് 4ാമത്തെ ഐറ്റം ഏതാ? 1, 2, 3, 4. എത്രയാണ് ആൻസർ? 200 ആണ് നമ്മുടെ എന്ത്? മീഡിയൻ ആയിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയാണ്? 200. 4th ഐറ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ 200 ഈസ് മീഡിയൻ. ഹിയർ 200 ഈസ് മീഡിയൻ. ഓക്കെ ആണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഏത് വാല്യൂ വെച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചേ മതിയാവും. കണ്ടുപിടിച്ചേ പറ്റൂ. n+1/2th ഐറ്റം. n+1/2th ഐറ്റം. ഇതാണെന്ത്? മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് മോഡ് ഓഫ് ദ ഫോളോയിങ്. നിങ്ങളോട് കാണാൻ ചോദിച്ചത് എന്താണ്? മോഡ് കാണാനാണ് 3 മാർക്കിൻ്റെ ചോദ്യം. മോഡ് കാണാൻ 3 മാർക്കിൻ്റെ ചോദ്യം. കണ്ടുപിടിക്കൽ എങ്ങനെയാ? എടാ ഇത് എന്ത് സീരീസാ? ഇത് ഏത് സീരീസ്? ഒന്ന് പറഞ്ഞേ. ഞാൻ ഒരു ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഇത് ഏത് സീരീസാ? വേഗം പറയും. ഇത് ഏത് സീരീസാ? എടാ എന്ത് സീരീസാ? ഒന്ന് കമൻറ്റ് ഇട്ടേ. കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കാണാനിലേക്ക് മോഡ് കാണാൻ. ഇത് ഡിസ്ക്രീറ്റ് അല്ല. എന്താ തെറ്റിക്കുന്ന? ഡിസ്ക്രീറ്റ് അല്ല. എടാ ഇവിടെ ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും വന്നില്ലേ? അപ്പോൾ ഇത് എന്ത് സീരീസാണ്? ഇത് കണ്ടിന്യൂസ് സീരീസാണ്. ഒന്നും വേണ്ട, നടുവിലൊരു വര വന്നാൽ തന്നെ മനസ്സിലാക്കിയത് എന്താണ്? ഇത് കണ്ടിന്യൂസ് സീരീസാണ്. നടുവിലൊരു വര വന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ എന്ത് സീരീസാണ്? വിച്ച് ഈസ് കണ്ടിന്യൂസ് സീരീസാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കണ്ടിന്യൂസ് സീരീസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് സീരീസ് ആണ് കേട്ടോ. കണ്ടിന്യൂസ് സീരീസിൽ ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ അല്ല മോഡാണ് ചോദിച്ചിട്ടുള്ളത്. മോഡാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. മോഡ് കാണാൻ ഇക്വേഷൻ എന്താ? കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാൻ ഇക്വേഷൻ എന്താ? ഇവിടെ എഴുതുന്നുണ്ട്. എന്താണ്? L+D1 ഡിവൈഡഡ് ബൈ D1 + D2 × H. ഇതാണെന്ത്? കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാനുള്ള ഇക്വേഷൻ. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L+D1 ഡിവൈഡഡ് ബൈ D1 + D2 × H.
എടാ എളുപ്പത്തിൽ ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. എൽ എല്ലാവർക്കും അറിയാം എന്താണ്, ലോവർ ക്ലാസ് ആണ്. എച്ച് എന്താണ്, ഹൈറ്റ് ഡിഫറൻസ് ആണ്, എല്ലാവർക്കും അറിയാം. എൽ എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു ലോവർ ക്ലാസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലോവർ ക്ലാസ് ആയിരിക്കാം. എച്ച് എന്ന് വെച്ചാൽ അവിടെ നോക്കിയിട്ട് തന്നെ പറയാം എത്രയാണ്. എടാ ഇവിടുത്തെ എച്ച് എത്രയാണ്, ഇവിടെ എച്ച് എത്ര കിട്ടുന്നത്, എച്ച് എല്ലാവർക്കും അറിയാം എന്താണ്, ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ ഓക്കെ ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് എത്ര, എടാ ഇതിൻ്റെ ഡിഫറൻസ് എത്ര, 0, 10, 10, 20. ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്, 10 ഈ സീരീസ് പോകുന്ന വ്യത്യാസം എത്രയാണ്, 10 എന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ 10 എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വ്യത്യാസങ്ങൾ പോകുന്നത്. അപ്പോൾ എച്ച് എല്ലാവർക്കും അറിയാം 10. പക്ഷേ D1 ഉം D2 കണ്ടുപിടിക്കണം. എടാ D1 എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, മോഡാണെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം, നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ നോക്കുക. കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി കേട്ടോ. എന്താ ചെയ്യേണ്ടത്, കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി, കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി കേട്ടോ. സർ പോർഷൻസ് പറയാമോ? രണ്ടും എക്കണോമിക്സിൽ നമുക്ക് അതായത് ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് വരെയുള്ള ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈ ചാപ്റ്റർ വരെ കേട്ടോ ചോദിക്കുന്നത് എക്സാമിന്. കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി, ഇവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി എത്ര, അത് 10 വിസിബിൾ ആണ് അല്ലേ. ഇവിടുത്തെ ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ്, 10. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, D1 എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും എന്ത് കുറയ്ക്കുക, എന്ത് മൈനസ് ചെയ്യുക, തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യുക. ഓക്കെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ D1 എന്ന് പറയുക. 10 - 3 അതെത്രയാണ്, 7. D2 അപ്പോൾ എന്തായിരിക്കും, D2 എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൺസിഡർ ചെയ്ത ഏറ്റവും വലിയ ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കുക, 5 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും, 10 - 5 പോയാൽ എത്രയാണ്, 5. ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, D1 ഉം D2 ഉം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, L എത്രയാണ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ഇതാണെന്ത്, L എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി ഉണ്ട്. ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ഉണ്ട്. അതിൻ്റെ ലോവർ ക്ലാസ് എത്രയാണ് നമുക്കറിയാം, അതെത്രയാണ്, L എത്രയാണ്, 20. എച്ച് എത്രയാണ്, എച്ച് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈറ്റ് ഡിഫറൻസ്. ഈ ഒരു ശ്രേണി പോകുന്നത്, ആ ഒരു ക്ലാസ് പോകുന്നതിന് കോമൺ വ്യത്യാസം എത്രയാണ്, 0, 10, 10, 20. അപ്പോൾ അവിടെ കോമൺ വ്യത്യാസം പോകുന്നത് 10 എല്ലാവർക്കും അറിയാം. അപ്പോൾ എച്ച് എത്രയാണ്, 10. നേരെ ഇക്വേഷൻ പുട്ട് ചെയ്ത് കൊടുക്കുക, എത്ര കിട്ടും നമുക്ക് നോക്കാം. എത്രയാണ്, 20 പ്ലസ് D1 എത്രയായിരുന്നു, D1 7 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 5 ഇൻറ്റു 10. ഓക്കെ എത്ര കിട്ടും, 20 പ്ലസ് 10 ഇൻറ്റു 70, 70 ഡിവൈഡഡ് ബൈ 7 3 10 12. എത്ര കിട്ടും, ഒന്ന് ആൻസർ കമൻറ്റ് ഇട്ടടാ. 10 പ്ലസ് 70 ഡിവൈഡ് ബൈ 12. ജസ്റ്റ് ഒന്ന് ആൻസർ കമൻറ്റ് ഇട്, പെട്ടെന്ന് നോക്ക് എത്രയാണ് കമൻറ്റ് ഇട്ടിരുന്നത്. ഓക്കെ ഇവിടെ ഡിവൈഡ് ചെയ്താൽ 5.83 തൊട്ട് കേട്ടോ. ഇവിടെ 20 പ്ലസ് 5.83. അപ്പോൾ എത്ര കിട്ടും, 25.83. 25.83 ആൻസർ കേട്ടോ. നിങ്ങൾ കിട്ടിയിട്ടുണ്ട് 25.83. വാല്യൂസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ മെത്തേഡ് നോക്കുക. D1 എന്താ, D2 എന്താ, ഓരോ കാര്യങ്ങൾ പഠിക്കുക. D1 എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രകാരം ഹയസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ്, അത് 10. ആ 10ൽ നിന്ന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, D1 കിട്ടും. അതിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും, D2 കിട്ടും. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ അപ്പം മീഡിയൻ ചോദിച്ചിട്ട് മോഡ് ചോദിച്ചിട്ട് ഒരു ചോദ്യം കണ്ടിന്യൂസ് സീരീസിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അടുത്ത ചോദ്യം, ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ്. അടുത്ത ചോദ്യമാണ് മീഡിയൻ കാണാനുള്ള ചോദ്യം. ഓക്കെ 3 മാർക്കിൻ്റെ ചോദ്യം, മീഡിയൻ കാണാനുള്ളൊരു ചോദ്യം. നമുക്കിതും ഒരു ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ മീഡിയൻ കാണാനുള്ള ചോദ്യം. അടുത്ത ചോദ്യം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഉള്ളത് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതെന്താണ്, മീഡിയൻ കാണാൻ. എടാ മീഡിയൻ ആണ്, ഇത് ഏത് സീരീസാണ്, ഒന്ന് കമൻറ്റ് ഇട്ടേ. ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് പറഞ്ഞേ. ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യനാ, ഇത് ഏത് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇൻഡിവിജ്വൽ അല്ല. ഇത് ഇൻഡിവിജ്വൽ എങ്ങനെ ആവുക, എഫ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ഒരിക്കലും ആവില്ലല്ലോ. ഓക്കെ ഇത് ഏത് സീരീസാണ്, ഡിസ്ക്രീറ്റ് സീരീസ് ആണ് കേട്ടോ. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ് കേട്ടോ. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n+1/2th ഐറ്റം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയം കാണാനുള്ള ഇക്വേഷൻ n+1/2th ഐറ്റം തന്നെയാണ്. പക്ഷെ ഇവിടെ ആര് നമ്മൾ കൺസിഡർ ചെയ്യണം? ഇവിടെ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം. ആരാണത്? CF കേട്ടോ. ആര് വേണം? CF എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് കൺസിഡർ ചെയ്യണം. CF ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഒന്നുമില്ല, നമ്മൾ ഈ ഫ്രീക്വൻസി വാല്യൂസ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ കൂട്ടി പോവുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഫ്രീക്വൻസി വാല്യൂസ് ജസ്റ്റ് കൂട്ടുക. ഫ്രീക്വൻസി വാല്യൂ, ഫസ്റ്റ് ഫ്രീക്വൻസി എത്രയാടാ? 10 ആണ്. ഫസ്റ്റ് ഫ്രീക്വൻസി എല്ലാവർക്കും അറിയാം. ഈ ഫസ്റ്റ് F തന്നെയാണ് എന്ത്? ഫസ്റ്റ് ഫ്രീക്വൻസി എന്താണ്? ആ 10 എന്ന് പറയുന്ന സംഖ്യ കേട്ടോ. ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത CF എങ്ങനെ കാണുക? ഫസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും ഫസ്റ്റ് CF. ഈ 10ൻ്റെ കൂടെ എന്ത് ചെയ്യുക? അടുത്ത 5 കൂട്ടുക. എത്ര കിട്ടുക? 10 + 5 എത്രയാടാ? 15. ഈ 15നോട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് 2 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 17. 17നോട് 8 കൂട്ടുക. എത്രയാണ്? 25. 25 + 5 30. 30 + 10 40. ഇത്രയേ ഉള്ളൂ പരിപാടി. ജസ്റ്റ് എന്ത് ചെയ്യുക? വാല്യൂസ് കൂട്ടി പോവാം. വേറെ ഒന്നും ചെയ്യാനില്ല. വാല്യൂസ് ജസ്റ്റ് ആഡ് ചെയ്ത് പോട്ടോ. വാല്യൂസ് ജസ്റ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോവാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് പഠിക്കണം. ഓരോന്നും നമ്മൾ എന്താ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ ഇക്വേഷൻ n+1/2th ഐറ്റം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n+1/2th ഐറ്റം എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ n എത്രയാ? n എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഫ്രീക്വൻസി മൊത്തം കൂട്ടിയാൽ ഇത് മൊത്തം കൂട്ടി എത്ര കിട്ടും? ഈ മൊത്തം കൂട്ടിയതും ഇതും സെയിം സംഖ്യ ആയിരിക്കും കേട്ടോ. അത് എത്രയാണ്? 40 തന്നെ ആയിരിക്കും. അവസാന CFഉം n-ൻ്റെ ടോട്ടലും എന്താണ്? സെയിം സംഖ്യ ആയിരിക്കും. അവസാന CFഉം n-ൻ്റെ സംഖ്യ എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ n എത്രയാണ്? 40. അപ്പോൾ എന്ത് ചെയ്യണം? 40 + 1/2th ഐറ്റം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 40 + 1 എത്രയാണ്? 41. 41 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 21 അല്ലേ? 21 ഡിവൈഡ് ബൈ 41 എത്ര കിട്ടും? 41 ഡിവൈഡ് ബൈ 2th ഐറ്റം എത്ര കിട്ടും? 20.5th ഐറ്റം. എന്ത് കിട്ടും? 20.5th ഐറ്റം. പക്ഷെ നമ്മുടെ ആൻസർ എന്താ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 20.5 എന്ന് പറയുന്നത് CF റേഞ്ചിൽ എവിടെ വരും നോക്കുക. മനസ്സിലാക്കണേ. ഈ 20.5 ഫിഫ്ത്ത് ഐറ്റം എന്ന് കിട്ടി. 20.5th ഐറ്റം നമുക്ക് കിട്ടി. ആ 20.5ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് CFൽ എവിടെ വരും? നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 10 വരെ പോകുള്ളൂ, ഇവിടെ 15 വരെ, ഇവിടെ 17 വരെ, ഇവിടെ 25 വരെ പോകുന്നില്ലേ? ആ 25 അല്ല ആൻസർ. ആ 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ എന്ത്? മീഡിയൻ. അപ്പോൾ എത്രയാണ് ആൻസർ? 400 ആണ്. ആൻസർ 400 ആണ്. നമ്മൾ 20.5 കിട്ടി. ആ 20.5 CF റേഞ്ചിൽ എവിടെ വരും നോക്കുക. CF റേഞ്ചിൽ വരുന്ന 25 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ആ 25 എന്ന് പറയുന്ന റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാണോ അതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ മീഡിയനും. അതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഏതാണോ അതാണ് എന്ത്? ഓക്കെ, നമ്മുടെ എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. ഒരിക്കലും 25 അല്ല ആൻസർ. ആ 25ന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. അത് എത്രയാണ്? 400 ആണ് കേട്ടോ. 3 മാർക്കിൻ്റെ ചോദ്യമാണത്. പഠിച്ചു വെക്കണേ. 3 മാർക്കിൻ്റെ ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നിങ്ങൾ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാം. ഓക്കെ, നമ്മളിത് ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത് നിങ്ങൾ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു ചോദ്യം. മോഡ് ഈസ് ഈക്വൽ ടു, കുറച്ച് 1 വേർഡ് ചോദ്യമാണ് കേട്ടോ. മോഡ് പറയും. മീൻ മീഡിയം മോഡ് നമ്മൾ ചെയ്യും. മോഡ് ഈസ് ഈക്വൽ ടു, ഇതിലേതാണ് ശരി? എടാ എ ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇത് 1 വേർഡ് ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, 1 മാർക്കിൻ്റെ ചോദ്യമാണത്. ഇതിന് ഏതാ ആൻസർ? എന്താ ഒന്ന് പറഞ്ഞേ. ഇതിന് ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എന്താണ്? 1 അല്ലേ? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എടാ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ മീഡിയനും തന്നിട്ടുണ്ട്, മോഡും തന്നിട്ടുണ്ട്, മീഡിയനും തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്. നിങ്ങളോട് മോഡ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. 3 മീഡിയൻ മൈനസ് 2 മീൻ പഠിച്ചു വെക്കാം. മോഡ് കാണാൻ മറ്റൊരു ഇക്വേഷനാണ് എന്ത്? 3 മീഡിയൻ മൈനസ്
ടു മീൻ. ഇതൊക്കെ വൺ വേർഡ് ചോദ്യമാണ്, പഠിച്ചു വെക്കുക. ഓരോ മാർക്കും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഓക്കെ, 3 മീഡിയം മൈനസ് 2 മീൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്? ഇതിൽ ഏതാണ് പൊസിഷണൽ ആവറേജ്? ഒന്ന് കമൻറ്റ് ഇട്ടെ, പെട്ടെന്ന് കമൻറ്റ് ഇട്ടെ. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു. ഏതാണ് പൊസിഷണൽ ആവറേജ്? ഏതാണ് വിച്ച് ഈസ് നോൺ എസ് പൊസിഷണൽ ആവറേജ്? ഇതിലേതാ? ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ എന്താണ്? ആരും ആൻസർ പറയില്ലല്ലോ, വേഗം പറയും. സി അല്ലെ ഓൾ ഓഫ് ദ അബോവ് ആണോ? ഏതാണ്? 2 കമൻറ്റ് ഇടാണ് ചിലർ. സി ആണോ വല്ലതും കമൻറ്റ് ഇടുന്നത്? ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? മീഡിയൻ ആണ് കേട്ടോ. പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നത് മീഡിയൻ ആണ് കേട്ടോ. പൊസിഷണൽ ആവറേജ് ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. പൊസിഷണൽ ആവറേജ് എന്താണ്? മീഡിയൻ. അടുത്ത ചോദ്യം മീഡിയൻ. ലാസ്റ്റ് ഇതാ 8 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം കഴിയും. പിന്നെ ജിഷാമിസ് വരും കേട്ടോ. ഓക്കെ, ജിഷാമിസ് വരും കേട്ടോ. ഓക്കെ, ജിഷാമിസ് വരും. നിങ്ങളൊക്കെ 8 മാർക്കിൻ്റെ ചോദ്യം, 8 മാർക്കിൻ്റെ ചോദ്യം. ഫൈൻഡ് മീൻ, മീഡിയൻ, മോഡ്, 8 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഓക്കെ, അത് ജിഷാമിസ് ആണ്, വേറെ ആരുമല്ല കേട്ടോ. ജിഷാമിസ് ആണ്, ജിഷാമിസ് വരും. ഓക്കെ, നിങ്ങൾ നോക്കുക. ഫൈൻഡ് മീൻ, മീഡിയൻ, മോഡ്, 8 മാർക്ക് കേട്ടോ. 8 മാർക്കിൻ്റെ ചോദ്യം, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. പഠിച്ചു വെക്കണേ. അവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താ? ഫസ്റ്റ് മീൻ കണ്ടുപിടിക്കുക. ഇത് എന്ത് സീരീസാണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സീരീസ്. ഇത് എന്ത് സീരീസാണ്? കണ്ടിന്യൂസ് സീരീസാണ്. ഇത് കണ്ടിന്യൂസ് സീരീസിലുള്ള എന്താണ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ ലോവർ ക്ലാസ് ഉണ്ട്, അപ്പർ ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് എന്താണ്? കണ്ടിന്യൂസ് സീരീസാണ്. ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഇത് കണ്ടിന്യൂസ് സീരീസാണ്. കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ഇൻഡിവിജ്വലും കണ്ടാൽ മനസ്സിലാവണം. എടാ, മീന് കാണാനുള്ള ഇക്വേഷൻ എന്താ? കണ്ടിന്യൂസ് സീരീസിൽ മീന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എന്താണ്? സോറി. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇതാണ് നമുക്ക് എന്ത്? മീന് കാണാനുള്ള ഇക്വേഷൻ. മീന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഇല്ല, ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് പിന്നെ മിസ് വരും. ഓക്കെ, പെട്ടെന്ന് കഴിയും. അപ്പം എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താ? മീനാണ്. മീന് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നുള്ളതാണ് എന്ത്? ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നുള്ളതാണ് എന്ത്? ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക. ഇതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ എന്നാണ് അർത്ഥം. ഈ ജരിച്ചിട്ടൊരു സാധനം, ഇതിനാണ് നമ്മൾ എന്താ പറയുക? സിഗ്മ എന്ന് പറയാം. ഇതിൻ്റെ അർത്ഥം എന്താ? ടോട്ടൽ. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഓഫ് എഫ് എം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് എഫ്. ടോട്ടൽ ഓഫ് എഫ് എം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് എഫ്. ഇതാണ് ഇക്വേഷനിൽ എന്താണുള്ളത് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇക്വേഷനിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്തുണ്ട്? എഫ് എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. ആരില്ല? എം എന്ന് പറയുന്ന ആളില്ല. ഫസ്റ്റ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുക. എന്ത്? എം എന്ന് പറയുന്നൊരു ബോക്സ് വരയ്ക്കുക. സിമ്പിളായിട്ട് എം. നമ്മൾ നേരത്തെ മിഡ് പോയിൻ്റ്, മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. എന്താണത്? മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? ലോവർ ക്ലാസ് പ്ലസ് അപ്പർ ക്ലാസ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സംഖ്യ ഏതാണ്? സിമ്പിളായിട്ട് എത്രയാണത്? 15 കേട്ടോ. 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണത്? 15. എല്ലാവർക്കും അറിയാം 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണത്? 15. ഓക്കെ, 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണത്? 15. പിന്നെ 20ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണ്? 20ൻ്റെയും 30ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണ്? അതെത്രയാണ്? 25. 30ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണ്? 35. ഇവിടെ എത്രയാണ്? 45. ഇത് എത്രയാണ്? 55. ഇത് എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയ കാര്യം അല്ലേ? എന്നിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് എഫും കിട്ടി, എമ്മും കിട്ടി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് എം കണ്ടുപിടിക്കണം കേട്ടോ. എഫ് എം കണ്ടുപിടിക്കണം. അതായത് ഈ എഫും ഈ എമ്മും ഗുണിച്ചാൽ മതി. അടുത്ത ബോക്സ് എന്താണ്? എഫ് എം. സിമ്പിളായിട്ട് എന്താണ്? എഫ് എം എന്നുള്ളതാണ് നമ്മുടെ എന്ത്? അടുത്ത ബോക്സ്. എഫ് എം. എഫ് എം എന്ന് പറയുന്ന നമ്മുടെ അടുത്ത ബോക്സ്. വിച്ച് മീൻസ് എഫ് ഇൻറ്റു എം. എഫ് ഗുണിക്കണം എം. എഫ്
ഗുണിക്കണം എം എന്നുള്ളതാണ് എന്ത് എഫ് എം എന്ന് പറയുന്നത് കേട്ടോ. എഫ് ഗുണിക്കണം എം എന്നുള്ളതാണ് എന്ത് എഫ് എം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഫ് എം എന്ന് പറയുന്നതാണ് എഫ് ഗുണിക്കണം എം. ഫസ്റ്റ് തന്നെ ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 4 × 15 ചെയ്യുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 4 ഗുണിക്കണം 15 അതിവിടെ എഴുതുക. അടുത്തത് 10 × 25 അത് എഴുതാം. അടുത്തത് 35 × 3 അതിവിടെ എഴുതാം. 6 × 45 അതിവിടെ എഴുതാം. അടുത്തത് 7 × 55 അതിവിടെ എഴുതാം. ഓക്കെ, ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതാം കേട്ടോ. ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി എത്ര കിട്ടുന്നത് നോക്കാം. എഫ് എം എത്ര കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഓരോന്ന് ജസ്റ്റ് ഒന്ന് വേഗം കമൻറ്റ് ഇട്ടേ. ഫസ്റ്റത്തെ എത്ര ഇട്ടാ? ഫസ്റ്റത്തെ എഫ് എം എത്ര ഇട്ടാ? ഫസ്റ്റത്തെ എഫ് എം എത്ര ഇട്ടാ? ഫസ്റ്റത്തെ എത്ര ഇട്ടാ? 60. പിന്നെ എത്രയാണ്? 250. പിന്നെ എത്ര? 35 × 3. പിന്നെ എത്ര ഇട്ടാ? 35 × 3. ആൻസർ ഒന്നിട്ടെ. ഓക്കെ, ഓരോ വാല്യൂസ് ഒന്ന് പുട്ട് ചെയ്തേ ജസ്റ്റ് വേഗം. നെക്സ്റ്റ് എത്ര ഇട്ടാ? 35 × 3. നെക്സ്റ്റ് 105 അല്ലേ? നെക്സ്റ്റ് എത്ര കിട്ടുക? 105. ഓക്കെ, നെക്സ്റ്റ് 45 × 6 എത്ര കിട്ടും? ഒന്ന് കമൻറ്റ് ഇട്ടേ. 45 × 6. ഓക്കെ, കാൽക്കുലേറ്റർ നോക്കിയിട്ട് 270. നെക്സ്റ്റ് 270. സോറി 270. അടുത്തത് 55 × 7 എത്ര? 55 × 7. 55 × 7 കാൽക്കുലേറ്റർ നല്ല കാൽക്കുലേറ്ററായിട്ട് എക്സാമിന് വേണേൽ 385 കേട്ടോ. 385. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് മൊത്തം കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സിഗ്മ എഫ് എം എന്ന് പറയുക. ഈ വാല്യൂസ് എല്ലാം കൂട്ടുക. 60 + 250 + 105 + 270 + 385. ഓരോ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൂട്ടി പോവുക കേട്ടോ. ഓരോ വാല്യൂസും കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 60 + 250 + 105 + 270 + 385. അപ്പോൾ എത്ര കിട്ടും? 1070 അല്ലേ കിട്ടുന്നത്? 1070 അല്ലേ? ഇവിടെ എത്ര കിട്ടും? 1070 നമുക്ക് കിട്ടും. ഇവിടെ എത്ര കിട്ടാ? ഇവിടെ എത്രയാണ്? 10. 10ഉം പിന്നെ എത്രയാണ്? 20ഉം 30 കേട്ടോ. സിഗ്മ എഫ് എത്രയാണ്? സിഗ്മ എഫ് 30 കിട്ടുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും? മീൻ കാണാൻ എന്താ ചെയ്യുക? മീൻ കാണാൻ ഇക്വേഷൻ എന്താ? എക്സ് ബാർ = സിഗ്മ എഫ് എം / സിഗ്മ എഫ്. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷനായിട്ട് വരുന്നത്. സിഗ്മ എഫ് എം / സിഗ്മ എഫ്. സിഗ്മ എഫ് എം എത്ര? 1070 / 30 എത്ര കിട്ടും? ഇതാണ് മീൻ കാണാൻ കേട്ടോ. മീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ കാണാൻ 1070 / 30 എത്രയാണ് കിട്ടുക? 35.66. ആൻസർ കിട്ടിയോ? 35.66 കേട്ടോ. 35.6 അത്ര മതി. 35.6 ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? മീൻ കിട്ടിയത് കേട്ടോ. മീൻ കിട്ടിയത് 35.6 എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് എന്താ കാണേണ്ടത്? മീൻ കാണാൻ ഓക്കെ അല്ല? 35.6. ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 35.6. നെക്സ്റ്റ് എന്താ വേണ്ടത്? മീഡിയൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? മീഡിയൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ അത് നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L + n/2 - CF all divided by F × H. ഇതാണെന്ത്? മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, എന്താണുള്ളത്? ഓക്കെ, ഇന്നിവിടെ വൃത്തിക്ക് എഴുതി തരാം. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L + n/2 - CF
all divided by f into h. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് മീഡിയം കാണാനുള്ള ഇക്വേഷൻ. L plus n/2 minus, ഓക്കെ സാർ ചുറ്റുമുട്ടി ഡാൻസ് കളിക്കാമോ, L plus n/2 minus CF all divided by f into h. എടാ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അടുത്ത് കൺസിഡർ ചെയ്യേണ്ട ആരാണ്? മീഡിയൻ ആണെങ്കിൽ അവിടെ ആരുടെ കടന്നുവരവാണ്? ഒറ്റ ആൾ മനസ്സിലാക്കുക, CF. മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇയാൾ വേണം കേട്ടോ. CF എന്ന് പറയുന്ന ആൾ നിർബന്ധമായിട്ടും വേണം. CF നമ്മളിത് നേരത്തെ ചെയ്തതാണ്, ഇതൊക്കെ നേരത്തെ ചെയ്തതാണ്, ആ രീതിക്ക് തന്നെ ഇത് ചെയ്യാം. CF ആണ്. അടുത്ത ആര് വേണം? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഫസ്റ്റ് F നമ്മളെടുത്ത് എഴുതും 4, 4 + 10 14, 14 + 3 17, 17 + 6 എത്രയാണ്? ഓരോ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യട്ടോ. 17. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് F എത്രയാണ്? ആ 4 എടുത്ത് എഴുതി. പിന്നെ ഇത് 4 + 10 14, 14 + 3 17. ഓക്കെ, പിന്നെ എത്ര കിട്ടും? 23. പിന്നെ എന്ത് കിട്ടും? 23 30. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ റേഞ്ചിൽ കിട്ടുക. CFൻ്റെ കാര്യം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CFൻ്റെ കാര്യം എന്ത് ചെയ്യും? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താ നമ്മുടെ ഇക്വേഷൻ വ്യത്യാസമാണ്. എന്താണ്? L plus n/2 minus CF all divided by f into h ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആരെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുക? എടാ ഈ വലിയൊരു ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉള്ള ഈ ഇക്വേഷനിൽ ഇയാളെ മാത്രം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഈ n/2 വേറെ ആരും എടുക്കണ്ട. ഈ n/2നെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. ആ വലിയൊരു ഇക്വേഷനിലും n/2 മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? n/2th ഐറ്റം കണ്ടുപിടിക്കുക. n എത്രയാടാ? n എന്ന് വെച്ചാൽ എന്താണ്? എഫിൻ്റെ ടോട്ടൽ ഇതന്നെയാണ് n. അല്ലെങ്കിൽ അവസാനത്തെ ഫ്രീക്വൻസി അത് എത്രയാണ്? 30. 30 ഡിവൈഡഡ് ബൈ 2th ഐറ്റം എത്ര വരും? 30 ഡിവൈഡഡ് ബൈ 2th ഐറ്റം 15th ഐറ്റം 15th ഐറ്റം കിട്ടി. ആ വലിയൊരു ഇക്വേഷനിൽ n/2th ഐറ്റം മാത്രം എടുക്കുക. n എന്ന് വെച്ചാൽ 30 ആണ്. അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അതിനാണ് നമ്മൾ n എന്ന് പറയുക. അല്ലെങ്കിൽ അവസാന CF, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? n എന്ന് പറയുക കേട്ടോ. n എന്ന് പറയാം. ഇപ്പോൾ n/2th ഐറ്റം എന്ന് വെച്ചാൽ എന്താണ്? n വെച്ചാൽ 30, 30 ഡിവൈഡ് ബൈ 2 15, 15th ഐറ്റം. ഇതാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 15th ഐറ്റം എന്ന് പറയുന്നത് CFൽ എവിടെ വരും നോക്കുക. ഈ 15th ഐറ്റം എന്നുള്ളത് CFൽ എവിടെ വരുന്നു ജസ്റ്റ് നോക്കുക. ഇവിടെ 4 വരെയുള്ളൂ, ഇവിടെ 14 വരെയുള്ളൂ, ഇവിടെ 17 വരെ വരുന്നുണ്ട്. എവിടേക്കും വരിക? ഈ ഒരു റേഞ്ചിൽ വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ഈ റേഞ്ച് അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്യുക, റൗണ്ട് ഇടുക. ആ റേഞ്ച് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക, n/2th ഐറ്റം 30 ഡിവൈഡ് ബൈ 2th ഐറ്റം നമ്മൾ ചെയ്ത് അതിൽ 15th ഐറ്റം കിട്ടി. ഈ 15 എന്ന് പറയുന്നത് CF റേഞ്ചിൽ എവിടെ വരും നോക്കുക. ഈ 15 CFൻ്റെ റേഞ്ചിൽ എവിടെ വരും നോക്കുക. അത് എവിടെയാണ് വരിക? ഇവിടെ 4 വരെ ഉള്ളൂ, ഇവിടെ 14 വരെ ഉള്ളൂ, ഇവിടെ 17 വരെ ഉള്ളതുകൊണ്ട് 15 എവിടെ ഇൻക്ലൂഡഡ് ആണ്? ഈ 17 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള F റൗണ്ട് ചെയ്ത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവർ ക്ലാസ് നമ്മൾ എന്ത് ചെയ്ത്? റൗണ്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ L എത്ര? ഇനി ഇക്വേഷനിൽ ഓരോന്നും എടുത്ത് എഴുതാം. L ഇവിടെ എത്ര? L എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ റെഡ് റൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുള്ളതിൻ്റെ ലോവർ ക്ലാസ് എത്രയാണ്? ഇതാണ് ഇവിടുത്തെ എന്ത്? ലോവർ ക്ലാസ്. അതെത്രയാണ്? 30 ആണ്. L 30 ആണ്. അടുത്തത് ഇക്വേഷനിൽ n/2 എത്രയാണ്? ഇക്വേഷനിലുള്ള n/2 എത്രയാണ്? n/2 ഇക്വേഷനിലുള്ള n/2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 15. നമ്മൾ കണ്ടുപിടിച്ചാണ് 15. n/2 എന്ന് പറയുന്നത് 15 നമ്മൾ കണ്ടുപിടിച്ചാണ്. നെക്സ്റ്റ് എന്താ വേണ്ടത്? മൈനസ് CF ആണ് വേണ്ടത്. CF എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ 17 ഉണ്ടല്ലോ, അതിന് തൊട്ട് മുകളിലുള്ള CF ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലാക്കാം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള CF 17 ആണെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള CF ഉണ്ട്. അതെത്രയാണ്? അത് 14 എന്ന് പറയുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ CF എത്രയാണ്? 14 എന്ന് പറയുന്ന സംഖ്യയാണ്. അടുത്തത് F എത്രയാണ്? F എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? F എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് F അത് എത്രയാണ്? ഇതാണ് F എടുക്കേണ്ടത്. 3 ആണ് F. H എത്രയാണ്? ഹൈറ്റ് ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? അത് 10 ആണ്. അത് 10 ആണ് കേട്ടോ. H എത്രയാണ്? അത് 10. ഇത് നേരെ ഇക്വേഷൻ പുട്ട് ചെയ്തെടുത്ത് ആൻസർ ചെയ്യുക. എന്താണ്? ഈ സാധനങ്ങൾ നേരെ വാല്യൂ ഇട്ട് എടുക്കാം. 30 പ്ലസ് n/2 എത്രയാണ്? 15 മൈനസ് 14 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10. 30 പ്ലസ് 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10. 15 14 പോയ 1 ആയില്ലേ? അപ്പോൾ എത്ര വരും? 30 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര കിട്ടും? 33.33 കേട്ടോ. ആൻസർ 33.33. ഇതാണ് മീഡിയൻ്റെ ആൻസർ കിട്ടുന്നത്. നോക്കുക,
ക്വസ്റ്റ്യൻ 33.33 അല്ലേ? 30 + 3 33.33 അല്ലേ? ഇതിനെല്ലാം ആൻസർ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും 33.33 ആണ് എന്ത് ചെയ്യുന്നത്, 33.3 സംതിങ് ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ കിട്ടുന്നത് കേട്ടോ. ലാസ്റ്റ് മോഡ് നേരത്തെ പറഞ്ഞു. നമ്മൾ നേരത്തെ എന്താ മോഡിൽ ചെയ്തത്? വി കൺസിഡർ ഹയസ്റ്റ് ഫ്രീക്വൻസി. നമ്മുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എത്ര? നമ്മുടെ മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മോഡ് കാണാൻ L + D1 / D1 + D2 × H. ഇതാണ് മോഡ് കാണാനുള്ള ഇക്വേഷൻ. മോഡിൽ നമ്മൾ D1 എന്ന് വെച്ചാൽ എത്രയാണ്? മോഡിൽ D1 എന്ന് വെച്ചാൽ എത്രയാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യാം. ഹയസ്റ്റ് ഫ്രീക്വൻസി 10 ആണ്. അതിന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കുറയ്ക്കാം. എത്രയാണ്? 10 - 4. അതെത്രയാണ്? 6 ആണ്. D2 എന്താണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി 10 ആണ്. 10 എന്ത് ചെയ്യാം? തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കാം. അതെത്രയാണ്? 3 ആണ്. അപ്പോൾ എത്ര കിട്ടും? അത് 7 ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയത് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. കണ്ടിന്യൂസ് സീരീസിലെ മോഡ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വാല്യൂസ് ജസ്റ്റ് പുട്ട് ചെയ്തെടുക്കാം. L എത്രയാണ്? നമ്മളെ ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ L എത്രയാണ്? ഇതാണ് നമ്മുടെ L ആയിട്ട് ഇവിടെ എടുക്കുക. അത് എത്രയാണ്? 20 ആണ്. 20. H എത്രയാണ്? H ഹൈ ഡിഫറൻസ് 10 ആണ്. ജസ്റ്റ് ഈ വാല്യൂസ് പുട്ട് ചെയ്തെടുക്കുക. എത്ര കിട്ടാ? 20 + D1 എത്രയാ? 6 / 6 + 7 × 10. അപ്പോൾ എത്ര കിട്ടും? 20 + 60 / 13. ഇത്ര ആൻസർ കിട്ടും. ഒന്ന് അവനിട്ട് ആൻസർ എത്ര കിട്ടാ നോക്കുക. ആൻസർ എത്ര കിട്ടും? 60 / 13 എത്ര കിട്ടാം നമുക്ക്? 4.61 കേട്ടോ. 20 + 4.61. അപ്പോൾ എത്ര കിട്ടും? 24.61. ഇതാണ് നമ്മുടെ മോഡിൻ്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്ന് എങ്ങനെ നോക്കുക? നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ഏതാണ്? 20ഉം 30ഉം ആണ്. ഇതിനിടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും ആൻസർ. അതിൻ്റെ ഇടയിലുള്ള സംഖ്യയല്ലേ 24.61 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. എന്താണ്? മീന്, മീഡിയൻ, മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ 2 ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? ജിഷാമിസ് വരും. ജിഷാമിസ് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യും. ഓക്കെ, സെറ്റാണേ? ഓക്കെ. നമ്മുടെ +1 കോമേഴ്സിന്റെ സ്ട്രെങ്ത് ഇല്ല. എവിടെ പോയി പിള്ളേര്? നാളെ തന്നെയല്ലേ പരീക്ഷ അല്ലേ? നാളെ തന്നെയല്ലേ പരീക്ഷ. യെസ്. ട്രിവാൻഡ്രം ഉണ്ടോ? ബ്രോ യെസ്. സാർ റെസ്റ്റ് എടുത്തോളൂ. സാറിനെ റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ട്. യെസ്. നാളെ. ഓ അതെ. ഗുഡ് ഈവനിങ് മൈ ഡിയർ ശരവണകുമാർ. യെസ്. ഓക്കെ, വെറുതെ ഞാൻ പോകുന്നില്ല. ആരും പോകല്ലേ? ഓക്കെ, യെസ്. എല്ലാവർക്കും കേൾക്കാലോ? അയ്യോ, മോർണിംഗ് ബൂസ്റ്റർ 6-നാണല്ലോ മക്കളെ. ഓക്കെ, പവർ. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ. മിസ്സേ. ഓക്കെ. ജാനറ്റ്. ഗുഡ് ഈവനിങ് ടീച്ചർ. ഐ ആം അഭിഷേക. ഓക്കെ. മിസ് വന്നാച്ച്. ഇനി മിസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ സിറാജ് സാറ് വന്നിട്ട് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് സെറ്റാക്കി. ഏതൊക്കെയാ? നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണല്ലോ. ഇനി മിസ് പറയാൻ പോകുന്നത് ഏതാണെന്നറിയോ? ഫസ്റ്റ് 2 ചാപ്റ്ററിലെ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമ്മൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. നമുക്ക് തലേ ദിവസം മക്കളെ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് നടക്കൂല ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അത് യൂസ് ഉണ്ടാവില്ല. നമുക്ക് ഇത്രയും ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം മിസ് ചോദ്യം നാളെ വരുമോ? ഈ ചോദ്യം വരും. ഏത് ചോദ്യമാണ് ചോദിച്ചത്? ഏത് ചോദ്യം ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനാ? ഇതാണോ ചോദിച്ചേ? അതെ, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ. 2 മാർക്കിന്റെ വെയിറ്റേജേ ഉള്ളൂ. ആ 2 മാർക്കിന് തന്നെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ സെറ്റാക്കി പോണ്ടേ? അതാ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടല്ല പോകുന്ന മക്കളെ. നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുക. എന്നാലോ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. സുഖാണ്. അപ്പൊ എല്ലാവർക്കും സുഖാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ക്ലാസ്സിൽ നല്ല അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ.
വാട്ട് ഇസ് യുവർ നെയിം? എൻ്റെ പേര് അറിയുന്ന മക്കളെല്ലാം ഇതിനകത്തുണ്ട്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് ഇനി ഈ ലൈവിൽ നമ്മുടെ എക്സാം വിന്നർ +1 കോമേഴ്സ് ലൈവിൽ കയറുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുകയാണ്. ഡിസംബർ 29-നാണ്. അതിൽ നിയർലി 2000 rupees ആണ്. ആ ക്രാഷ് കോഴ്സിൽ ഇതുവരെ പഠിച്ചിട്ടില്ല, അയ്യോ ഞാൻ തോറ്റുപോവോ എന്നൊക്കെ വിചാരിച്ച പിള്ളേരുണ്ടെങ്കിൽ ഡോണ്ട് വറി. ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ്, നമ്മളിങ്ങനെ എസ്സേ പോലെ പരത്തിയൊന്നല്ല, വളരെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സ്, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സ്, 1 word എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പം ഇനിയും ചേരാനുള്ളവർ ജോയിൻ ചെയ്യുക. ക്ലിയർ? ഇതിൻ്റെ താഴെ സ്ട്രിപ്പ് പോകുന്നുണ്ട്, മക്കൾക്ക് അതിൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം മക്കളെ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ്. എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്? എനി ഐഡിയ വാട്ട് ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി ഐഡിയ? PCD. എന്താണാവോ PCD? ഓർമ്മയുണ്ടോ? ഓ ജിഷ അതാണ് വന്നു അത് തന്നെ നോ. ഓക്കെ, P stands for what? P stands for production. C stands for what? Consumption. ഓർമ്മയുണ്ടോ? And D stands for what? Distribution. Distribution വേറെ പേര് അറിയില്ലേ? Yes, that is known as what? Exchange. മക്കളെ ഇനി എന്ത് ചെയ്യണം എന്നറിയോ? മിസ്സിന്റെ കൂടെ പഠിക്കണം കേട്ടോ. നമുക്ക് നാളെ ഇക്കണോമിക്സ് ഫസ്റ്റ് ഇയർ ഇറ്റ്സ് വെരി സിമ്പിൾ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം. അതിന് ഇവിടെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഇവിടെ ഈ ഒരൊറ്റ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ മക്കളെ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഹായ് ഹലോ എന്നൊക്കെ ചോദിക്കാൻ ഞാൻ സമയം തരുന്നതായിരിക്കും. നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, വെൽവെറ്റ. യെസ്, പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Now define statistics in singular sense. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ കൊല്ലം വരെ സിംഗുലറും പ്ലൂരലും ഉണ്ടായിരുന്നു. എന്തോ നല്ല കാലത്തിന് ഇപ്പോൾ പ്ലൂരൽ എടുത്തു മാറ്റി സിംഗുലർ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്ററിന്റെ പേര് ആലോചിച്ചാൽ മതി. 1 കളക്ഷൻ അല്ലേ, 2 ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓർഡറില്ലേ, ആ ചാപ്റ്ററിന്റെ ഓർഡർ അങ്ങോട്ട് എഴുതി വെക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്. Now comes distinguish between quantitative and qualitative data. മിക്കവാറും നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഗീവ് 2 എക്സാമ്പിൾസ്. മക്കളെ നോക്കിയേ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ the variables that can be measured in terms of numbers. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്യാം ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സിൽ. അതായത് 1 2 3 4 5 6 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നതാണ് മക്കളെ ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, നേരെ മറിച്ച് ചില സംഭവങ്ങൾ cannot be measured in terms of number. നമുക്ക് ചിലത് മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് ക്വാളിറ്റേറ്റീവ്. മനസ്സിലായോ? അപ്പം ക്വാണ്ടിറ്റേറ്റീവ് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്തൂടെ? സംഖ്യയില് മാർക്ക്, ഇൻകം, പ്രൈസ് ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ cannot be measured in terms of numbers. നോക്ക് മക്കളെ, ബ്യൂട്ടി ഓഫ് എ പേഴ്സൺ, ഒരാളുടെ സൗന്ദര്യം cannot be measured. ഒരാളുടെ സൗന്ദര്യം നമുക്ക് 10 ബ്യൂട്ടി 8 ബ്യൂട്ടി എന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് കഴിയില്ല നമുക്ക്. ഇനി അതേപോലെ സെക്സ്, അതായത് ജെൻഡർ, അതായത് ആണോ പെണ്ണോ, ആണാണോ പെണ്ണാണോ എന്ന് പറയാം, ബട്ട് cannot be measured in terms of numbers. അതേപോലെ നാഷണാലിറ്റി, ഓക്കെ, പൗരത്വം, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, can't measure in terms of numbers. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം തിരിഞ്ഞ് ചോദിക്കും. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് അങ്ങോട്ട് പെറുക്കി തരും. ഇതാ ഇപ്പൊ മിസ് ഇവിടെ എഴുതിയ കുറെ എക്സാമ്പിൾസ് ഇല്ലേ, ഈ എക്സാമ്പിൾ പെറുക്കി എന്നിട്ട് ചോദിക്കും ക്ലാസിഫൈ ദം ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അങ്ങനെ ആയിരിക്കാം ചിലപ്പം ചോദിക്കുക. ഈ സാധനം 2 രീതിയിൽ ചോദിക്കാം. പക്ഷെ എങ്ങനെ ചോദിച്ചാലും കുറെ എക്സാമ്പിൾ തന്നിട്ടാണെങ്കിൽ അതേതാണ് ക്വാണ്ടിറ്റി ഏതാണ് ക്വാളിറ്റി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തിരിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. Now comes explain the role of statistics in economics. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പഠിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു.
എന്തിനാ നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്? ഓക്കെ ഓക്കെ, എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഇക്കോണമിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ 4 പോയിന്റ്? ഒന്ന്, ടു നോ ഇക്കണോമിക് പ്രോബ്ലംസ്. നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അത് ഇത് നോക്കിയില്ലേ, പ്രോബ്ലംസ് മനസ്സിലാക്കണമെങ്കിൽ. രണ്ടാമത്തെ നോക്കിയേ, ടു നോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. അതായത് ഇപ്പൊ പോപ്പുലേഷനും പോവേർട്ടിയും തമ്മിൽ ബന്ധമുണ്ടോ, അങ്ങനെ ഡിഫറെന്റ് ഇക്കണോമിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം പഠിക്കണമെങ്കിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരൂ. ഓക്കെ, അതേപോലെ ടു ഫോർമുലേറ്റ് പോളിസീസ്. അത് തന്നെ, അതായത് ചില പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കണമെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് പ്രോബ്ലം മനസ്സിലാക്കി ഇങ്ങനെ ഇരുന്നാൽ പോരാ, അത് സോൾവ് ചെയ്യാൻ കുറച്ച് പോളിസീസ് ഒക്കെ എടുക്കേണ്ടി വരും. ആ പോളിസീസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ തീരൂ. അതുപോലെ ചില ഇക്കണോമിക് ഫാക്ട്സിനെ നല്ല ക്ലിയർ ആയിട്ടും ഡെഫിനിറ്റ് ആയിട്ടും മനസ്സിലാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പോവർട്ടി റേറ്റ് ഈസ് ഇൻക്രീസിങ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അധികം മനസ്സിലാവില്ല. നേരെ മറിച്ച് അവിടെ ഒരു സംഖ്യ തന്നിട്ട് നൗ ദ പോവർട്ടി റേറ്റ് ഈസ് 5% എന്നൊക്കെ തരുന്ന സമയത്ത് നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാറുണ്ട് കേട്ടാ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വൈ വി യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, വൈ ഇക്കോണമിസ്റ്റ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചാലും, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, എങ്ങനെ എന്ത് ചോദിച്ചാലും ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇതെന്ത് ഇതാണ്, നല്ല ഇംഗ്ലീഷിലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം മിസ് പറഞ്ഞു തന്നു. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അതെല്ലാം പഠിക്കുക കേട്ടോ. ഓക്കെ, നൗ കംസ് ദ സെക്കൻഡ് ചാപ്റ്റർ, കളക്ഷൻ ഓഫ് ഡാറ്റ. അത് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ ആണ്, പക്ഷെ അത് പേടിക്കേണ്ട, നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ഔട്ട് ചെയ്യാം. ഇവിടെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ 2 സോഴ്സസ് ഓഫ് ഡാറ്റ. യെസ്, വാട്ട് ആർ ദ 2. ഇനി മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ പറയുന്ന സാധനം മക്കള് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ എപ്പോഴും എഴുതിയോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ അത് ഉണ്ടാവും. ഓക്കെ, അവിടെ അങ്ങനെ ചോദിക്കുകയാണ്, എവിടെയാണ് മൈ സുറ്റുമണി, എവിടെയൊക്കെയാന്ന് ഇപ്പൊ പറയാ. ക്ലാസ് കഴിയട്ടെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇത് ഇംഗ്ലീഷ് അല്ല, ഞാൻ പറയുന്ന എല്ലാം മലയാളത്തിലാ, പക്ഷെ ഇംഗ്ലീഷിലാണ് ഇവിടെ നോട്ട്സ് എന്നല്ലേ ഉള്ളൂ. അത് തന്നെ, സ്പാർക്ക് തന്നെയല്ലേ. യെസ്, there are 2 types of data. ഏതൊക്കെയാണ്? പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. യെസ്, അതാണ് 2 types of data കേട്ടോ. Now next, അല്ല, 2 types of sources of data, not 2 types of data. 2 types of data എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. വാട്ട് ആർ ദ 2 സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോഴാണ് മക്കളെ നമ്മൾ എന്ത് എഴുതേണ്ടത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. നൗ കംസ് വാട്ട് ആർ ദ വേരിയസ് ക്വാളിറ്റീസ് ഓഫ് എ ക്വസ്റ്റ്യനെയർ, അല്ലെങ്കിൽ വാട്ട് ആർ അതായത് ഒരു ക്വസ്റ്റ്യനെയറിന് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പൊ നമുക്കറിയാം എന്താണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? ഒരു കുറെ ക്വസ്റ്റ്യൻസ്, അതാണ് ക്വസ്റ്റ്യനെയർ, ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സർവേയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂള്, സർവേ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മെത്തേഡ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷനാ. അതിലുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ എന്ത്? ക്വസ്റ്റ്യനെയർ. നമ്മളൊരു സർവേ നടത്താൻ പോകുമ്പോൾ കയ്യും കെട്ടി വീശി പോകാൻ പാടില്ല. നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, എന്തൊക്കെയാണോ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിലൊക്കെ എഴുതി പോകണം മക്കളെ. അങ്ങനെ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വസ്റ്റ്യനെയർ. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നറിയോ? ഒന്നാമതായിട്ട്, ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ടു ലോങ്. നോട്ട്, ഒരിക്കലും വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്. റൈറ്റ് ആൻ എസ്സേ അബൌട്ട് എന്നൊന്നും ചോദിക്കരുത്, എസ്സേ എഴുതാനൊന്നും പറഞ്ഞേക്കരുത്. ക്വസ്റ്റ്യൻസ് വളരെ ഷോർട്ട് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ചോദ്യം പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ദാറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാവണം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം നെയിം, ഏജ്, സെക്സ്, പിന്നെ നമ്മൾ ചോദിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ
ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പോൾ നമ്മളവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 2, 4, 5, 10 എത്രയാണെങ്കിലും അവിടെ ടിക്ക് അടിക്കാം. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു മാരീഡ്? നിങ്ങൾ കല്യാണം കഴിച്ചാണോ എന്ന്. അത് പാടില്ല. ആദ്യം ചോദിക്കേണ്ടത് എന്താണ്? ആർ യു മാരീഡ്? അതല്ലേ ആദ്യം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യണം. അതേപോലെ ക്വസ്റ്റ്യൻ ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് പ്രിസൈസ്. അത് തന്നെയാണ്, ഭയങ്കര ക്ലിയർ ആയിട്ട് കൃത്യത ഉണ്ടായിരിക്കണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്നൊന്നും പറഞ്ഞേക്കരുത്. അത്രയ്ക്ക് നല്ല ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതേപോലെ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി യൂസ് ഡബിൾ നെഗറ്റീവ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോണ്ട, കാരണം പണി കിട്ടും. ഇറ്റ് ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്. ഡു യു സ്മോക്ക്? നിങ്ങൾ കള്ളു കുടിക്കോ, നിങ്ങൾ പുകവലിക്കോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. സോ ഡോണ്ട് യൂസ് സച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതരുത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഹായ് ഹായ് എന്ന് പശുരാജൻ ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് ഹായ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? ഓക്കെ, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡില് ഫസ്റ്റ് വൺ ആണ് മക്കളെ എന്ത്? പേഴ്സണൽ ഇന്റർവ്യൂ അല്ലേ? ആദ്യത്തേതാണ് പേഴ്സണൽ ഇന്റർവ്യൂ. മറന്നു പോണ്ട. ഓക്കെ, എഴുതിക്കോ എല്ലാരും എഴുതിക്കോ. അരുണിമ പാലക്കാട്, ശിവാനി തൃശ്ശൂര്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമുക്ക് പാടാം. ആദ്യം ഇതൊന്ന് എഴുതുവോ? പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. രണ്ടാമത്തെ ഏതാണെന്നറിയോ മക്കളെ? മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ മെയിലായിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തതാണ് എന്ത്? ടെലഫോൺ ഇന്റർവ്യൂ മെത്തേഡ്. ഇതാണ് നമ്മുടെ എന്ത്? 3 മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. മക്കളെ, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ അല്ലേ? സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച് ഓൾറെഡി പ്രോസസ്ഡ് ഡാറ്റയാണ്, ഓൾറെഡി കളക്റ്റഡ് ഡാറ്റയാണ് എന്ത്? സെക്കൻഡറി ഡാറ്റ അല്ലേ? അപ്പൊ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ് ഇതെല്ലാം. അതായത് പേഴ്സണൽ ഇന്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആൻഡ് ടെലഫോൺ ഇന്റർവ്യൂ മെത്തേഡ്. യെസ്, എന്താണാവോ? ജിഷ മിസ്, ടീച്ചർ. യെസ്. ഹായ് ഡാ, ഹായ് എനിവൺ ടോക്സ് ടു മീ വിത്ത് ഇമോജി. ആരെങ്കിലും പേഴ്സണൽ ഇന്റർവ്യൂ. ഓക്കെ, നൗ 3 മെത്തേഡ് ഉണ്ട് കേട്ടോ. Now comes explain any 2 merits and demerits of personal interview method and telephone interview method. Yes, അപ്പോൾ ഈ ഓരോ മെത്തേഡിൻ്റെയും, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂവും ടെലഫോൺ ഇന്റർവ്യൂ മെത്തേഡിൻ്റെയും 3 മെറിറ്റ്സ് ആൻഡ് 3 ഡിമെറിറ്റ്സ് പഠിക്കണം. നോക്കിയ മക്കളെ, പേഴ്സണൽ ഇന്റർവ്യൂ ആദ്യത്തെ നമ്മൾ എടുത്തോളുക. പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, അതായത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. അതായത് നേരിട്ട് പോയി ആളെ കണ്ട് അവിടെ അങ്ങനെ നേരെ കണ്ടുമുട്ടി നമ്മൾ കാര്യങ്ങൾ ശേഖരിക്കുന്ന, വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് എന്ത്? നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. 10 മണി വരെ മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് മുന്നേ നമ്മളിത് അവസാനിപ്പിക്കും. ഓക്കെ, ആ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്. അപ്പൊ നോക്കിയേ, പേഴ്സണൽ ഇപ്പൊ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ഹൈ റെസ്പോൺസ് റേറ്റാ. നമുക്ക് എന്തും ചോദിക്കാം, നല്ല ഉത്തരങ്ങൾ കിട്ടും അല്ലേ? അപ്പൊ റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. നമ്മൾ നേരെ മുഖത്ത് നോക്കിയല്ലേ ചോദിക്കുന്നേ. സോ ദ റെസ്പോൺസ് റേറ്റ് വിൽ ബി വെരി ഹൈ. രണ്ടാമത്തത് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പളം നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് പ്രതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ക്ലാരിഫൈ ചെയ്തൊക്കെ കൊടുക്കാം. അടുത്തത് ക്യാൻ യൂസ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിൽ വ്യക്തിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. പക്ഷേ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട് മക്കളെ. കാരണം ഇത് നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ് ആണ്, ചെലവ് കൂടുതലാ. ഒരാൾ കൊച്ചിയിലാണെങ്കിൽ ഒരാൾ കാസർഗോഡായിരിക്കും. അപ്പോ എന്ത് കമന്റ്സ് വായിച്ചിട്ട് പറഞ്ഞാൽ ഷോ ഇനി അടുത്ത് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് ഹൈലി എക്സ്പെൻസീവാ. രണ്ടാമത്തത് ഇറ്റ് ടേക്സ് മോർ ടൈം. ഇപ്പം കൊച്ചിന്ന് കാസർഗോഡ് വരെയൊക്കെ പോയിട്ട് നമ്മൾ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് ഹൈലി
എക്സ്പെൻസീവ് ആണ്, അതേപോലെ എന്താണ് ഒരുപാട് സമയവും എടുക്കും. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെൻ ഏരിയ ഓഫ് സ്റ്റഡി ഈസ് ലാർജ്. ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട ഏരിയ വളരെ വലുതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ അഗ്രികൾച്ചറൽ ഫാമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ, അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കേരളത്തിലെ മുഴുവൻ അഗ്രികൾച്ചർ ഫാമേഴ്സിനെ തപ്പിപ്പിടിച്ച് ഡാറ്റ കളക്ട് ചെയ്യണ്ടേ? അങ്ങനെ വരുന്ന സമയത്ത് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ മാട്ടേ. ഇറ്റ് വിൽ ബിക്കം വെരി ഡിഫിക്കൽട്ട് ഫോർ അസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിന് എന്തുണ്ട്? മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അതേപോലെ അടുത്തതാണ് ടെലിഫോൺ ഇന്റർവ്യൂ. യെസ്, അടുത്തത് ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡിന്റെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്സിന്റെ മെറിറ്റ്സും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ഡിമെറിറ്റ്സ് ഉണ്ട്. എന്തായിരിക്കും ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. എങ്ങനെ? ഇപ്പൊ മിസ്സിന്റെ ഏജ് ആണോ അത്? പറഞ്ഞുതരാ, ഡോണ്ട് വറി. ഓക്കെ, ഈ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്. ചെലവ് വളരെ കുറവാണ്. ഫോൺ എടുത്ത് കറക്കി നമുക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതി. അതേപോലെ നമുക്ക് കുറഞ്ഞ സമയം മതി, ലെസ് ടൈം. കേട്ടാ, ഫോൺ ഉണ്ടല്ലോ, നമ്പർ ഉണ്ടല്ലോ, വീട്ടിൽ കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ആരിൽ നിന്നൊക്കെ ഡാറ്റ കിട്ടണോ അവരുടെയൊക്കെ നമ്പർ കളക്ട് ചെയ്യുക, എന്നിട്ട് അവരെ വീട്ടിൽ ഇരുന്നിട്ട് വിളിച്ചിട്ട് അങ്ങനെ ഡാറ്റ വിവരങ്ങൾ ചോദിച്ച് ഡാറ്റ സെറ്റ് ചെയ്യുക. ലെസ് ടൈം. അതേപോലെ എന്താണ്? ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. കേട്ടോ, അതായത് ഫോണിൽ കൂടിയാണല്ലോ, അതുകൊണ്ട് റെസ്പോൺസ് റേറ്റ് എന്തായിരിക്കും? കൂടുതലാണ്. അപ്പം ഇതിന് മെറിറ്റ്സ് ഉണ്ട്. മക്കളെ, ഇതിന്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ടെലിഫോൺ മെത്തേഡിന്റെ ഡിമെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് എപ്പോഴും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പം ചില ആൾക്ക് എന്തുണ്ടാവില്ല? മേ നോട്ട് ഹാവ് ഫോൺസ്. അതായത് ചില ആൾക്കാർക്ക് എന്തുണ്ടാവില്ല മക്കളെ? ഫോണ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിക്കും? പലർക്കും നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഫോൺ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഡാറ്റ കളയും? ചിലപ്പോൾ നമ്പർ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡിന്റെ ഒരു ഡിമെറിറ്റ്. പിന്നെ അതേപോലെ എന്തുണ്ട്? ഡാറ്റ കളക്ഷൻ. അതായത് റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്. റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്. അതായത് ചില സമയത്ത് റിയാക്ഷൻ എന്ത് ചെയ്യില്ല? കനോട്ട് ബി. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് നേരിട്ടാണെങ്കിൽ നമ്മൾക്ക് മുഖത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ക്വസ്റ്റ്യൻ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ടെലിഫോണിൽ കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് സീ ദ റിയാക്ഷൻ കനോട്ട് വാച്ച്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതെന്തുണ്ട്? ഇൻഫ്ലുവൻസിങ് ദ റെസ്പോണ്ടന്റ്. അതായത് റെസ്പോണ്ടന്റിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോൺ നമ്പർ കയ്യിൽ കിട്ടിയില്ലേ, പിന്നെയും ആവശ്യത്തിനും അനാവശ്യത്തിനും എന്ത് ചെയ്യാം? വിളിച്ചുകൊണ്ടിരിക്കാം. സോ ദർ ഇസ് എ ചാൻസ്. എന്തിന്? ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ് കഴിഞ്ഞു. നൗ കംസ് വാട്ട് ഇസ് പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ മക്കളെ. സാധാരണ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യ, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ്. എന്താണത്? ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം അതൊക്കെയാണ്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഓഫ് കേരളയാണെങ്കിൽ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഓഫ് കേരളയാണ് മക്കളെ നമ്മുടെ എന്ത്? പോപ്പുലേഷൻ. മനസ്സിലായോ? അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. രണ്ടാമത്തത്, മെൻഷൻ എനി ടു മെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. അതായത് സാമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിപ്പം സെൻസസ് മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല മക്കളെ. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ അടുത്തും പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെൻസസ് മെത്തേഡ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അല്ല. അപ്പം നമ്മൾ നേരെ അടവ് മാറ്റി നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കും. കാരണം കുറച്ച് പേര് എടുത്താൽ മതിയല്ലോ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം. സെൻസസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ബ്ലഡും എടുത്ത് പോയി ടെസ്റ്റ് ചെയ്യണം. അതാണ് സെൻസസ് മെത്തേഡ്. സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിറിഞ്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് ബ്ലഡ് എടുക്കുന്നു, അതാണ് സാമ്പിൾ. മനസ്സിലായോ? അപ്പൊ സെൻസസ് മെത്തേഡ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഏരിയ വലുതാണെങ്കിൽ നമ്മൾ ചുരുക്കും, എന്താക്കും? സാമ്പിൾ ആക്കും. സാമ്പിൾ മെത്തേഡിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്?
വാട്ട് ആർ ദ ടു മെറിറ്റ്സ് ഓഫ് സാമ്പിൾ മെത്തേഡ്? ഒന്ന്, ലോ കോസ്റ്റാ, ചെലവ് വളരെ കുറവാ, സാമ്പിൾ അല്ലേ. രണ്ടാമത്തത്, കുറഞ്ഞ സമയം മതി. അതായത് 1000 പേരെ പഠിക്കേണ്ട സ്ഥലത്ത് നമ്മൾ 10 പേരെ കുറിച്ച് പഠിച്ചാൽ മതി സാമ്പിള്. അപ്പൊ എന്താ, ലെസ് ടൈം. അതേപോലെ റിലയബിൾ ഇൻഫർമേഷനും ആയിരിക്കും. അപ്പൊ സാമ്പിൾ മെത്തേഡാണ് എന്ത്, കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാതും സാമ്പിൾ മെത്തേഡാ മക്കളെ. സെൻസസ് മെത്തേഡ് അല്ല കേട്ടോ. മിസ്സേ, ഈ പൈലറ്റ് സർവേ ഒക്കെ മിസ് വരുന്നുണ്ട്, ഓടട്ടെ. ഓക്കെ, വാട്ട് ഈസ് സാമ്പിളിംഗ് എറർ? ഇത് 1 വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. എറർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാം, ഇറ്റ്സ് എ മിസ്റ്റേക്ക് അല്ലേ, അത് മിസ്റ്റേക്കാ. അപ്പൊ സാമ്പിൾ എടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്സ് വരും. നോക്കിയേ എന്താണ് സാമ്പിളിംഗ് എറർ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ, അല്ലെങ്കിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ മൈനസ് സൈസ് ഓഫ് സാമ്പിൾ. ഇത് എന്ത് വന്നാലും എഴുതിക്കൊള്ളണം. സാമ്പിളിംഗ് എറർ ഇങ്ങനെ തന്നെ എഴുതിയ വെച്ചാൽ മതി. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ആക്ച്വൽ വാല്യൂയും എസ്റ്റിമേറ്റഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എല്ലാവരെയും എടുത്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിച്ചാൽ. സൈസ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ മാത്രം സാമ്പിൾ എടുക്കുക, അതിന്ന് കിട്ടുന്നതാണ് സൈസ് ഓഫ് സാമ്പിൾ. അതിന്ന് കിട്ടുന്ന ഡിഫറൻസിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് വിളിക്കുന്നത്. സെൻസസ് മെത്തേഡ് വരും കേട്ടോ. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സെൻസസ് മെത്തേഡ് അത് പറഞ്ഞ സ്ഥിതിക്ക് മിസ് പറഞ്ഞുതരാം. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ. അതായത് നമ്മൾ ഡാറ്റ എന്ത് ചെയ്യാം, മൊത്തം, അതായത് കംപ്ലീറ്റ് എന്യൂമറേഷൻ, ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കുന്ന, എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യുക, അതാണ് സെൻസസ് മെത്തേഡ്. നമ്മൾ സാമ്പിൾ എടുക്കുന്നതാണ് സാമ്പിൾ മെത്തേഡ്. ഓക്കെ, now non-sampling error are more serious than sampling error. Why? ക്വസ്റ്റ്യനും വളരെ അധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോൺ സാമ്പിളിംഗ്? നമുക്ക് എറേഴ്സ് 2 എണ്ണം ഉണ്ട്. സാമ്പിളിംഗ് എററും ഉണ്ട്, അതേപോലെ മക്കളെ എന്തുണ്ട്, നോൺ സാമ്പിളിംഗ് എറർ ഉണ്ട്. പക്ഷേ നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പിളിംഗ് എറർ cannot minimize. അതായത് ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ബൈ ടേക്കിംഗ് മോർ ആൻഡ് മോർ സാമ്പിൾ, അതായത് ബൈ ടേക്കിംഗ് മോർ ആൻഡ് മോർ സാമ്പിൾ, കൂടുതൽ സാമ്പിൾ കൂടുതൽ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സാമ്പിളിംഗ് എറർ എന്ത് ചെയ്യില്ല, cannot minimize. അതെ, കുറച്ചു കൊണ്ടുവരാൻ പറ്റില്ല മക്കളെ. സാമ്പിളിംഗ് എറർ ഈസ് നോട്ട് എ പ്രോബ്ലം. കാരണം സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്. നമുക്ക് 2 തരത്തിലുള്ള എറർ ഉണ്ടെന്ന് മിസ് പറഞ്ഞു. ഏതൊക്കെയാണ്? സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും. അതിൽ കുഞ്ഞുങ്ങളെ, സാമ്പിളിംഗ് എറർ ഈസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം, കാരണം വി ക്യാൻ മിനിമൈസ് ഇറ്റ്. ബട്ട് നോൺ സാമ്പിളിംഗ് എറർ cannot be minimized. കാരണം cannot be minimized by taking more and more sample. അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. മെൻഷൻ എനി 3 നോൺ സാമ്പിളിംഗ് എറർ. ഇതും പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒരു കുരുത്തം കെട്ട സാധന. ഈ നോൺ സാമ്പിളിംഗ് എറർ വരാനുള്ള കാരണങ്ങൾ 3 എണ്ണം ഉണ്ട്. ഒന്നാമതായിട്ട് എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോലെ ആ സമയത്ത് വരുന്ന മിസ്റ്റേക്കാ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ +1 മക്കളാണ്, 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ അവിടെ പോയി ഡാറ്റ കളക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ LKG പിള്ളേരെടുത്ത് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് കേട്ടോ. അതായത് ഡാറ്റ എടുക്കാൻ പോകുന്ന സമയത്ത് മിസ്റ്റേക്സ് വരും. രണ്ടാമത്തത് നോൺ റെസ്പോൺസ് എററാ, അതായത് പ്രതികരിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ പറയും നിങ്ങളുടെ വെയിറ്റ് എത്രയാ? അപ്പം പറഞ്ഞു 50, നിങ്ങൾ 15 എഴുതി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മിസ്റ്റേക്സ് വന്നു. അതാണ് നോൺ റെസ്പോൺസ് എറർ. മൂന്നാമത്തത് സാമ്പിളിംഗ് ബയാസ് ആണ്, അതായത് സാമ്പിൾ എടുക്കുന്നതിലൊക്കെ വരുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നാൽ മക്കളെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഒക്കെ വെട്ടിത്തിരുത്തി ബാസ്ക്കറ്റിലിട്ടിട്ട് 1 എന്ന് പറഞ്ഞ് പോകണം കേട്ടോ. നമുക്ക് വേറൊരു സൊല്യൂഷൻ ഇതിലില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നോൺ സാമ്പിളിംഗ് എറർ വളരെ വളരെ എന്താണ്, സീരിയസ് ആണ്. ഇനി അതാരോ ചോദിച്ചല്ലോ, നമ്മുടെ പൈലറ്റ് ഉണ്ടോ? വാട്ട് ഈസ് പൈലറ്റ് സർവേ? ഇത് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ തിരികെ കയറ്റിയിട്ടുണ്ടാവും. നോക്കിക്കോ, 1 വേർഡിലോ 3 മാർക്സിനോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പൈലറ്റ് സർവേ. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? ഇറ്റ് ഈസ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഓക്കെ, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്യുക. ഒറിജിനൽ സർവേക്ക് ചാടി പിടിച്ച് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഇനി ചോദിച്ചിരിക്കുന്നത് 3 അഡ്വാൻറ്റേജ്.
അതിൻ്റെ 3 അഡ്വാൻറ്റേജ്. എന്തിനാണ് ഈ പ്രീ ടെസ്റ്റിംഗ് നടത്തുന്നത്? ഇപ്പം നിങ്ങൾ എന്താ നാളെ നിങ്ങളുടെ സ്കൂൾ ആനുവൽ ഡേ ആണെങ്കിൽ നിങ്ങൾ തലേദിവസം ഡ്രസ് റിഹേഴ്സൽ നടത്തില്ലേ പിള്ളേരെ? സെയിം അത് തന്നെയാണ് ഈ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ആൻഡ് ടൈം ടേക്കൺ. അതായത് നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എത്ര സമയമെടുത്ത് ഈ സർവേ പൂർത്തിയാക്കാം, അതിന് എത്ര ചെലവ് വരുന്നുണ്ട്, അതെല്ലാം മനസ്സിലാക്കും. അതേപോലെ ടു നോ ദ ഷോർട്ട് കമ്മിങ്, അതായത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, ഷോർട്ട് കമ്മിങ്സ് ഓർ ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ സമയം വെച്ച് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അതേപോലെ ടു നോ ദ പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റർ, ടു നോ ദ പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റർ, അതായത് എന്യൂമറേറ്ററിന്റെ പെർഫോമൻസ് ഓഫ് ദ എന്യൂമറേറ്റർ, അതായത് എന്യൂമറേറ്ററിന്റെ പെർഫോമൻസ് വീക്ക് ആണെങ്കിൽ നമുക്ക് പറയാം ശരിയല്ല, കുറച്ചും കൂടി ഉഷാറാവൂ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റേഴ്സിന്റെ മനസ്സിലാക്കാം. മനസ്സിലായോ? ടു നോ ദ സൂട്ടബിലിറ്റി, അതാ ആൻസേഴ്സ് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. 3 പഠിക്കുക കേട്ടോ. ഓക്കെ, ദീസ് ആർ ദ വേരിയസ് മെറിറ്റ്സ് ഓഫ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പൈലറ്റ് സർവേ. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ ഈസ് കോൾഡ് ഡാഷ്, ഇറ്റ് ഈസ് നോൺ ആസ് പൈലറ്റ് സർവേ. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഇസ് പൈലറ്റ് സർവേ? പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ, അതായത് ആക്ച്വൽ സർവേ നടത്തുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓടുകയാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എത്തി, NSSO. മക്കളെ ഈ സംഭവങ്ങൾ എന്താണെന്നറിയോ, നമ്മുടെ നാഷണൽ ലെവലിൽ വി ഹാവ് സം ഏജൻസീസ് ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കുറച്ച് ഏജൻസീസ് ഉണ്ട്. അതിൽ NSSO ഉണ്ട്, CSO ഉണ്ട്, RGA ഉണ്ട്, DGCAS ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിലാണെന്ന് തോന്നുന്നു. ഏതൊക്കെ ചാപ്റ്റർ പരീക്ഷയ്ക്കുള്ളതെന്നല്ലേ? ഓ മൈ ഗോഡ്. ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഇത് ചോദിക്കും, NSSO എലാബറേറ്റ് ചെയ്യാൻ പറയും. എന്താണ് NSSO? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് ഇവിടെ ഈ സർവേക്ഷണ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? ഇവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണലാണ് ഈ സർവേക്ഷണ. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഇവർ കളക്ട് ചെയ്യുന്ന, NSSO കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവരിതിൽ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് സർവേക്ഷണ എന്ന് പറയുന്നത്. ക്ലിയർ? അതേപോലെ അടുത്തൊരു ഏജൻസിയാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഫുൾ ഫോം ചിലപ്പം ചോദിക്കും, ബിസിനസ് സ്റ്റഡീസിൽ അങ്ങനെ ചോദിച്ചായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെയാണ് ചോദിച്ചെങ്കിലോ കേട്ടോ. അടുത്തത് RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ കേട്ടോ. അതായത് നമ്മുടെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റിനൊക്കെ ഡാറ്റ എടുക്കുന്നു. അടുത്തതാണ് DGCAS. DGCAS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ആൻഡ് ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവരാണ് കോമേഴ്സ്, ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഇല്ലേ, അതിനെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നവർ ആ ടീമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണിത്. വാട്ട് ആർ ദ 2 types ഓഫ് സാമ്പിളിംഗ്? ഏതൊക്കെയാ? വാട്ട് ആർ ദ 2 types ഓഫ് സാമ്പിളിംഗ്? റാൻഡം സാമ്പിളിംഗ് ആൻഡ്, അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, റാൻഡം ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദ 2 types ഓഫ് സാമ്പിളിംഗ് എന്ന് ചോദിച്ചാൽ റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. മക്കളെ എന്താണ് റാൻഡം സാമ്പിളിംഗ്? റാൻഡം സാമ്പിളിംഗിൽ ഐറ്റംസ് ആർ ഗെറ്റിംഗ് കേട്ടോ, ഐറ്റംസ് ആർ ഗെറ്റിംഗ് ഈക്വൽ ചാൻസ് കിട്ടുന്നുണ്ട്. അതായത് സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ these people are getting, all the items are getting what? Equal chance. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ലീഡർ തിരഞ്ഞെടുക്കണമെങ്കിൽ 70 പേരുണ്ടെങ്കിൽ എല്ലാവരുടെയും പേര് ഒരു ചെറുത്, how are you? I am Nidhi. Okay, I am fine my dear Nidhi. Yes. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് റാൻഡം സാമ്പിളിംഗ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, ഐറ്റംസ് ആർ നോട്ട് ഗെറ്റിംഗ് ഈക്വൽ ചാൻസ്. എല്ലാവർക്കും ചാൻസ് കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ലീഡർ തിരഞ്ഞെടുക്കുക, ഫസ്റ്റ് സാറ് ചെന്നപ്പോണ്ട് ഒരു കുട്ടിയുണ്ട് അവിടെ നല്ല ഷൈൻ ചെയ്യുന്നു, എന്നാൽ ഇവള് തന്നെ ക്ലാസ് ലീഡർ, അല്ലെങ്കിൽ ഇവൻ തന്നെ ക്ലാസ് ലീഡർ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുന്നില്ല ലീഡർ ആവാൻ, ലീഡറായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നോൺ റാൻഡം. അങ്ങനെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുക്കുന്നതാണ് മക്കളെ എന്ത്? റാൻഡം സാമ്പിളിംഗ്. മിസ്സേ ചോദിക്കും, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ക്രോസ് ചെയ്ത് പോകുന്നത്. അൺനെസസറി ഐ നോ. ഇപ്പൊ തലേദിവസം രാത്രിയായി, ഇനിയിപ്പോൾ നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഫുള്ള് ഡെപ്തിൽ പഠിക്കാൻ പറ്റുമോ? നടക്കില്ല കുഞ്ഞുങ്ങളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമെയിൽ ചോദിക്കുമോ? മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാത്രം എടുത്ത് പരിശോധിക്കുന്നു. നൗ കംസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. അതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിൻ്റെ അകത്തുനിന്ന്
നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഡയഗ്രാംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്തായാലും ഉണ്ടാവും. ഇതിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്, essay കേട്ടോ. ഓക്കെ, മെയിലിംഗ് അതെ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. Now comes, what are the 3 forms of presentation of data? ഏതൊക്കെയാ മക്കളെ 3 forms of presentation of data? ഓർമ്മയുണ്ടോ? ആദ്യത്തേതാണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ, രണ്ടാമത്തേതാണ് ഇത് ടാബുലർ പ്രസന്റേഷൻ, മൂന്നാമത്തേതാണ് ഇത് ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ. ഇതാണ് 3 ടൈപ്പ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ കേട്ടോ. ഈ 3 ടൈപ്പ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ ടെക്സ്ച്വൽ നിങ്ങൾ ഓർക്കണ്ട, പക്ഷെ ടാബുലറും ഡയഗ്രാമാറ്റിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലൈവിൽ ഇത് കടന്നു പോവരുത്. ഞാൻ ലാസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം സെറ്റ് ചെയ്തതിനകത്തുണ്ട്. അതായത് ഞാൻ എടുത്ത ഈ ചാപ്റ്റേഴ്സില്ലേ അത് മാത്രമുണ്ട്, ആരെങ്കിലും മിസ്സായി പോകണ്ട കേട്ടോ. ഓക്കെ, now comes the next one. What is tabular presentation? എന്താണ് മക്കളെ ടാബുലർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡാറ്റാസ് ആർ presented in rows and column. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡാറ്റയെ ടേബിളൊക്കെ വരച്ച് നല്ല കുട്ടപ്പനാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാബുലർ പ്രസന്റേഷൻ ഇൻ ടേബിൾ മാനർ. What are the different types of tabular presentation? ഇത് ഇപ്പൊ സിറാജ് സാർ ഇപ്പൊ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. What are the different types? ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? What are the different types of classification? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും ഞാൻ ഇവിടെ എഴുതുമ്പോൾ. 1 ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, 2 ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. യെസ്, ഓർമ്മയുണ്ടോ? ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ പോവാണോ? മൂന്നാമത്തത് ഏതാ? ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓർമ്മയുണ്ടോ? അടുത്തതാണ് ഇത് സ്പാഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ? ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ എന്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. മിസ്, നാളെ ഞാൻ കമ്പ്യൂട്ടറാണ് പരീക്ഷ എന്ന് വിചാരിച്ച് കമ്പ്യൂട്ടറാണ് പഠിച്ചത്. ഓ മൈ ഗോഡ്, നാളെ എല്ലാം കമ്പ്യൂട്ടർ തെറ്റി. അത് ശരി, യെസ് ഓർമ്മയുണ്ട്. ഇത് കേട്ടപ്പോൾ ഓർമ്മയുണ്ടല്ലോ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ഉത്തരം ഓർമ്മ വേണേ. ഓ, ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്രം ഓർക്കുന്നു എന്ന് പറഞ്ഞേക്കരുത്. വേഗം പോയിക്കോളൂ, ശരി, വേഗം പോയി ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വന്നോളൂ. ഓക്കെ, പോവർട്ടി ചാപ്റ്റർ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതൊന്ന് തീർക്കട്ടെ. ഇതിപ്പോ ഇതും കൂടെ ഉള്ളൂ കേട്ടോ. ബ്രസീൽ തൂക്കട്ടെ. Now comes various parts of a table. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. What are the various parts of a table? മക്കൾക്ക് ഓർമ്മയുണ്ടോ? What are the various parts of a table? ഓർമ്മയുണ്ടാവും എഴുതുമ്പോൾ. The first one is table number. Second one is title of the table. ഓർമ്മയുണ്ടോ? 3 യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. ഓർമ്മയുണ്ടോ? യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. 4 റോ ഹെഡിങ്. ഓർമ്മയുണ്ടോ? റോ ഹെഡിങ് അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്? സ്റ്റബ്. ഇവിടെ 1 വേർഡ് ചോദിക്കും കേട്ടോ. അതായത് റോ ഹെഡിങ് ഓൾസോ നോൺ ആസ് ഡാഷ്, റോ ഹെഡിങ് ഓൾസോ നോൺ ആസ് സ്റ്റബ്. ഒരു 1 വേർഡ് പ്രതീക്ഷിച്ചേ അവിടെ നിന്ന്. 5th one വാട്ട്? കോളം ഹെഡിങ്. കോളം ഹെഡിങ്ങിന്റെ വേറെ പേരെന്താണ്? യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ക്യാപ്ഷൻ. ക്യാപിഷൻ അല്ല, ക്യാപ്ഷൻ. ഓക്കെ, ക്യാപ്ഷൻ. ഇനി അടുത്തത് ഏതാണ്? 6ാമത്തതാണ്. യെസ്, ദ ബോഡി ഓഫ് ദ ടേബിൾ. അതായത് ടേബിളിന്റെ ബോഡി. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഇവിടെ കൊണ്ടാണ് ചാർത്തുന്നത്. ബോഡി ഓഫ് ദ ടേബിൾ. നൗ കം 7th one, സോഴ്സ് നോട്ട് അല്ലേ? സോഴ്സ് നോട്ട്. അടുത്തതാണ് എന്ത്? ഫുട് നോട്ട്. ഇത്രയാണ് എന്ത്? വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ. ഓക്കെ, നോ ഓർമ്മയില്ലേ? ഓ മൈ ഗാഡ്, ഇപ്പൊ ഓർത്തോ. വേഗം അങ്ങോട്ടേക്ക് തലയിൽ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തോ കേട്ടോ. കൊമ്പൻ. ഓക്കെ, നൗ കംസ് ഡ്രോ സിമ്പിൾ മാർക്ക് ഡയഗ്രാം ഫ്രം ദ ഡാറ്റ. യെസ്, ഇനിയാണ് നമ്മൾ വരയും കുറിയിലേക്കും പോകാൻ പോകുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോളുക. ഇവിടുന്ന് ഏത് 4 ഡയഗ്രാമാണ് ഇമ്പോർട്ടൻ്റ്, അത് നമ്മൾ പഠിക്കും. അതാ, വെരി ഗുഡ്. ആരാണത്? ഫാഹിസിൻ. ഫുള്ള് കിട്ടില്ല. യെസ് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇനി നമ്മൾ സിമ്പിൾ മാർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ് കേട്ടോ.
മക്കളെ ചിലപ്പം പരീക്ഷയ്ക്ക് സിമ്പിൾ ബാർ ഡയഗ്രം ഒന്നും ചോദിക്കില്ല, ഡ്രോ സ്യൂട്ടബിൾ ബാർ ഡയഗ്രം എന്നേ ചോദിക്കാവുള്ളൂ. അപ്പം നിങ്ങൾ നോക്കണം, ഇവിടെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ ഇമ്പോർട്ട്. അങ്ങനെ ഒരൊറ്റ വേരിയബിൾ മാത്രമാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏതാണ്? സിമ്പിളേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. മക്കളെ ഗ്രാഫ് പേപ്പർ ഒന്നും തരത്തില്ല, നിങ്ങൾ എന്ത് തന്നെ ഉപയോഗിക്കണം? നിങ്ങളുടെ ആൻസർ പേപ്പറിൽ തന്നെ നല്ല മനോഹരമായിട്ട് വരച്ചു വെക്കണം കേട്ടോ. അപ്പം ആദ്യം എല്ലാവരും വളരെ എന്താ പറയുക, സിമ്പിൾ ഐ നോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് വരപ്പോട് വരപ്പായിരിക്കും. ഗ്രീൻ റെവല്യൂഷനൊക്കെ പറഞ്ഞു തരും. വെയിറ്റ് ഓക്കെ, എല്ലാം പറഞ്ഞു തരും കേട്ടോ. നോക്ക്, നമ്മൾ ആദ്യം ഈ സ്റ്റാറ്റ്യൂ ഒന്ന് ഒതുക്കട്ടെ. നമ്മൾ സ്റ്റാറ്റ്യൂ ഒതുക്കി കേട്ടോ, ഒതുക്കി തുടങ്ങി. അപ്പം ഇനി ആദ്യം കോമൺ മിസ്റ്റേക്സ് മക്കൾ ചെയ്യുന്നതാണ്. സാധാരണ ഇവിടെ നമ്മൾ എക്സ് വൈ എന്നൊന്നും പിള്ളേർ എഴുതൂല. ഒരു വര, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വേർട്ടിക്കൽ ലൈനും വരച്ചിട്ട് അങ്ങോട്ട് വരപ്പങ്ങ് തുടങ്ങും. മക്കൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ആദ്യം ഇവിടെ എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് എഴുതണം. ഇവിടെ ഇയർ മെഷർ ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് മെഷർ ചെയ്യും? ഇമ്പോർട്ട്. അത് എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ അവർ മാർക്ക് കുറയ്ക്കും. ഇവർ 1/2 മാർക്ക് ഇവിടെ കുറയ്ക്കാറുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല, കഴിഞ്ഞ കൊല്ലത്തെ വാല്യൂഷൻ ചിലപ്പോൾ ഇത് കുറച്ചിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവും വാരിക്കോരി. പക്ഷെ അടുത്ത വാല്യൂഷൻ അവർ പറയും ഇങ്ങനെ വേരിയബിൾസ് എഴുതിയാലേ കൊടുക്കൂ എന്ന് പറയും. അതുകൊണ്ട് ചാടി കയറി നമ്മൾ എന്ത് ചെയ്യരുത്? വരപ്പ് തുടങ്ങരുത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എക്സ് ആക്സിസിൽ എന്ത് മെഷർ ചെയ്യുന്നു, അതേപോലെ വൈ ആക്സിസിൽ എന്ത് മെഷർ ചെയ്യുന്നു. മിസ്സിന്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മിസ്സിന്റെ ക്ലാസ് മനസ്സിലാവുന്നവരെല്ലാം വൈറ്റ് ഹാർട്ട് ഇടും. കാണണ്ടേ മക്കളെ, കാണണ്ടേ? ഓക്കെ, വൈറ്റ് ഹാർട്ട് തപ്പാൻ പോയതായിരിക്കും ചിലപ്പോ, ഇതുവരെ കാണുന്നില്ല. ഓ മൈ ഗോഡ്, അതാ വന്നു. ഫെയറി മൈ ബേബി, യെസ്, ആദ്യം തന്നു. ഇഷ്ടം പോലെ ഇതാ വരുന്നുണ്ട്. പിന്നെ ഈ മക്കളും മിണ്ടാതിരിക്കുകയായിരുന്നല്ലേ, ഈ ഫെയറി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഡാർക്ക് ഒക്കെ ഉണ്ടോ? ഓ മൈ ഗോഡ്, ആരെങ്കിലും മിണ്ടണ്ടേ? നിങ്ങൾ മിണ്ടാത്തോണ്ട ഞാൻ വിചാരിച്ചു ഇവരെ ആരും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ശരവണകുമാറൊക്കെ എണീറ്റ് പോയിന്ന് തോന്നുന്നല്ലേ. ആരും ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോയി വരട്ടെ എന്ന് വെച്ചിരുന്നു. പോയി വന്നോ എന്തോ, അവിടെ ഇരിക്കുകയാണോ എന്തോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങേ. അപ്പൊ നമ്മൾ ഇയർ ആണ് മക്കളെ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 3 ഇയർ ആണ്, 1981, 1982, 1983, അങ്ങനെ 3 ഇയർ മാർക്ക് ചെയ്തു. ഇവിടെ ഇമ്പോർട്ടിൽ നമ്മൾ ഇവിടെ നോക്കുക, ഹയസ്റ്റ് വാല്യൂ എത്രയാ മക്കളെ? 9 ആ. അപ്പൊ ഞാനിവിടെ 2, 4, 6, 8, 10 നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ആൻസർ ഷീറ്റിന് വലിപ്പം എത്ര ഉണ്ടെന്ന്. അതിനനുസരിച്ചൊരു ഡയഗ്രാം വരയ്ക്കണം. എനിക്ക് 10 പേപ്പറിൽ എക്കണോമിക്സ് എഴുതണമെന്ന് വിചാരിച്ച് കൂടുതൽ പേപ്പർ വാങ്ങിച്ചു കൂട്ടണ്ട. അത്യാവശ്യം എന്നാൽ കുഞ്ഞ ഡയഗ്രാം വരയ്ക്കരുത്. ഓക്കെ, എന്നാൽ അമണ്ടൻ ഡയഗ്രാം വരച്ചു വെക്കരുത്. അത്യാവശ്യം ഒരു മീഡിയം ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഈ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിവിടെ വരയ്ക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ നോക്കിക്കൊണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സ്കെയിലും പെൻസിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പോലെ അടിപൊളിയായിട്ട് ഡയഗ്രാം വരച്ചു വെക്കണം കേട്ടോ. ആദ്യം നോക്കുക, 1981 8 ആ. അപ്പൊ ഞാൻ 1981 8 കണ്ടോ. ഇനി അടുത്ത നോക്കിയേ, 1982 9. അപ്പൊ ഞാൻ കയറ്റി 82. 1983 എത്രയാ? 6. മതി 6. ഓക്കെ, ഇതാ കണ്ടോ, ദിസ് ഇസ് സിമ്പിൾ ബാർ ഡയഗ്രാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഞങ്ങളെ കറപ്പിച്ച്. മിസ്സിന്റെ പേരോ? മിസ്സിന്റെ പേര് ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. ടീച്ചർ നാളെ സ്കൂളുണ്ടോ? നാളെ സ്കൂളുണ്ട്. മിസ്സിന്റെ പിള്ളേരും പരീക്ഷ എഴുതാൻ പോവാ. എനിക്ക് അറിഞ്ഞൂടാ മിസ്സിന്റെ പിള്ളേരെ അവസ്ഥ എന്താന്ന്. മിസ്സിന്റെ പിള്ളേര് ഒന്നും വിളിച്ചിട്ടും കൂടെ ഇല്ല. എല്ലാവരും ഇരുന്ന് പഠിക്കും. പഠിച്ചില്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിക്കുന്നു പറഞ്ഞോണ്ടേ എല്ലാവരും ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ ഇതിനകത്ത് തന്നെ കാണുമായിരിക്കും. മക്കൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. നാളെ എനിക്ക് എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം. ഓക്കെ, അപ്പൊ നോക്കി, കമ്മിങ് മൈ നെയിം ഇസ് കമ്മിങ്, യെസ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഡയഗ്രാം ഷെയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയും നല്ല മനോഹരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഇതിന്ന് ഒരു മാർക്ക് പോലും അവർ മിസ്സാക്കില്ല. ഇത് ഏറി വന്നാൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനെ ചോദിക്കുള്ളൂ. 8 മാർക്കിന് എസ്സേ എന്നും പറഞ്ഞൊന്നും ചോദിക്കാൻ മാത്രം ഇതിനകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് മനോഹരമായിട്ട് വരച്ചു വയ്ക്കുക. നല്ല ഡാർക്ക് പെന്ന് കൊണ്ടുപോയി കുത്തി വരഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത്. സ്കെയിലും പെൻസിലും കൊണ്ടുപോവുക, നല്ല മനോഹരമായിട്ട് വരയ്ക്കുക. Now comes draw pie diagram from the following data. മിസ്സിന് എത്ര മക്കളാണോ? അധികം ഒന്നും ഇല്ല എൻ്റെ സ്റ്റോ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയേ, ഡ്രോ പൈ ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇനി ഈ പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഇതിന്റെ ടോട്ടൽ എടുക്കണം.
നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്തായാലും പെർസെൻറ്റേജിലല്ല. കണ്ടറിയാം, ഇത് 100 കൂടുതലുണ്ട്, 80 രൂപ 140 ഉണ്ട്, കണ്ടോ ഇല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പെർസെൻറ്റേജിലല്ല എന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പം ഇനി ഒന്നും ചെയ്യാനില്ല. ഞാനിവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 360 ഡിഗ്രി ആംഗിളിലേക്ക് നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ഓരോന്നിനെയും കൺവേർട്ട് ചെയ്യണം. മക്കളെ ചിലപ്പം നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇതിനെ പേഴ്സൻറ്റേജിലല്ല, അപ്പം അതിനെ പേഴ്സൻറ്റേജിലേക്ക് ആക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഫർസാന, യെസ് മിസ് 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 മിസ്, യെസ് 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 യെസ്. അതായത് ഇതിനെ നിങ്ങൾ മക്കൾ പേഴ്സൻറ്റേജിലേക്ക് ഒന്നും പോയി കൺവേർട്ട് ചെയ്ത് മെനക്കെടണ്ട കേട്ടോ. നിങ്ങൾ എന്ത് കുന്തം വന്നാലും ആദ്യം ഈ ടോട്ടൽ നോക്കുക. ഇത് 100ലും കൂടുതലുണ്ട്. ഇൻറ്റു 3.6. മോനെ വൈഭവ്, യെസ് വൈഭവ് മോനെ, നിങ്ങൾ 3.6 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ ഇവിടെ 100 ആയിരിക്കണം. അതുകൊണ്ട് ആ 100 360 ഡിവൈഡഡ് ബൈ 100 പോയത് ഇപ്പോൾ 3.6 ആയതാണ്. പക്ഷെ ഇത് ഇവിടെ 100 അല്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 80. അയ്യോ എൻ്റെ കാൽക്കുലേറ്റർ, വേർ ഇസ് മൈ ടൂൾ? യെസ്, ഞാൻ കാൽക്കുലേറ്റർ ഇവിടെ വെക്കുകയാണ് കേട്ടോ. നോക്കിക്കോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 80 അല്ലെ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. 80 ഡിവൈഡഡ് ബൈ 140. കണ്ടോ, ഈ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 360 ഇങ്ങനെ ചെയ്യാം. അത് എന്ത് വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇനി മനസ്സിലായോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റില്ല. എന്ത് വാല്യൂസ് തന്നോട്ടെ കുഞ്ഞുങ്ങളെ, നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്താലും, എന്ത് പ്രോബ്ലം തന്നാലും, എന്ത് വാല്യൂസ് തന്നാലും നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് കൊടുത്ത് ചെയ്തു പോകാൻ കഴിയണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം 80 ഡിവൈഡഡ് ബൈ 140 is equal to this into 360 gives you how much? 205. യെസ്, ഞാൻ ഇങ്ങോട്ട് മാറ്റിയിടുകയാണെ. 205.7. ഓക്കെ, അടുത്ത നോക്കിയേ, 30 ഡിവൈഡഡ് ബൈ 140 into 360. നോക്ക്, 30 ഡിവൈഡഡ് ബൈ 140 is equal to this into 360. എത്രയാ? 77.1. മതി, നമുക്ക് പോയിന്റ് കണ്ട് ഒറ്റ ഡിജിറ്റ് മക്കൾ ഇട്ടാൽ മതി കേട്ടോ. അടുത്ത നോക്കിയേ, 20 ഡിവൈഡഡ് ബൈ 140 into 360. അപ്പം 20 ഡിവൈഡഡ് ബൈ 140 is equal to this into 360 gives you how much? 51.4. And last one, 10 divided by 140 into 360. 10 divided by 140 is equal to this into 360 gives you how much? 25.7. മക്കൾ ഇത് കഴിഞ്ഞിട്ട് ഹൗ മിസ്സിൻ്റെ പേര് ഋതുൽ രാഗ്, മിസ്സിൻ്റെ പേര് ഋതുൽ രാഗ്. ഓക്കെ ഓക്കെ ഓക്കെ, ഋതുൽ രാഗ് മോനെ ശ്രദ്ധിക്കുന്നുണ്ടോ? നാളെ നമുക്ക് പരീക്ഷയല്ലേ? ആണോ, വെള്ളം കാണുന്നില്ല, കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ഋതുലേ ശ്രദ്ധിക്കണം കേട്ടോ. മിസ് എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വരും, എന്നിട്ട് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഇതെന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾ കിട്ടിയ വാല്യൂസ് നോക്കിയേ, 205 പ്ലസ് 205.7 ഇല്ലേ കുഞ്ഞുങ്ങളെ? 205 205.7 പ്ലസ് 77.1 പ്ലസ് 51.4 പ്ലസ് 25.7 is equal to, correct, 359.9. This is around 360. നിങ്ങൾക്ക് 360ന്റെ അടുത്ത് എന്ത് കിട്ടണം? വാല്യൂ കിട്ടിയിരിക്കണം. ഓക്കെ, അങ്ങനെ കിട്ടിയാലേ നിങ്ങൾക്ക് ഈ ചെയ്തത് ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ. എറൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 360 എന്ന് കിട്ടും. 360യുടെ മുകളിലേക്ക് പോവില്ല കേട്ടോ, പോയാൽ തെറ്റാ. കറക്റ്റ് 360 അല്ലെങ്കിൽ 359.8, 359.9. ദിസ് ഇസ് എറൗണ്ട്. അത് എറൗണ്ട് അല്ലേ മക്കളെ? അപ്പം അങ്ങനെ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? അടുത്ത സ്റ്റെപ്പ് ഡ്രോ എ സർക്കിൾ. ഹായ്, ഞാനൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക? ഒരു റേഡിയസ് അങ്ങോട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ആരെ കൊണ്ടുപോകണം? നമ്മുടെ പൊട്രാക്ടർ മാമനെ കൊണ്ടുപോവുക. പൊട്രാക്ടർ ഒക്കെ വെക്കുമ്പോൾ നോക്കിക്കോളൂ. 205 നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല, കാരണം ഇതിൽ മാക്സിമം 180 വരെയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ 205 അവിടെ നിർത്തൂ. ആദ്യത്തെ വാല്യൂ 205.7. ഞാൻ അത് വരച്ചിട്ടേ ബാക്കി വരയ്ക്കൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം എന്താണെന്നറിയോ? ഇതിൽ മെഷർ ചെയ്യാൻ പറ്റൂലടോ, ഇതിൽ മാക്സിമം 180 ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നടക്കൂല.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് പോരട്ടെ, അടുത്ത ആരാണ് 77.1 മെഷർ ചെയ്തോളൂ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കൊച്ചെനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി 205.7 പൊട്രാക്ടർ തിരയുന്നുണ്ട്. ഈശോയെ ഇതിനകത്ത് വാല്യൂ കാണുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, മിസ്സേ ദിസ് കനോട്ട് ബി മെഷേർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, യു മെഷർ അത്, ബാക്കി മെഷർ ചെയ്യേ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് 205 ആയിരിക്കൂലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്ന് പറഞ്ഞു, അതുകൊണ്ട് യൂസ് യുവർ സെൻസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം 77.1 നിങ്ങൾ കാണുന്നുണ്ടോ, 0 10 പോയി, അപ്പൊ 77 ഇതാ ഏതാണ്ട് ഇവിടെ. അയ്യോ, അപ്പൊ ഇതാണ് എൻ്റെ എന്ത് 77.1. ഓക്കെ, ഇനി ഞാൻ അടുത്ത മെഷർ ചെയ്യാൻ പോകുന്നത് ഏതാ 51.4. അപ്പൊ ഞാൻ എൻ്റെ പൊട്രാക്ടറിനെ എവിടെയാ മക്കളെ കൊണ്ടുവരേണ്ടത്, ഇതാണ് എൻ്റെ റേഡിയസ് ഇപ്പൊ അല്ലേ. അപ്പൊ ഞാൻ എൻ്റെ പൊട്രാക്ടറിനെ ഇവിടെയാ, ഇങ്ങനെയാണ് ഇനി മെഷർ ചെയ്യേണ്ടത്. എത്ര 51.4. അപ്പൊ ഞാൻ 51.4 ഇതാ 51.4. ഇനി അടുത്തത് ഏതാ 25.7. 25 എവിടെ പോയി 25.7. അപ്പൊ ഞാൻ ഇതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 25 എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ അടുത്താ, ഇതാ 25. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഇല്ലേ, ഇതാ ഈ സാധനം എന്താ 205.7 ആയിരിക്കില്ലേ. ആദ്യം പോയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കണ്ടുപിടിക്കുമെന്ന് വാശിയൊന്നും എടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പൊട്രാക്ടറിൽ മെഷർ ചെയ്യാൻ പറ്റിയത് ആദ്യം മെഷർ ചെയ്തെടുക്കുക, ബാക്കി വിട്. ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെയായിരിക്കുമല്ലോ. സാധാരണ ഇവര് പറയാറുണ്ട്, ഓക്കെ, അതായത് നമ്മളിത് ഷെയ്ഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അതായത് ഈ പൈ ഡയഗ്രത്തിന് നിങ്ങൾ കീനോട്ട് കൊടുക്കണം. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഓരോ ടൈമിൽ ഓരോ വാല്യുവേഷനാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. ആദ്യം നമ്മൾക്കിത് ഫുഡല്ലേ അല്ലേ, അപ്പം ഞാനിവിടെ ഫുഡ്. ഓക്കെ, പിന്നെ ഏതാ ക്ലോത്ത്. ഇത് ഫുഡ് അല്ല, ആദ്യം ഫുഡല്ലല്ലോ, ആദ്യം ഫുഡ് ഇതല്ലായിരുന്നോ, ഇതല്ലേ ഫുഡ്, ഇതാണ് ഫുഡ്. ഫുഡിനാണ് കൂടുതൽ പൈസ ആയി. പിന്നെയാണ് ക്ലോത്ത്. ഓക്കെ, പിന്നെയാണ് മെഡിസിൻ. ഓക്കെ, പിന്നെയാണ് എന്ത് അതേഴ്സ്. കണ്ടോ, ഇതിലിപ്പോൾ നിങ്ങൾ ഏത് ഷെയ്ഡ് ഇങ്ങനെ പരത്തി ഒരു ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്ലോത്ത് എന്ന് എഴുതിയ കീനോട്ടിലും ആ ഷെയ്ഡ് തന്നെ കൊടുക്കുക. ഇവിടെ ചിലപ്പോൾ ഇൻഡു ആയിരിക്കും. അപ്പോൾ ഫുഡിന് ഇവിടെ ഇൻഡു കൊടുക്കുക. ഇവിടെ എന്ത് ഷെയ്ഡാണോ കൊടുത്തത് അത് ഇവിടെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തത് ഇവിടെ ചെയ്യണം. ഇങ്ങനെ ചെയ്യാൻ ചിലപ്പം പറയാറുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കീനോട്ട് എന്നാ. ചിലപ്പോൾ കീനോട്ട് ഇല്ലാന്ന് വിചാരിച്ചിട്ട്, ഓ നാളെ ബർത്ത്ഡേ ആണോ, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ മൈ ബേബി, യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൈ ഡയഗ്രാം. ഈ പൈ ഡയഗ്രാം ചോദിക്കുന്നതേ ആദ്യമൊക്കെ പൈ ഡയഗ്രാം 5 മാർക്കിനൊക്കെ ഇവർ ചോദിക്കായിരുന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ശരിയാവൂല, കാരണം പൈ ഡയഗ്രാം ഒക്കെ എല്ലാവരും വരയ്ക്കും, കാരണം ഇത് ചെയ്യുന്നതിന് കുറച്ച് മാർക്ക്, ഇത് ചെയ്യുന്നതിന് കുറച്ച് മാർക്ക് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ, അവരിത് ഇപ്പൊ 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക പൈ ഡയഗ്രാം. ഓക്കെ, now comes the last question of this chapter, that is ogives. അതായത് മക്കളെ ഒജീവ് എന്ന് നേരിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ചിലപ്പം ചോദിക്കുക ലൊക്കേറ്റ് മീഡിയൻ ഗ്രാഫിക്കലി, അതായത് മീഡിയൻ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യും, അതിന് ഒജീവ്സ് വരയ്ക്കണം, അല്ലെങ്കിൽ ഡ്രോ ജീവ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഡ്രോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒജീവ്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒജീവ്സ് വരയ്ക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ അടുത്ത ഇതിലേക്ക് വരച്ചു. കണ്ടോ, ക്ലാസ് എഴുതിയിട്ടുണ്ട്, ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നത് ലെസ് ദാൻ. ദർ ആർ 2 types of cumulative frequency. ഏതൊക്കെയാ? ലെസ് ദാൻ ആൻഡ് മോർ ദാൻ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇവിടെ എഴുതി മക്കളെ എന്ത്, ലെസ് ദാൻ. ശ്രദ്ധിക്കണേ, ഇതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അപ്പർ ലിമിറ്റ്സ് അങ്ങോട്ടേക്ക് എടുക്കുക. കണ്ടോ, അപ്പർ ലിമിറ്റ്സ്. ഞാൻ അപ്പർ ലിമിറ്റ്സ് എഴുതുകയാണ് 20, 40, 60, 80, 100 അപ്പർ ലിമിറ്റ്സ് എഴുതി. ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസീസ് ആഡ് ചെയ്യണം. ആദ്യത്തെ ഫ്രീക്വൻസി ഞാൻ അങ്ങനെ തന്നെ എഴുതി, ഒരു വ്യത്യാസമില്ല. രണ്ടാമത്തെ ഫ്രീക്വൻസി നോക്ക്, 6ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി 9, അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 15. ഇനി ഈ 15ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 28. ഈ 28ന്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 40. ഈ 40ന്റെ കൂടെ ഈ 7 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 47. ആ ടോട്ടൽ തന്നെ ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ തെറ്റാ, എവിടെയോ ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഓർപ്പിച്ചോളൂ കേട്ടോ മക്കള്. ഇനി അടുത്തത് നമ്മൾ എന്ത് കാണും, മോർ ദാൻ. ഞാൻ കളർ മാറ്റിയിട്ടുണ്ട്. നൗ കംസ് മോർ ദാൻ.
മോർ ദാൻ എന്ന് പറയുമ്പോൾ മക്കളെ ഏത് ലിമിറ്റ്സ് എടുക്കണം? ഇവിടെ നമ്മൾ ലോവർ ലിമിറ്റ്സ് എടുത്തില്ലേ? അല്ല സോറി, ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ്സ് എടുത്തില്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്ത് മിസ് സുന്ദരിയാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒജീവ്സ്, നാളെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഒരു സംശയമില്ല. ഓക്കെ, അടുത്ത നോക്കിയേ, ലോവർ ലിമിറ്റ്സ് എടുക്കുക. അപ്പൊ മക്കളെ ലോവർ ലിമിറ്റ്സ് ഏതൊക്കെയാ? 0, 20, 40, 60, 80. ഇതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്സ്. അറിയില്ലേ? ഓ, മിസ്സിനെ കാണാൻ ഭംഗിയുണ്ടോ? ഓ മൈ ഗോഡ്. അടുത്തത് കോൺസെൻട്രേഷൻ പോക്കുന്നത്. ഇനി നോക്ക്, മോർ ദാൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി എഴുതുക. 47 എഴുതി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ 47 നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസി ഏതാ? 6 മൈനസ് ചെയ്യാ. അപ്പൊ നമുക്ക് 41 അല്ലേ? ഇനി ഈ 41 നമ്മൾ എന്ത് മൈനസ് ചെയ്യാ? 9 മൈനസ് ചെയ്യാ. അപ്പൊ എത്രയാ? 41 9 മൈനസ് ചെയ്താ എത്രയാ? 32 അല്ലേ? 32. ഈ 32 എന്ത് മൈനസ് ചെയ്യാ? 13. 13 മൈനസ് ചെയ്യാ. അത് എത്രയാടോ? 32 മൈനസ് 13 എത്രയാടോ? പറയടോ. 3, 8, 9, 9, 1, 19 അല്ലേ? 19. ഇനി ഈ 19 എന്ത് ചെയ്യാ? ഈ 19 നമ്മുടെ അടുത്ത ഫ്രീക്വൻസി ആയ ഏത് മൈനസ് ചെയ്യണം? 12 മൈനസ് ചെയ്യണം. അപ്പം കിട്ടും 7. ഈ 7 മൈനസ് ചെയ്താൽ ഇവിടെ കിട്ടും 0. ആ 0 ഒന്നും എഴുതാൻ നിൽക്കണ്ട, അതങ്ങോട്ട് മാറ്റിയാ. പക്ഷെ 0 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഇവിടെ മൈനസ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ, ഓ പോവാണോ അരുൺ? ഭക്ഷണം കഴിക്കാൻ പോവാണോ? ആണോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ? നമ്മളിനി വരയ്ക്കുക. സീ ദിസ്. എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കിക്കോളൂ. അയ്യോ, എൻ്റെ വൈ ആക്സിസ് എങ്ങോട്ട് പോകുന്നു? ഓക്കെ, കമോൺ പോയേ. ദാ എൻ്റെ അയ്യോ, എൻ്റെ വൈ ആക്സിസ്. കമോൺ. ദിസ് ഇസ് മൈ വൈ ആക്സിസ്. ഓക്കെ, ദിസ് ഇസ് മൈ എക്സ് ആക്സിസ്. അയ്യോ സോറി, ദിസ് ഇസ് മൈ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് ഓക്കെ, ഇത് എക്സ്, അത് വൈ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ക്ലാസ് എഴുതുന്നു. ഇവിടെ ഞാൻ വൈ ആക്സിസിൽ എന്ത് മെഷർ ചെയ്യും? ഫ്രീക്വൻസി മെഷർ ചെയ്യും. അത് എഴുതണം കേട്ടോ. അത് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് ഉണ്ടാവില്ല. ഇനി ക്ലാസ്സിൽ 0, 20, 40, 60, 80, 100 കണ്ടോ? ഇങ്ങനെ എഴുതി. വൈ ആക്സിസിൽ നമ്മുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ടോട്ടൽ നോക്കിയാൽ മതി. 47 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 10, 20, 30, 40, 50 ആൻഡ് 50 വരെ മതി. 50. ഓക്കെ, 50 പോട്ടെ. 60. ഓക്കെ, ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഏതാണെന്നറിയോ? ലെസ് ദാൻ. ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? 20ന്റെ നേരെ 6 മാർക്ക് ചെയ്യുക. 20ന്റെ നേരെ 6 ഏതാണ്ട് പിടിച്ചോ? അടുത്തത് 40ന്റെ നേരെ എന്ത് മാർക്ക് ചെയ്യുക? 15 കയറ്റി പിടിക്കേ. ഓക്കെ, അടുത്തത് 60ന്റെ നേരെ എന്ത് മാർക്ക് ചെയ്യുക? 28. ഓക്കെ, അടുത്തത് 80യുടെ നേരെ എന്ത് മാർക്ക് ചെയ്യണം? 40. 80 കയറ്റിക്കോ 40. അടുത്തത് 100 ഏതാണ്? 47. 47 എവിടെടാ? 47. ഓക്കെ, ഇനി ഞാൻ ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ എന്ത്? ലെസ് ദാൻ. എഴുതി കഴിഞ്ഞാൽ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലെസ് ദാൻ എഴുതിക്കോളൂ കേട്ടോ. Now comes more than. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മോർ ദാൻ മാർക്ക് ചെയ്യണം. See this? 0 47ലേക്ക് 0 47, 20 41ലേക്ക് കറക്റ്റ് 41, 40 32ലേക്ക് 40 കയറി 32 ഏതാണ്ടൊക്കെ പിടിക്കുക കേട്ടോ. 60 19ലേക്ക് 19. ഓക്കെ, now 80 ഏതിലേക്കാ മക്കളെ? 87. എവിടെ പോയി 7? എവിടെ 7 ഏതാണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഹായ്, ദിസ് ഇസ് മൈ മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ. അപ്പൊ 2 ആയി കേട്ടോ. ഇനി എന്ത് ചെയ്യാന്നറിയോ? മീഡിയൻ കാണാൻ പറഞ്ഞാല്, ഓക്കെ, മീഡിയൻ കാണാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയില്ലേ? കുത്തനെ ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് മക്കളെ എന്ത്? മീഡിയൻ. ഇവിടെ ഇപ്പൊ 40നെയും 50നെയും നടുക്കാ മിസ്സിന് കിട്ടിയത്. സോ മീഡിയൻ വിൽ ബിക്കം 50 കേട്ടോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒജീസ് വരച്ചുകൊണ്ട് വി ക്യാൻ ലൊക്കേറ്റ് ദ വാല്യൂ ഓഫ് മിസ്സിന് സ്കെയിൽ ഉപയോഗിക്കണം കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഇതാണ് സുഖം. ഓക്കെ, മീഡിയൻ കാണാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ആരെ ഉൾപ്പെടുത്തും? ഒജീസ്. ഇത് ചിലപ്പോൾ 1 വേർഡ് ചോദിക്കും കേട്ടോ. അതായത് ഒജീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? മീഡിയൻ.
അതേപോലെ ഹിസ്റ്റോഗ്രാം ഇല്ലേ, ഹിസ്റ്റോഗ്രാം കാണാൻ അറിയില്ലേ? ഹിസ്റ്റോഗ്രാം ഹിസ്റ്റോഗ്രാം ഓക്കെ, ഹിസ്റ്റോഗ്രാം കാണാൻ അറിയില്ലേ? ഹിസ്റ്റോഗ്രാം കാണാനേ ഇത് 3 ടൈപ്പിൽ ചിലപ്പം കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതായത് ചിലപ്പം നമുക്ക് എക്സ്ക്ലൂസീവ് ഡാറ്റ തരും. ഓക്കെ, ചിലപ്പോൾ എന്ത് തരും? എക്സ്ക്ലൂസീവ് ഡാറ്റ എന്നൊന്നും നോക്കണ്ട, നേരെ ചാമ്പുക. പിന്നെ ചിലപ്പം തോരും എന്ത് ഇൻക്ലൂസീവ് തരും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? എക്സ്ക്ലൂസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ മിഡ് പോയിന്റ് തരും. മിഡ് പോയിന്റ് തരികയാണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുക? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. മക്കളെ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും, സയാമീസ് ഇരട്ടകളമാരി. ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രാമില്ലേ, ദാ ഹിസ്റ്റോഗ്രാം. ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്ത്? ഹിസ്റ്റോഗ്രാം. എന്നിട്ട് ഇതിനോട് മോഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വലിയ ബാർ എടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന വാല്യൂ ഇല്ലേ, ഇതാണ് നമ്മുടെ എന്ത്? മോഡ് എന്ന് പറയുന്നത്. നോക്ക്, ഹിസ്റ്റോഗ്രാം. സീ ദിസ്, ഇത് ക്ലാസ്, ഇത് ഫ്രീക്വൻസി. ഞാൻ സിമ്പിൾ ആയിട്ട് 0 to 5, 5 to 10, 10 to 15, 15 to 20 and 20 to 25. ഓക്കെ, ഇത് 7, 8, 10, 9, 7. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്ലാസ്, ഇത് എക്സ്ക്ലൂസീവാണ്. കാരണം നോ ബ്രേക്ക്, കണ്ടിന്യൂസ്ലി 5 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ചാടിക്കേറി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം, പ്രശ്നമല്ല. ഇവിടെ നമ്മൾ ക്ലാസ് മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്യും. ക്ലാസ് 0 to 5, 10, 15, 20 and 25 മാർക്ക് ചെയ്തു. ഇവിടെ 10 അല്ലേ, അപ്പോൾ ഞാൻ 2, 4, 6, 8, 10. ഓക്കെ, ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ 0 to 5 7ലേക്ക് മാർക്ക് ചെയ്യുക. 0 to 5 ഏതിലേക്ക് മാർക്ക് ചെയ്യുക? 7ലേക്ക്. അടുത്തത് 8ലേക്ക് മാർക്ക് ചെയ്യുക. 5 to 10, 8 കയറട്ടെ, 8ലേക്ക് മാർക്ക് ചെയ്തു. അടുത്തത് 10 to 15 ഏതിലേക്കാ? 10ലേക്ക് പോട്ടെ, 10ലേക്ക് പോട്ടെ, ഇതാ 10ലേക്ക് പോയി. അടുത്ത 15 to 20 ഏതിലേക്ക് പോയി? 9ലേക്ക് പോയി. അടുത്തത് ഏതിലേക്ക് പോയി? 7ലേക്ക് പോയി. സീ ദിസ്, കണ്ടോ? ഇതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഇതിൻ്റെ നേരെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ നടുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് മക്കളെ എന്ത്? മോഡ്. കേട്ടോ? അപ്പൊ ഹിസ്റ്റോഗ്രാമും ആരുമായിട്ടാണ് ബന്ധം? ഹിസ്റ്റോഗ്രാം ആരുമായിട്ടാണ് ബന്ധം? മോഡായിട്ടാണ് ബന്ധം. ഒജീവ്സ് ആരുമായിട്ടാണ് ബന്ധം? ഒജീവ്സ് ആരുമായിട്ടാണ് ബന്ധം? നമ്മുടെ മീഡിയൻ ചേട്ടനുമായിട്ടാണ് എന്ത്? ബന്ധം. ഓർമ്മ വേണേ, ഇത് 1 വേർഡ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ കയറി പറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. നോക്ക്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ 2 dimensional ഡയഗ്രാം ആണ്. കാരണം എന്താണെന്നറിയോ ഹിസ്റ്റോഗ്രാം 2 dimensional ഡയഗ്രാം എന്ന് പറയാൻ? മിസ്സേ, ഈ എക്സാമിന് നമ്മൾ ഒജീവ്സ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ എഴുതണമെന്ന് ഇമ്പോർട്ടൻറ്റ് വേണം. അയ്യോ, ഒജീവ്സ് കാണുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ഒന്ന് അപ്പർ ലിമിറ്റ് മറ്റൊന്ന് ലോവർ ലിമിറ്റ് എഴുതണ്ടേ? ആ കോളം, ആ വർക്കിംഗ് കോളം നല്ല നീറ്റായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ വരയ്ക്കുന്നത് തെറ്റിയാലും വലിയ വിഷയമില്ല. കാരണം അത് നോക്കിയിട്ടാണല്ലോ വരപ്പ്. നേരെ മറിച്ച് ഈ പ്രോബ്ലം, ഈ വർക്കൗട്ട് ചെയ്തത് തെറ്റാണെങ്കിൽ ഓക്കെ, പിന്നെ നമ്മൾ ഗ്രാഫ് നോക്കേണ്ട കാര്യമില്ല, അത് തെറ്റായിരിക്കും, ഒരു സംശയമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ മിസ് നെയിം പറ. എൻ്റെ പേരാണോ? എൻ്റെ പേര് ഇപ്പോൾ കുറേ പ്രാവശ്യം അവിടെ ടൈപ്പ് ചെയ്തു കുഞ്ഞുങ്ങൾ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോഗ്രാം ആൻഡ് അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നോക്കിയേ, ഇതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് എന്ത് ഡയഗ്രാം എന്നാ പറഞ്ഞത്? 2 dimensional ഡയഗ്രാം. കാരണം നമ്മൾ ഹൈറ്റും കൺസിഡർ ചെയ്യും, അതേപോലെ ബാറിന്റെ അകലവും കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് 2 dimensional 3 dimension മറ്റേത് സിനിമ കേട്ടോ. ഇത് 2 dimensional ഡയഗ്രാം. യെസ്, ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും ചോദിക്കാറില്ല, കാരണം അത് എന്താ പറയുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഹിസ്റ്റോഗ്രാമും അതേപോലെ നമ്മുടെ ഒജീവ്സ്, പൈ ഡയഗ്രാം, പിന്നെ ബാർ ഡയഗ്രാംസ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തീർക്കുകയാണ്. മിസ് പഠിപ്പിക്കുന്ന ഓക്കെ. അപ്പം എന്നാൽ മിസ് ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ക്ലാസ് തരണേ, ക്ലാസ്സും ഈ ക്ലാസ് എന്താണ് അതെനിക്ക് തോന്നുന്നു ഇവര് വല്ലാത്ത ചാറ്റിങ്ങിലാണ്. ബോറടിച്ചെന്ന് തോന്നണോ അതറിയില്ല, ഭയങ്കര ചാറ്റിങ്ങിലാ. എക്സ്ക്ലൂസീവ് നിന്ന് ഇൻക്ലൂസീവ് വരയ്ക്കാൻ ചോദിക്കും. ഗീതം യെസ്, അതെ. നമ്മൾ സാധാരണ എന്താ സംഭവം എന്ന് വെച്ചാൽ +1 പിള്ളേരല്ലേ, അപ്പോൾ നല്ലൊരു എക്സ്ക്ലൂസീവ് ഡാറ്റ കൊടുത്തിട്ട് ഹിസ്റ്റോഗ്രാം വരച്ചോട്ടെ എന്നൊക്കെയാണ് സാധാരണ ചിന്തിക്കാറ്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി അവർ ചിലപ്പം ഇൻക്ലൂസീവ് തരും, എന്നിട്ട് പറയും ഡ്രോ ഹിസ്റ്റോഗ്രാം. അപ്പൊ ഇൻക്ലൂസീവ് തന്നിട്ട് ഡ്രോ ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ ഡയഗ്രാം ഒക്കെ തെറ്റും. അപ്പൊ മക്കൾ ആദ്യം ഡാറ്റ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, വരച്ചോളുക, തകർക്കുക. നേരെ മറിച്ച് ഇൻക്ലൂസീവ് ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എക്സ്ക്ലൂസീവ് ആക്കണം.
ഓക്കെ, എക്സ്ക്ലൂസീവ് ആക്കിയിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ തെറ്റുവേ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കഴിഞ്ഞു. ഞാൻ ഇനി വൺ വേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ സിറാജ് സാറിനെ വിളിക്കാണ്. സിറാജ് സാറേ, കമോൺ കമോൺ. സിറാജ് സാർ ഇവിടെ ഇല്ലേ, പോയോ? സിറാജ് സാറേ കമോൺ. പിള്ളേരുണ്ട്, പിള്ളേര് പാവം വെയിറ്റ് ചെയ്യുന്നു. നമ്മളിനി ഇന്ത്യൻ ഇക്കോണമി ആട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്നാല് കേട്ടോ. മിസ് വരുന്നു, ഇനി മിസ് വരും. മിസ് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. മക്കള് റെസ്റ്റ് എടുക്കാനൊന്നും ആയില്ല കേട്ടോ. വൺ ഡയമെൻഷണൽ. ഓക്കെ, മിസ് പോണ്ടേ അല്ലേ? സാറ് വരുന്നുണ്ട് കേട്ടോ. സാറേ കാണുന്നില്ല. സാറ് വരുന്നുണ്ട്. ഇനിയിപ്പോ സാറിന്റെ PPT എത്തി കൊടുക്കട്ടെ. സാറിനല്ല മക്കളെ, ഇന്ത്യൻ ഇക്കോണമിയുടെ കൂടെ മിസ് പറഞ്ഞുതരാം, സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം. ഡോണ്ട് വെറി കേട്ടോ. നാളെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെയും കയറും. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ കഴിഞ്ഞല്ലേ? മിസ് നാളെ നോക്കിക്കോ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മീൻ മീഡിയൻ മോഡ് അത് essay ക്വസ്റ്റ്യൻ ആയിരിക്കും. ബെറ്റ്, ഒരു സംശയമില്ല. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. യെസ്. എൻ്റെ മക്കളെ, എന്നാ ജിഷ മിസ് ഇൻക്ലൂസീവ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് എടുക്കട്ടെ, ഇവിടെ എടുക്കാം. ഓക്കെ, നോക്കട്ടെ മിസ്. ഇൻക്ലൂസീവ് അവിടെ ഇൻക്ലൂസീവേ. മിസ് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. മക്കള് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കാൻ തോന്നുന്നു അല്ലേ? ബെറ്റ് അടിച്ചിട്ട് ഞാൻ മുട്ട അടിക്കണം. അതെ. അന്ന് നമുക്ക് നോക്കാം. നമ്മൾ വരുമല്ലോ. ഇറ്റ്സ് എ ചാലഞ്ച്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. നമുക്ക് നോക്കാം നാളെ മീൻ മീഡിയൻ മോഡ് ഉണ്ടാവുമെന്ന്. മീൻ മീഡിയൻ മോഡ് എന്ന് പറഞ്ഞൊരു സാധനം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തോളുക കേട്ടോ. ഒരു സംശയമില്ല മക്കളെ. അതൊക്കെ തന്നെ essay ചോദിക്കാനുള്ളൂ. പിന്നെ എന്തോന്ന് ചോദിക്കാനുള്ളത്? വേറെ ഒന്നിലും essay ഇല്ല. നിങ്ങളുടെ സെക്കൻഡ് ടേം പോർഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ടേമിന്റെ നമ്മൾ വരുന്ന ആ ഭാഗം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് കുഞ്ഞുങ്ങളെ. അപ്പൊ അതിൽ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? അണ്ടർസ്റ്റുഡ് അല്ലേ? സാറേ ഇൻക്ലൂസീവ് അല്ലേ ചോദിച്ചേ? ഇപ്പൊ ഞാനൊരു ഇൻക്ലൂസീവ് ഡാറ്റ എഴുതാം, നോക്കിക്കോളൂ. ഇപ്പൊ സപ്പോസ് ക്ലാസ്സും ഇത് ഫ്രീക്വൻസിയാ. ഇൻക്ലൂസീവ് എഴുതാൻ പോവാണ് കേട്ടോ. മിസ് സെറ്റ്. അടുത്ത എക്കണോമിക്സ് ക്ലാസ്സിൽ കാണാം നമുക്ക്. എക്കണോമിക്സ് അല്ല, നിങ്ങളുടെ ഇനി ഏതാ പരീക്ഷ? അതിന് ഞാൻ വരും. സാറ്റർഡേ എന്തെങ്കിലും പരീക്ഷ ഉണ്ടോ? ഞാൻ അപ്പം വരും, എന്തായാലും വന്നിരിക്കും. ഓക്കെ, സപ്പോസ് 1 to 9, അടുത്തത് 10 to 18, 19 to 27, 28 to 8 അല്ലേ? 36. ഓക്കെ, 37 to 8 അല്ലേ? 40. ഓക്കെ, 8 അല്ലേ? 45. ഇത് ഇൻക്ലൂസീവാ അല്ലേ? ഞാൻ അവിടെ കണ്ടിന്യൂസ് ഒരു ഫ്രീക്വൻസി എഴുതുകയാണ് കേട്ടോ. ഇമാജിനറി എഴുതി നോക്കൂ മക്കളെ. ഇത് ഇൻക്ലൂസീവാ. കാരണം എന്താ? ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. 1 to 9, പിന്നെ 10 to 18, 18 to 19 അങ്ങനെയല്ലേ ഉള്ളത്. ഇതൊരു ബ്രേക്ക് ഇല്ലേ? അപ്പൊ ഇത് ഇൻക്ലൂസീവാ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? എക്സ്ക്ലൂസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നറിയോ? വെള്ളരശ്ശേരി മിസ്, ഐ ആം ഋതുൽ രാഗ്. യെസ് ഋതുലേ. ഓക്കെ, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ക്ലൂ എന്താണെന്ന് മക്കൾക്ക് അറിയോ? നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് 9, സെക്കൻഡ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 10. ഇതും നമ്മളെ ഡിഫറൻസ് 1 അല്ലേ? ആ 1നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.5 എന്നാണ് അല്ലേ? എപ്പോഴും 2 കൊണ്ടാ. ഈ കാണുന്ന ഡിഫറൻസിനെ ഇവിടെ കിട്ടുന്ന, അതായത് അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റിന്റെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും മക്കൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് 0.5 ആണ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 0.5 മൈനസ് ചെയ്യും. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 0.5 എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. 1 0.5 പോയാൽ എത്രയാ? 0.5. 9 ആഡ് ചെയ്യുക. അപ്പൊ എന്ത്? 9.5. കണ്ടോ? അപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയി. 10 0.5 കുറയ്ക്കുക വേണ്ടത്. അപ്പൊ എത്രയാ? 9.5. 11 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 18.5. ഹൈ എക്സ്ക്ലൂസീവ് ആവുന്ന കണ്ടോ? 19 ലോവർ ലിമിറ്റ് അല്ലേ? അതിന് 0.5 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 18.5. 27 ആഡ് ചെയ്യുക. അപ്പൊ 27.5. കണ്ടോ? അടുത്തതോ 27.5. 28 0.5 കുറച്ചോളൂ. അടുത്തത് 36 ആഡ് ചെയ്യുക. അപ്പൊ 36.5.
അടുത്തത് 37 കുറയ്ക്കുക. അപ്പം എന്ത് കിട്ടും? 36.5. Then comes 45.5. We got what? Exclusive. നമുക്ക് എക്സ്ക്ലൂസീവ് കിട്ടിയില്ലേ? സോ ഫിനിഷ്ഡ്. അല്ല, ഇനി ഞാൻ അടുത്ത് വരാം കേട്ടോ. അടുത്ത ചാപ്റ്റർ 1 ഇന്ത്യൻ ഇക്കോണമി. ആരും പോവരുത്. ഇതാ നമ്മുടെ ലൈവിൽ എത്ര പിള്ളേർ ആദ്യമേ ഉണ്ടായിരുന്നോ അത്രയും പേരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ മോനെ ഇതാണ് എക്സ്ക്ലൂസീവ് ടു ഇൻക്ലൂസീവ്. അത് പറഞ്ഞുതരാം. ഓക്കെ, വരാം കേട്ടോ. നമ്മള് ഇന്ത്യൻ ഇക്കോണമി എടുക്കട്ടെ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇന്ത്യൻ എക്കോണമിയിലേക്ക് പോവാം. ഇന്ത്യൻ എക്കോണമി പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതായിട്ട് ചെയ്യേണ്ടത്. പോയിന്റുകൾ വെച്ചാൽ ഫട്ടാഫട്ട്. ഓക്കെ, പോയിന്റുകൾ കൃത്യം പഠിച്ച് സെറ്റാക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പോയത് മിസ്സിനും വരും. ഓക്കെ, എടാ നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ എക്കോണമിയിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ എക്കോണമി നമ്മൾ എന്ത് ചെയ്യുക? കുറേ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? വേഗം ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യാണ് കേട്ടോ. നിങ്ങൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ 1 ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്താ അല്ലേ? ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ആൻസറുകൾ നിങ്ങൾ എവിടെ എഴുതുകയാണെങ്കിലും കീ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ആൻസർ എഴുതുകയാണെങ്കിലും കീ പോയിന്റുകൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു among the following attempted to estimate India's national income for the pre-independence period? അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ മുന്നിൽ നിന്ന് നയിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന്. എടാ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നെഹ്റുവും ഗാന്ധിജിയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസൊക്കെ നയിച്ചിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണ്? ഇതിലാരാണ് നാഷണൽ ഇൻകം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത മെയിൻ ആൾക്കാർ ആരൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? വേഗം പറയും. ഇതിൻ്റെ ആൻസർ എന്താണ്? പെട്ടെന്ന് പറയും. ദാദാഭായ് നവറോജി ആണോ, VK റാവു ആണോ, RC ദേശായി ആണോ, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ നാഷണൽ ഇൻകം കാണാൻ വേണ്ടി മുന്നോട്ട് നിന്നിട്ടുണ്ടോ? ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. കാരണം എന്താണ്? ഈ പറയുന്ന 3 എക്കണോമിസ്റ്റുകളും, ഇവരെ എക്കണോമിസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. സയൻറ്റിസ്റ്റ് പോലെ നമുക്ക് എക്കണോമിസ്റ്റ് എന്നാണ് വിളിക്കുക. ഈ എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ദേശീയ വരുമാനം, അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുക. രാജ്യത്തിൻ്റെ വരുമാനം എത്രയാണ്, രാജ്യത്തിൻ്റെ വരുമാനം എങ്ങനെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് അനലൈസ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പറയുന്ന നിങ്ങളോട് ഞാൻ എക്സാം വെച്ച് വേറെ ചോദ്യം വരാം. ഒരു 3 എക്കണോമിസ്റ്റുകളെ പേര് എഴുതുക, 2 എക്കണോമിസ്റ്റുകളെ പേര് എഴുതുക. ഇന്ത്യയുടെ നാഷണൽ ഇൻകം ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത 2 പേരുടെ പേര് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദാദാഭായ് നവറോജി, VK റാവു, RC ദേശായി. ഈ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഇത് തെറ്റിക്കരുത്. ഈ 3 പേരുകളും കാണാതെ പഠിച്ചു വെച്ചോട്ടോ. ഈ 3 പേരുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എക്സാമിന് 1 വേർഡ് ചോദ്യങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് 2 മാർക്കിനൊക്കെ ചോദ്യം വരും 2-3 എക്കണോമിസ്റ്റുകളുടെ പേര് എഴുതാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ 2-3 പേര് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചോദ്യം. നമുക്ക് കുറഞ്ഞ സമയം ഒരുപാട് കാര്യങ്ങൾ. ഓൾ ഓഫ് ദ അബോൺ ആൻസർ. അടുത്തത്, name some modern industries which were operation in our country at the time of independence. അതായത് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഇൻഡസ്ട്രികൾ ഏതൊക്കെയായിരുന്നു എന്ന്. അതായത് ബ്രിട്ടീഷ് പീരീഡിൽ തന്നെ ആ ഒരു സമയത്ത് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് ഇൻഡസ്ട്രികൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ ഇൻഡസ്ട്രികളായിരുന്നു നമ്മുടെ രാജ്യത്ത് മെയിനായിട്ട് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, അവർ ഡിക്ലൈൻ ചെയ്തു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന കുറച്ച് ഇൻഡസ്ട്രികളുടെ പേരാണ്. ഏതൊക്കെയാണിത്? ദ മോഡേൺ ഇൻഡസ്ട്രീസ്. നമ്മൾ ടിസ്കോ പഠിച്ചില്ലേ? ടിസ്കോ പോലെയുള്ള ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി പോലെയുള്ള കമ്പനികൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതൊന്നും അല്ലായിരുന്നു കേട്ടോ അവരുടെ പോളിസി.
അവർക്ക് എന്താണ്, അവർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് അവരുടെ രാജ്യത്തെത്തുക, അവിടുന്ന് ചില പ്രോസസ്സുകൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുവരിക. ഇതായിരുന്നു അവരുടെ നയം കേട്ടോ. ഇവിടെ നോക്കുക, ദ മോഡേൺ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്? കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്. കോട്ടണ്, ജൂട്ട് ഇതിൻ്റെയൊക്കെ മില്ലുകൾ രാജ്യത്തുണ്ടായിരുന്നു. ഓക്കെ, കോട്ടൺ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന കമ്പനികളെല്ലാം എന്താണ് പരിതാപകരമായ അവസ്ഥയിൽ ആയിരുന്നു എന്നും കൂടെ മനസ്സിലാക്കാം. കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്. അടുത്തെന്താണ്? ദ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇരുമ്പ് വ്യവസായശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അടുത്തത് ഷുഗർ ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി. ഇങ്ങനെ കുറച്ച് ഇൻഡസ്ട്രികൾ ആ സമയത്ത് ഇന്ത്യയിൽ എന്തുണ്ട്? കമൻറ്റ് നോക്കുന്നുണ്ട് ഞാൻ. നമ്മൾ കമൻറ്റ് കുറേ നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, കമൻറ്റ് കുറേ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് തീരൂല കേട്ടോ. ഓക്കെ, ഇതങ്ങോട്ട് തീരൂല. അപ്പോൾ നിങ്ങൾ നോക്കുക, കോട്ടൺ ആൻഡ് ജൂട്ട്, സിൽക്ക്, ഷുഗർ, സിമെൻറ്റ്, ഇങ്ങനെയുള്ള പല ഇൻഡസ്ട്രികൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. ഞാൻ ഒരു കീ പോയിന്റ് പറഞ്ഞു തരാം. ഈ ചാപ്റ്ററിൽ അഗ്രികൾച്ചർ സെക്ടർ ചോദിക്കാം, ഇൻഡസ്ട്രിയൽ സെക്ടർ ചോദിക്കാം, വേറെ കുറേ കാര്യങ്ങൾ. നമ്മൾ ചിലതൊക്കെ ബൂസ്റ്ററിൽ രാവിലത്തെ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഈ ക്ലാസ് നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേക്ക് തീർക്കും. എന്നിട്ട് നല്ല സുഖമായിട്ട് നിങ്ങൾ പഠിച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലത്തെ ക്ലാസ്സിന് വരിക. രാവിലെ 6 മണിക്ക് നമ്മൾ ബൂസ്റ്റർ ക്ലാസ് തുടങ്ങും. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ളതാ ഒരു കീ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സിൽ പറയും കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? എടാ, എന്താണ് വാണിജ്യവൽക്കരണം ഇൻ കൃഷി? കൃഷിയിലെ വാണിജ്യവൽക്കരണം, അതായത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. കൃഷി അവരെന്താ ചെയ്തത്? കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. കൃഷിയെ കൊമേഴ്ഷ്യലൈസേഷൻ ആര് ചെയ്തിട്ടുണ്ട്? കർഷകർ. എല്ലാ കർഷകരുടെ കൃഷി എന്ത് ചെയ്ത് ആരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെന്ത് ചെയ്ത്? കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തു. എന്ന് വെച്ചാൽ എന്താണെന്ന ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അരിയും ഗോതമ്പും ഒന്നും ഉണ്ടാക്കാൻ, അതായത് ഫുഡ് ക്രോപ്സുകൾ, ഫുഡ് കൾട്ടിവേഷൻ ക്രോപ്സുകളിലൊന്നും ഒരു താല്പര്യമില്ല. അവർക്ക് എന്തിലായിരുന്നു താല്പര്യം? ക്യാഷ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിലാണ് താല്പര്യം. അപ്പം അന്നത്തെ കർഷകരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അരി ഗോതമ്പൊക്കെ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ, കുറച്ച് കൃഷി ചെയ്താൽ മതി, പകരം എന്ത് ചെയ്താൽ മതി? ക്യാഷ് ക്രോപ്സുകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കാരണം എന്താ? എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗുഡ്സ്, ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യുക. എന്താണ്? ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃഷി ചെയ്യുക. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ദ ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഫോർ ദ എക്സ്പോർട്ട് പർപ്പസ്. ബ്രിട്ടീഷുകാർ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ബ്രിട്ടീഷ് പേഴ്സൺസ്, ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഗേവ് മോർ എംഫസൈസ് ഓൺ വാട്ട്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ്. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ്? ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ക്യാഷ് ക്രോപ്സ് ദ മാർക്കറ്റ് റാദർ ദാൻ ദ ഫുഡ് ക്രോപ്സ് ഓഫ് സെൽഫ് കൺസംഷൻ. അതായത് എന്ത് മതി? ക്യാഷ് ക്രോപ്സ് മതി, ഫുഡ് ക്രോപ്സ് വേണ്ട. ക്യാഷ് ക്രോപ്സ് മതി, ഫുഡ് ക്രോപ്സ് വേണ്ട. ക്യാഷ് ക്രോപ്സ് മതി, ഫുഡ് ക്രോപ്സ് വേണ്ട. അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി? നിങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി? പ്രൊഡ്യൂസ് വാട്ട്? നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി? ജൂട്ട്, സിൽക്ക്, അതുപോലെ എന്താണ്? ഇൻഡിഗോ, ഓക്കെ, ഷുഗർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ് കേട്ടോ. എന്താണ്? എക്സ്പോർട്ടിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും വേണ്ടിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി? ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ, ഷുഗർ. എന്ത് വേണ്ട? റൈസ്, വീറ്റ്, ഇങ്ങനെ അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട. പകരം ഇങ്ങനെയുള്ള ജൂട്ട്, സിൽക്ക്, ഇൻഡിഗോ ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. എക്സ്പോർട്ടിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും വേണ്ടിയിട്ടുള്ള ഗുഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മീൻസ് എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മീൻസ് പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഫോർ ദ മാർക്കറ്റ് റാദർ ദാൻ ദ ഫുഡ് ക്രോപ്സ്. അതായത് ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുക റാദർ ദാൻ ഫുഡ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സ് നമുക്ക് വേണ്ട. അടുത്ത ചോദ്യം, ദ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെർ റൂയിനഡ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂള്. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്ന് തരിപ്പണമായിരുന്നു.
ഓക്കെ, അതൊരു സത്യമാണ്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ എന്ത് വേണ്ട, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വേണ്ട, കൈകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പല ഡ്രസ്സുകൾ, സ്റ്റോണുകൾ, ശില്പങ്ങൾ, സ്തൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ടീം ഓഫ് ആൾക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സുകൾ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റ് വളരെ വിലയുള്ള ഒരു സാധനമായിരുന്നു. ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാലകൾ, കമ്മലുകൾ, ശില്പങ്ങൾ, കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരുപാട് ഭവനങ്ങൾ, പല കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ എന്താണ് വേൾഡ് മാർക്കറ്റിൽ വലിയ റോളുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ പറഞ്ഞ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇനിയൊന്നും വേണ്ട. ബ്രിട്ടീഷുകാർക്ക് അതിൽ യാതൊരുവിധ താല്പര്യമില്ല. കാരണം എന്താണ്, ബ്രിട്ടീഷുകാർക്ക് പൈസ കിട്ടുന്നത് ബ്രിട്ടീഷുകാർ ചെയ്യുള്ളൂ. അവർ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് ഒരു തരത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നോക്കുക, ദ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെർ റൂയിനഡ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഡു യു അഗ്രി വിത്ത് ദിസ്? ഗിവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്നിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. നിങ്ങൾ അഭിപ്രായം ഏതാനാണ് ചോദിക്കുക. അപ്പം നിങ്ങൾ തോന്നിയ അഭിപ്രായം എഴുതരുത്, ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള അഭിപ്രായം എഴുതണം. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇവിടെ തകർന്നിട്ടുണ്ട്. ഓക്കെ, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇവിടെ തകർന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് നോക്കാം ആൻസർ. യെസ്, ഇന്ത്യസ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വെർ റൂയിനഡ് അണ്ടർ ബ്രിട്ടീഷ് റൂള്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്ത് തകർന്നിട്ടുണ്ട്? നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് റൂയിൻ ചെയ്തിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. ദർ വെർ മേ റീസൺസ് ബിഹൈൻഡ്. അതിന് ഒരുപാട് റീസണുകൾ ഉണ്ടായിരുന്നു, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. The British adopted the strategy of systematically de-industrializing India. ബ്രിട്ടീഷുകാരുടെ ഐഡിയ എന്താണ്? de-industrializing India. ആ പോയിന്റ് എഴുതി വെക്കണം കേട്ടോ. ബ്രിട്ടീഷ് കൊളോണിയൽ ചോദിക്കാണ് de-industrializing India. ഇന്ത്യ എന്ത് ചെയ്യാണ്? de-industrializing ചെയ്യാണ്. ഇന്ത്യ എന്ത് ചെയ്യാണ്? de-industrializing ചെയ്യാണ്. ഇന്ത്യ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. de-industrializing ചെയ്യുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, the main raw materials required by the handicraft industries such as cotton, silk were exported to Britain. അതായത് നമ്മുടെ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട കോട്ടൺ, സിൽക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആരുടെ കണ്ണ് ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കണ്ണുണ്ടായിരുന്നു. അവരെന്താ പറയുന്നത്? ഇത് മൊത്തം ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം, നിങ്ങളിത് വെച്ചിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങളിവിടെ ഈ കമ്മോഡിറ്റീസ് വെച്ചിട്ട് ഒന്നും തൽക്കാലം നിർമ്മിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കമ്മോഡിറ്റീസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി. കാരണം ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നെഗറ്റീവ് സെൻസിൽ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബ്രിട്ടൻ ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോർട്ടഡ് ടു ഇന്ത്യൻ മാർക്കറ്റ് സെൽഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതായത് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഈ സിൽക്കും അതുപോലെ തന്നെ എന്താണ് കോട്ടണും സിൽക്കും ഒക്കെ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? എക്സ്പോർട്ട് ചെയ്യാണ് ബ്രിട്ടനിലേക്ക്. എന്നിട്ട് അവിടുന്ന് ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഗുഡ്സ് വാങ്ങിച്ചാൽ മതി, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഗുഡ്സ് വാങ്ങിക്കണ്ട. ഇതാണ് അവരുടെ പോളിസി. മനസ്സിലാക്കുക, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബ്രിട്ടീഷുകാർ. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് മാത്രം ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പോളിസി. നോക്കാം, ദസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുന്നില്ല? റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. റെഡ്യൂസ്ഡ് മാർക്കറ്റ് ആൻഡ് നോ ഗവൺമെൻറ് പോളിസീസ് ടു പ്രൊട്ടക്ട് ദ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ഗവൺമെൻറ് പോളിസികളും ഉണ്ടായിരുന്നില്ല. ഒരു ഗവൺമെൻറ് പോളിസികളും ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി എന്താണ് സാർ പേരെന്താ? എൻ്റെ പേര് സിറാജ്. ഓക്കെ, സിറാജ് മുഹമ്മദ്. ഓക്കെ, ഹാൻഡിക്രാഫ്റ്റ് റിസൾട്ടഡ് ഇൻ കൊലാപ്സ് ഓഫ് ദ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷുകാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറ്റ്സ് ബാഡ്ലി അഫക്റ്റഡ് ഓർ നെഗറ്റീവ്ലി അഫക്റ്റഡ് ടു ദ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ നെഗറ്റീവ്ലി അത് ബാധിച്ചിട്ടുണ്ട്. ദേ റൂയിനഡ് ദ എൻറ്റയർ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് പേഴ്സൺസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ വാട്ട്? എന്തിലാണ് സാർ പ്ലേസ് എവിടെയാണ്? എടാ ഞാൻ കാലിക്കറ്റ് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഓക്കെ, നോക്കാം, ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഡ്യൂ ടു മാർക്കറ്റ് ആൻഡ് നോൺ ഗവൺമെൻറ് പോളിസീസ് ടു പ്രൊട്ടക്ട് ദ ഹാൻഡിക്രാഫ്റ്റ്. അതായത് ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടില്ല? ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കാര്യവും എന്ത് ചെയ്തിട്ടില്ല? ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ബ്രിട്ടീഷുകാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈസ് ബാഡ്ലി ഓർ നെഗറ്റീവ്ലി അഫക്റ്റഡ് ടു ദ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലോട്ട്സ് ഓഫ് പീപ്പിൾ അൺഎംപ്ലോയിഡ്. ഒരുപാട് പേരെന്തായി? ലോട്ട്സ് ഓഫ് പീപ്പിൾ
ലോഡ്സ് ഓഫ് പീപ്പിൾ അൺഎംപ്ലോയിഡ് കേട്ടോ, അൺഎംപ്ലോയിഡ്, ലോഡ്സ് ഓഫ് പീപ്പിൾ അൺഎംപ്ലോയിഡ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്ത് അൺഎംപ്ലോയിഡായി, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്ത് അൺഎംപ്ലോയിഡായി, ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലുള്ള കേട്ടോ. ഓക്കെ, മനസ്സിലാക്കുക. ഈ ചോദ്യം വരും കേട്ടോ, ഈ ചോദ്യം പഠിച്ചു വെക്കണേ. അടുത്തത്, മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിൽ വളർന്നിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ഇവിടെ എന്തുണ്ടാക്കിയത്? റോഡ്, റെയില്, ഡാമുകൾ, ബോട്ടുകൾ, പോർട്ടുകൾ, കമ്മ്യൂണിക്കേഷൻ, ടെലഗ്രാഫ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആരുണ്ടാക്കിയത്? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണത്? ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കൊണ്ടുവന്നിട്ട് അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരാണ് ഇവിടെ എന്ത് കൊണ്ടത്? റെയിൽവേ. എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, റെയിൽവേ, റെയിൽവേ ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പോർട്ടുകൾ, പോർട്ട് കൊണ്ടുവന്ന്, പോസ്റ്റിൽ കൊണ്ടുവന്ന്, പിന്നെന്താണ്? ടെലഗ്രാഫ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഓളകൾ, ഡ്രെയിനേജുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നാട്ടിൽ. പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷന് വേണ്ടി പല കാര്യങ്ങളും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? മെൻഷൻ ദ ഒബ്ജക്റ്റീവ്. ശരിക്കും അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു നമ്മുടെ ചോദ്യം? ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷുകാരുടെ ആ പോളിസി, ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് ആ പോളിസി കൊണ്ടുവന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു കാര്യം ഉറപ്പാണ്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ എന്ത് വളർന്നിട്ടുള്ളത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ റിയൽ മോട്ടീവ് എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ്? ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റെയിൽവേ വളർന്നു, റോഡ്, ടെലഗ്രാഫ് എക്സെട്ര വെർ ഡെവലപ്ഡ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് വാസ് ടു സാറ്റിസ്ഫൈ വേരിയസ് കൊളോണിയൽ ഇൻട്രസ്റ്റ്. പക്ഷെ ഇതിൻ്റെ മെയിൻ ഒരു എലമെന്റ് എന്താ? ഈ പോയിന്റ് പഠിച്ചു വെക്കണേ. ബട്ട് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് വാസ് ടു സാറ്റിസ്ഫൈ ദ വേരിയസ് കൊളോണിയൽ ഇൻട്രസ്റ്റ്. ബ്രിട്ടീഷുകാരുടെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ റൂള്. ബ്രിട്ടീഷുകാർക്ക് തോന്നിയ മാതിരി യാത്ര ചെയ്യാൻ റോഡ് ഉണ്ടാക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെയിൽ ഉണ്ടാക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് പാലുണ്ടാക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാഫ് പല സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നു, തപാലുകൾ കൊണ്ടുവരുന്നു, ഡ്രെയിനേജുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരന് അവരുടെ പേർപ്പസിന് വേണ്ടിയിട്ടാണ്, അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളത്. റോഡ്സ് വെർ ബിൽറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് മൊബിലൈസിങ് ആർമി. ആർമിക്ക് നല്ല രീതിയിൽ, ബ്രിട്ടീഷ് ആർമിക്കാർക്ക് നല്ല രീതിയിൽ സഞ്ചരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടെലിഗ്രാഫ് ഇൻ ഇന്ത്യ വാസ് ബേസിക്കലി ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ടെലിഗ്രാഫിൽ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യാനും റെയിൽവേ ഇൻട്രൊഡ്യൂസ് ടു മൊബിലൈസ് ആർമി ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, ടെലിഗ്രാഫ് ആയിക്കോട്ടെ, ചെറിയൊരു പനിയുണ്ട്, അതാണ് ഫയർ ആക്കാൻ പറ്റാത്ത കേട്ടോ, എനർജി ഫയർ ആക്കാൻ പറ്റാത്ത ചെറിയൊരു വയ്യായി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഫയർ ആക്കി, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ചെറിയൊരു പനിയല്ല, ചെറിയൊരു വയ്യായി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പവറാക്കാൻ പറ്റാത്തത്. നിങ്ങൾ എക്സാമിന് പവറാക്കുക, നമ്മൾ പഠിച്ചു തരുന്ന കാര്യം നിങ്ങൾ ഇനി പവറാക്കുക. നമ്മളെന്നും പവറാക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എക്സാമിന് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പവറാക്കുക കേട്ടോ. ഓക്കെ, എക്കണോമിക്സ് എന്നാൽ ഫ്ലവർ അല്ലടാ ഫയറാണ് അല്ലേ, പണ്ടത്തെ ഡയലോഗാണ്. ഇപ്പോൾ അതിന് കാര്യമൊന്നുമില്ല, പുഷ്പൊക്കെ എവിടെ പോയി. ഓക്കെ, നാളെ എക്സാമിന് പോയിട്ട് ബബ്ബബ്ബ ആയി പോരുത് കേട്ടോ. ഒറ്റ കാര്യങ്ങളോട് പറയാനുള്ളത്, നാളെ പോയിട്ട് ബബ്ബബ്ബ ആയി പോരുത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എക്സാമിന് പോയിട്ട്, വേറെ ഒന്നുമല്ല. എക്സാമിന് പോയിട്ട് നല്ല വൃത്തിക്ക്, അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത്. എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ബബ്ബബ്ബ അടിച്ചിട്ടുണ്ടെങ്കിലേ അത് ശരിയല്ല, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്? അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചേഴ്സ്. ഇത് ചോദിക്കും കേട്ടോ, 4 മാർക്കിനോ 3 മാർക്കിനോ ചോദ്യം ചോദിക്കും കേട്ടോ. ഓക്കെ, നാളെ കത്തിക്കും പരീക്ഷ, അത് കത്തിച്ചാൽ മതി. ഓക്കെ, ഇല്ല എന്നെ വീട്ടുകാർ കത്തിക്കും, ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതൊരു സെമി ഫൈനലാണ് കേട്ടോ, ഇതൊരു സെമി ഫൈനലാണ്, നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനലാണ്. ഈ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവും. അടുത്ത എക്സാമിന് മോഡലിനും പബ്ലിക്കിനും ഇതിനേക്കാളും മാർക്ക് കൂടുതൽ വാങ്ങിക്കാം, ഫുള്ള് വാങ്ങിക്കാം. ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ,
ഇവിടെ നോക്കുക, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. നമ്മൾ ഒറ്റ കാര്യം പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മുടെ അഗ്രികൾച്ചർ സിസ്റ്റം എന്താണ്? ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. നമ്മൾ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ട്? വി ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. ഈ വേർഡ് അവിടെ അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. സ്റ്റാഗ്നേഷൻ. നമ്മൾ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ട്? വി ഫേസ്ഡ് സ്റ്റാഗ്നേഷൻ. നമ്മൾ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ട്? സ്റ്റാഗ്നേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ പറയുന്നത്? പിന്നെന്താണ്? ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് എന്താണ്? കൃഷിയിൽ എന്തില്ല? പ്രൊഡക്ടിവിറ്റി ഇല്ല. വി ഫേസ്ഡ് ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. പിന്നെ എന്താണ്? ലാക്ക് ഓഫ് ഇറിഗേഷൻ കേട്ടോ. ലാക്ക് ഓഫ് ഇറിഗേഷൻ, ജലസേചനമില്ല. നമുക്ക് എന്തില്ല? ലാക്ക് ഓഫ് ഇറിഗേഷൻ, ജലസേചന സൗകര്യമില്ല. പിന്നെ എന്തില്ല? ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കേട്ടോ. ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. നമുക്ക് എന്തില്ല? ഫെർട്ടിലൈസേഴ്സ് ഇല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ല. ലാക്ക് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ല. ഓക്കെ. പിന്നെന്താണ്? ഷിഫ്റ്റ് ടു ക്യാഷ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് എന്താ താല്പര്യം? ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്, ഫുഡ് ക്രോപ്സ് വേണ്ട. ഒരു കാര്യം കൂടെ, ലാക്ക് ഓഫ് ക്രെഡിറ്റ്. എന്ത് കിട്ടുന്നില്ല? കടം കിട്ടുന്നില്ല. കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കടം കിട്ടുന്നില്ല. ലാക്ക് ഓഫ് ക്രെഡിറ്റ്. പിന്നെന്താണ്? ലാക്ക് ഓഫ് ടെക്നോളജി കേട്ടോ. ലാക്ക് ഓഫ് ടെക്നോളജി. ഒരു പോയിന്റ് കൂടെ, എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം ജമീന്ദാർസ് കേട്ടോ. എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം ജമീന്ദാർസ്. ഇത് പഠിച്ചു വെക്കണം. ഈ പോയിന്റുകൾ കൃത്യം പഠിച്ചു വെക്കാം. എക്സാമിന് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം കേട്ടോ. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു, ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, ലാക്ക് ഓഫ് ഇറിഗേഷൻ, ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഷിഫ്റ്റ് ടു ക്യാഷ് ക്രോപ്സ്, ലാക്ക് ഓഫ് ക്രെഡിറ്റ്, ലാക്ക് ഓഫ് ടെക്നോളജി, എക്സ്പ്ലോയിറ്റേഷൻ ഫ്രം ജമീന്ദാർസ്. പോയിന്റുകൾ വൃത്തിക്ക് അച്ചട്ടായിട്ട് പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ. ലാക്ക് ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് ക്രെഡിറ്റ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ജമീന്ദാർസ്, ലോ പ്രൊഡക്ടിവിറ്റി, ഷിഫ്റ്റ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ചോദ്യം വരും, 4 മാർക്കിൻ്റെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. ഇങ്ങനത്തെ സിമ്പിൾ മാർക്ക് കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കുക. ഇതിലെങ്ങനെയാണ് വരിക? ഫസ്റ്റ് ഏതാ വരെ? ക്യാഷ് ക്രോപ്സിൽ ഏതാണ് ഇതിലെ ക്യാഷ് ക്രോപ്സ്? വേഗം കമന്റ് ഇട്ടേ. ക്യാഷ് ക്രോപ്സ് ഏതാണ്? ഇതിലേതാണ് ക്യാഷ് ക്രോപ്സ്? ക്യാഷ് ക്രോപ്പ് ഏതാണ്? ഇൻഡിഗോ. ക്യാഷ് ക്രോപ്പ് ഏതാണ്? ഇൻഡിഗോ ആണ്, എല്ലാവർക്കും അറിയാം. അടുത്തത് VKRV റാവു ആരാണ്? രണ്ടാമത്തേത് VKRV റാവു ആരാണ്? VKRV റാവു നമ്മൾ നേരത്തെ പേര് പഠിച്ചിട്ടുണ്ട്. VKRV റാവു ആരാണ്? VKRV റാവു ആരാണ്? നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ആളാണ് ആര്? VKRV റാവു. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ആളാണ് ആര്? VKRV റാവു. അടുത്തത് ജംഷഡി ടാറ്റ. ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആളാണ് ആര്? ജംഷഡി ടാറ്റ. കണ്ടില്ല, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വരിക. വലിയ സംഭവിക്കുക പഠിച്ചാൽ ഇങ്ങനെ ബ്രീഫ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടിസ്കോ. ലാസ്റ്റ് വൺ, ജമീന്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ലാൻഡ് സെറ്റിൽമെന്റ് കേട്ടോ. ജമീന്ദാരി സിസ്റ്റം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ടാണ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. ഓക്കെ, പഠിച്ചു വെക്കട്ടോ. ജമീന്ദാർസ് ആരാണ്? ബ്രിട്ടീഷുകാരുടെ വലങ്കൈ ആയിരുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നത് കേട്ടിട്ട് ഇന്ത്യക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വിഭാഗമായിരുന്നു ആര്? ജമീന്ദാർസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നമ്മൾ ചാപ്റ്റർ 2 മേജർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമ്മൾ ബൂസ്റ്റർ ക്ലാസ് രാവിലെ നിങ്ങൾ കേൾക്കണം. നമ്മൾ ഇവിടെ പറയാത്ത ചിലതൊക്കെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ എന്ത് കുറച്ചും കൂടെ സെറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് പോയിന്റുകൾ വീണ്ടും പറയും. നിങ്ങൾ ഒരിക്കലും ഇന്ത വാട്ടി അത് മിസ്സാവക്കൂടാതെ. ഓക്കെ, ചാപ്റ്റർ 2 ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിഷ മിസ് കയറും കേട്ടോ. ഓക്കെ, ഇതെന്താണ്? നമ്മൾ മേജർ ക്വസ്റ്റ്യൻസ്, മേജർ പോയിന്റ്, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, മേജർ പോയിന്റ്, മേജർ കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പോൺ. എന്താണ് ആ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്തത്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? വേഗം കമൻറ്റ് ഇടും. നമുക്ക് സമയമില്ല, നമുക്ക് വേഗം കാര്യങ്ങൾ തീർക്കണം. നിങ്ങൾ വേഗം പഠിച്ച് കിടന്നുറങ്ങി രാവിലെ അടിപൊളിയായിട്ട് എണീച്ച് വീണ്ടും ക്ലാസ് കേൾക്കാനുള്ളതാണ്. ഓക്കെ, ഏതാണ് പ്ലാനിംഗ് കമ്മീഷൻ? എന്താണ്? 1 2 3 4? വേഗം കമൻറ്റ് ഇടും. ഇതിലേതാ? ഇതിൻ്റെ ആൻസർ ഏതാ? വേഗം, ഇതിൻ്റെ ആൻസർ ഏതാ? 1 അല്ലല്ലോ, 1 അല്ല.
ഇതിൻ്റെ ആൻസർ ഏതാണ്? 2 ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ആൻസർ ഏതാ? ഇതിൻ്റെ ആൻസർ 1 അല്ലല്ലോ, 2 അല്ലല്ലോ. അപ്പോൾ പിന്നെ 3 4 ആവും അല്ലേ? ഇതിന് ആൻസർ ഏതാണ്? ഇതിന് ആൻസർ 3 ആണ് കേട്ടോ. 15 മാർച്ച് 1950 15 മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറൊരു ചോദ്യം കൂടെ പഠിച്ചു വെക്കുക. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കേട്ടോ, മനസ്സിലാക്കുക. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു കാര്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പഠിച്ചു വെക്കണേ. പ്ലാനിംഗ് കമ്മീഷന് ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ നമ്മൾ എന്ത് ചെയ്ത് പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന സംഘടനയാണ് ഇത് നീതി ആയോഗ് കേട്ടോ. നീതി ആയോഗ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന സംഘടനയാണ് ഇത് നീതി ആയോഗ്. ഓരോന്നും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? വേഗം പറയും. KN രാജാണോ, PC മഹലനോബിസ് ആണോ, RC ദേശായി ആണോ, ദാദാഭായ് നാറോജി ആണോ? ആരാണ്? ഇതിൻ്റെ ആൻസർ ആരാണ്? ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? ഇതിൻ്റെ ആൻസർ ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. PC മഹലനോബിസ് ആണ് ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ പറയണം, നമ്മളിവിടെ ക്ലാസ് കേട്ടിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ഓവർ അങ്ങോട്ട് ഫയർ ആക്കുന്നത് എനിക്ക് കുറച്ച് വയ്യായി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ പഠിക്കണം, നിങ്ങളാണ് ഇനി സെറ്റ് ആക്കേണ്ടത്. അടുത്ത് PC മഹലനോബിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം? ഇന്ത്യ എന്ത് എക്കോണമിയാണ്? എളുപ്പമുള്ള ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, സിലബസിലുള്ളതാണ്. ഇന്ത്യ എന്ത് എക്കണോമിക് സിസ്റ്റമാണ്? 1950 നമ്മൾ ഫസ്റ്റ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡിസൈഡ് ചെയ്തു നമ്മൾ എന്ത് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് വേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ എന്താണ്? ക്യാപിറ്റലിസം ആണോ, സോഷ്യലിസം ആണോ, മിക്സ്ഡ് ആണോ, നൺ ഓഫ് ദി അബോ ആണോ? ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഈസ് എ മിക്സ്ഡ് എക്കോണമി ആണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ മിക്സ്ഡ് എക്കോണമി. അടുത്തത്, ഗ്രീൻ റെവല്യൂഷൻ റിലേറ്റഡ് ടു? ആൻസർ പറയും. ഗ്രീൻ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട്? വേഗം പറയും. ഗ്രീൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ റെവല്യൂഷൻ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഗ്രീൻ റെവല്യൂഷനിൽ എന്താണ്? ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണോ, ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണോ, മിൽക്ക് പ്രൊഡക്ഷൻ ആണോ, ഓൾ ഓഫ് ദി അബോ ആണോ? ഏതാണ്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേ. ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് ഗ്രെയിൻ ആണോ, ക്യാഷ് ക്രോപ്പ് ആണോ? വേഗം. ഇതിന് ആൻസർ 2 അല്ല കേട്ടോ, ഇതിന് ആൻസർ 1 ആണ്. ഫുഡ് ഗ്രെയിൻ ആണ്. എടാ, ഗ്രീൻ റെവല്യൂഷൻ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതാണ്? വീറ്റും റൈസും ആണ് കേട്ടോ. അരിയും ഗോതമ്പും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അരിയും ഗോതമ്പ് എന്ത് ഗുഡാണ്, എന്ത് ഫുഡാണ്, എന്ത് പ്രൊഡക്ഷനാണ്? ഫുഡ് ഗ്രെയിൻ അല്ലേ അത്, ഭക്ഷണമല്ലേ അത്. ജൂട്ടും സിൽക്കും ഇന്ത്യക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാഷ് ക്രോപ്പിൽ പറയുള്ളൂ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓക്കെ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. A, B, C. ഓക്കെ, ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. ക്യാപിറ്റലിസം ഏതാണ്? ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഫീച്ചർ ഏതാണ്? എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആണോ, മാർക്കറ്റ് മെക്കാനിസം ആണോ, പബ്ലിക് സെക്ടർ ആണോ? ഏതാണ്? എടാ, ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ എന്താണ്? ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ദ ഫാക്ടേഴ്സ് ആർ ഡീലിംഗ് വിത്ത് ദ മാർക്കറ്റ് മെക്കാനിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്താണ്? മാർക്കറ്റ് മെക്കാനിസം ആണ്. ക്യാപിറ്റലിസം എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ് മെക്കാനിസം. സോഷ്യലിസം എന്താണ്? സോഷ്യലിസം വെച്ചാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിനാണ് റോൾ സോഷ്യലിസത്തിൽ. അപ്പോൾ പബ്ലിക് സെക്ടറിന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ലാസ്റ്റ് വൺ, മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് which has both the features of capitalism as well as socialism. രണ്ടിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള സ്ഥാപനമാണ് ഇത്. ഏത് എക്കോണമിയാണ്? മിക്സഡ് എക്കോണമിയാണ്. ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിച്ചു വെക്കണേ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ എല്ലാതെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നിങ്ങൾ ഓരോന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? ഹൗ ഡിഡ് ബെനിഫിറ്റ് ദ ഫാർമേഴ്സ്? എടാ, എന്താണ് ഹരിത വിപ്ലവം? ഇത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. ഗ്രീൻ റെവല്യൂഷൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എപ്പോൾ ക്ലാസ് കഴിയും? നമ്മളൊരു 11-ന് തീർക്കും കേട്ടോ. 11. ഓക്കെ, 11 ആകുമ്പോഴത്തേക്ക് നമ്മൾ തീർക്കും. ഏറി വന്നാൽ 11, ചിലപ്പോൾ അതിന് മുന്നേ നമ്മൾ ക്ലാസ് കഴിയും കേട്ടോ.
ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ, ഹൗ ഡിഡ് ബെനിഫിറ്റ് ഫാമേഴ്സ്, ഇതെങ്ങനെയാണ് ഫാമേഴ്സിന് ബെനിഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? വലിയൊരു സാധനം എഴുതിയിട്ടുണ്ട് അല്ലേ. സിഗ്നിഫിക്കൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് റൈസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ, ഇതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ. വിത്ത് ദി യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, HYV സീഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഈസ് നോൺ ആസ് ഗ്രീൻ റെവല്യൂഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഫെർട്ടിലൈസേഴ്സ്, HYV സീഡ്സ്, നല്ല ജലസേചന സൗകര്യം, ഇതൊക്കെ കൊടുത്തുകൊണ്ട് കൃഷിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വലിയൊരു മാറ്റം കൊണ്ടുവരാം, കൃഷിയിൽ നമ്മൾ വലിയൊരു വിപ്ലവം കൊണ്ടുവരാം. ഇതിനാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ, അതായത് മെയിൻലി എന്താണ് ഗ്രീൻ റെവല്യൂഷൻ, എന്താണ്, വീറ്റ് പ്രൊഡക്ഷനാണ് മേജർലി ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഗോതമ്പിൻ്റെ പ്രൊഡക്ഷൻ മേജർലി ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്, ഗോതമ്പ് പ്രൊഡക്ഷനാണ്. ഓക്കെ, wheat HYV seeds using chemical fertilizers, irrigation facilities, credit facilities in India. Green Revolution was executed 2 phases. 2 phases ആയിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫേസ് എന്താണ്, 1965-75. ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് 1965-75. ദിസ് ഫേസ് കോൺസെൻട്രേറ്റഡ് ദ ക്രോപ്പ് വീറ്റും, അതുപോലെ തന്നെ എന്താണ്, വീറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സെക്കൻഡ് ഫേസ് എന്നാണ് 75-85 കേട്ടോ. The phase concept variety of crops was implemented all Indian states. The benefit of green revolution എന്തൊക്കെയാണ് ബെനിഫിറ്റ്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ്, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഫാമേഴ്സ്, അതായത് ഫാമേഴ്സിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു, കൂടി, ഇൻക്രീസ്ഡ് ലാർജ് മാർക്കറ്റബിൾ സർപ്ലസ്, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് വെൽ ഡൗൺ ആൻഡ് കൺസ്യൂമർ വേർ ബെനിഫിറ്റ് എടുത്ത്. പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എഴുതുന്നത് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രീൻ റെവല്യൂഷൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം, മെയിനായിട്ട് എഴുതേണ്ടത് യൂസസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് നിങ്ങൾ എഴുതണം, HYV സീഡ്സിനെ കുറിച്ച് എഴുതണം, ഇറിഗേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ച് എഴുതണം. പിന്നെന്താണ്, വീറ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്, വീറ്റും റൈസും ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താണ്, 2 ഫേസുകളിലായിട്ടുള്ളത് 1965-75, 75-85. പിന്നെന്താണ്, അതെന്താണ്, നമ്മൾ ഗോതമ്പാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എഴുതുക. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, സെൽഫ് സഫിഷ്യൻസി, പിന്നെന്താണ്, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഫാമേഴ്സ്, ലാർജ് മാർക്കറ്റബിൾ സർപ്ലസ്, പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്ത് അവിടെ എന്ത് ചെയ്ത് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ, നമ്മൾ പഞ്ചവത്സര പദ്ധതി, ഓരോ 5 വർഷം വേണ്ട പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഗോൾസ് എന്തൊക്കെയാണ്, സിമ്പിളായിട്ട് ചോദിക്കും. 4 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യം. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ? ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി എന്നാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1951-56 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? അഗ്രികൾച്ചർ ആട്ടോ. അഗ്രികൾച്ചറിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അഗ്രികൾച്ചറിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻ? 1951-56 ഫസ്റ്റ് 5-year പ്ലാന്. അത് ഗ്രീൻ റെവല്യൂഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഗോൾസ്? ഗ്രോത്ത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് രാജ്യത്തിന് എന്ത് വേണം? ഒരു ഗ്രോത്ത് വേണം, രാജ്യത്തിനൊരു പുരോഗതി വേണം കേട്ടോ. ഗോൾസ് ഓഫ് 5-year പ്ലാൻ ഫസ്റ്റ് 1 ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് കൺട്രി. രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക, രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക. അതായത് പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെറിഷ്യറി സെക്ടറിലും നമ്മൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? കൂട്ടുക. രണ്ടാമത്തത് മോഡേണൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യുക? ആധുനികവൽക്കരിക്കുക, രാജ്യത്തെ ആധുനികവൽക്കരിക്കുക, രാജ്യത്തിൻ്റെ ടെക്നോളജികളൊക്കെ എന്ത് ചെയ്യുക? അടിപൊളിയാക്കുക. ഇറ്റ് മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഔട്ട്ലുക്ക്. രാജ്യത്തിൻ്റെ ചിന്തകൾ തന്നെ മാറുക. മോഡേണൈസേഷൻ ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഒരു കാലത്തും പിടിച്ചേക്കാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഐഡിയോളജീസും ആശയങ്ങളും മാറിക്കൊണ്ടേയിരിക്കണം. പുതിയ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അടുത്തത് സെൽഫ് റിലയൻസ്. സ്വയം പര്യാപ്തരാവണം. സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ എന്താ? സ്വയം പര്യാപ്തരാവണം. രാജ്യം എന്താവണം? സെൽഫ് റിലയൻസ് ആവണം. നമുക്ക് വേണ്ട ഗുഡ്സ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുക. ലാസ്റ്റ് 1 ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? സമത്വം കൊണ്ടുവരിക. സമത്വം കൊണ്ടുവരിക അല്ലെങ്കിൽ അസമത്വം കുറയ്ക്കുക, സമത്വം കൊണ്ടുവരിക കേട്ടോ. ഇറ്റ് മീൻസ് റിഡക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി. അതായത് ഇനീക്വാളിറ്റി കുറയ്ക്കുക, അസമത്വം രാജ്യത്ത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക. പൈസക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക കേട്ടോ.
ആ പോയിന്റ് ആക്കി. എടാ നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് എഴുതാണെങ്കിലും പോയിന്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാരി വലിച്ച് ഇങ്ങനെ കടൽ പോലെ എഴുതുമ്പോൾ ചിലർക്ക് ആൻസർ കണ്ടുപിടിക്കാനില്ല. നിങ്ങൾ പോയിന്റുകൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വാട്ട് ആർ ദ മേജർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ പ്ലാനിങ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്ലാനിങ് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതിനൊക്കെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇതുവഴി നമുക്ക് കിട്ടിയ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമുക്ക് അതൊന്ന് നോക്കാം. എന്തൊക്കെയാണത്? റൈസ് ഇൻ നാഷണൽ ഇൻകം, രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കൂടി. പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ് വഴി നമുക്ക് കിട്ടിയ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കൂടി. ഓക്കെ, രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കൂടി. ഓക്കെ, മിസ് വരും, അതിപ്പോൾ കഴിയുന്നുണ്ട്, മിസ് വരും കേട്ടോ. അടുത്ത, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം കൂടിയാണ്. ഈ പോയിന്റുകളൊക്കെ പഠിച്ചു. ഇന്ത്യൻ എക്കോണമി ഭയങ്കര ബോറിംഗ് പേപ്പറാണ്, പക്ഷേ നിങ്ങൾ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ഓരോ പോയിന്റുകൾ ഇവിടെ എഴുതി തരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എന്ത് ചെയ്ത് കൂടി. അടുത്തത്, എക്സ്പോർട്ട് ഇൻക്രീസ്ഡ്, രാജ്യത്ത് നിന്ന് എന്ത് ചെയ്ത് എക്സ്പോർട്ട് കൂടി. രാജ്യത്തിൻ്റെ കമ്മോഡിറ്റീസ് എന്ത് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടി. ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, രാജ്യത്ത് ക്യാപിറ്റൽ ഫോർമേഷൻ കൂടി. രാജ്യത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ വന്നു ഈ പ്ലാനിങ് വഴി. നമ്മൾ 1950 മാർച്ച് 15 പ്ലാനിങ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തു. 1951 പ്ലാനിങ് കമ്മീഷന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഒരുപാട് വർഷത്തെ 5 കൊല്ലത്തെ പദ്ധതികളിൽ മോഡേണൈസേഷൻ, ഗ്രോത്ത്, ഇക്വിറ്റി, സെൽഫ് സഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതുവഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, രാജ്യത്ത് കൃഷി മെച്ചപ്പെട്ടു. രാജ്യത്ത് ഇൻഡസ്ട്രി മെച്ചപ്പെട്ടു, ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വഴിയാണ് വന്നിട്ടുള്ളത്? പ്ലാനിങ്. ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്, വാട്ട് ആർ ദ 3 ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സബ്സിഡീസ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 3 മാർക്ക് കേട്ടോ, 3 മാർക്ക്. ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് കേട്ടോ. സബ്സിഡിക്ക് ഫോറും അഗെയിൻസ്റ്റും ആയിട്ടുള്ള പോയിന്റുകൾ എഴുതാൻ വേണ്ടിയിട്ട്, സബ്സിഡിക്ക് ഫോറും ആൻഡ് അഗെയിൻസ്റ്റും ആയിട്ടുള്ള പോയിന്റ് എഴുതാം. സബ്സിഡി എന്താണ്? ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെയാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് ഫാമേഴ്സിന് കിട്ടുന്ന. ഓക്കെ, എന്താണ് സബ്സിഡി എന്ന് വെച്ചാൽ? എന്താണ് സബ്സിഡി? എന്താണ് സബ്സിഡി? എന്താണ് സബ്സിഡി എന്ന് വെച്ചാൽ? എന്താണ്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് കേട്ടോ. എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് ടു ഫാമേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഫാമേഴ്സിന് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക? സബ്സിഡി. എന്തിനു വേണ്ടിയിട്ട്? കൃഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആർക്ക് കൊടുക്കും? കർഷകർക്ക് കൊടുക്കും. ഇതിനാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുക. ഈ സബ്സിഡി വേണോ വേണ്ടേ എന്നാണ് നമ്മൾ പറയുന്നത്. എടാ മിസ് ഇപ്പം വരും, ഒരു മിനിറ്റ്. ഓക്കെ, സബ്സിഡീസ് വേണോ വേണ്ടതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. നിങ്ങൾ നോക്കുക, ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ്. ആർഗ്യുമെന്റ് ഫോർ, സബ്സിഡി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സബ്സിഡീസ് കൊടുക്കണം, സബ്സിഡീസ് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സബ്സിഡീസ് ആർ അട്രാക്റ്റ് പീപ്പിൾ. സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറേ ആൾക്കാർ എന്ത് ചെയ്യും? കൃഷിയിലേക്ക് വരും. ഇന്ത്യയിൽ ഏറ്റവും നഷ്ടമുള്ളൊരു ബിസിനസ്സാണ് എന്ത്? കൃഷി എന്ന് പറയുന്നത്. നഷ്ടമുള്ള കച്ചവടത്തിന് ആരെങ്കിലും നിൽക്കും? ഒരിക്കലും നിൽക്കില്ല. അപ്പം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യും. അപ്പോൾ അത് കുറേ ആൾക്കാർ എന്ത് ചെയ്യും? കൃഷിയിലേക്ക് അട്രാക്ട് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്സ് ദ ഫാമേഴ്സ് ടു ബൈ ന്യൂ ടെക്നോളജി. ഇങ്ങനെ കുറച്ച് പൈസ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ കർഷകർക്ക് പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാൻ പറ്റും. കൃഷിയിൽ പുതിയ പുതിയ വിത്തുകൾ, പുതിയ പുതിയ വളങ്ങൾ, പുതിയ പുതിയ മെഷീനറികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കർഷകർക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് പൈസ വേണം. അതിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. അടുത്തെന്താ? ഹെൽപ്സ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇതെന്ത് ചെയ്യും? കൃഷിയിലുള്ള പ്രൊഡക്ഷൻ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ഇത് ഹെൽപ്സ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇത് കൃഷി മെച്ചപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. അടുത്തെന്താണ്? ആർഗ്യുമെൻ്റ് എഗെയിൻസ്റ്റ് കേട്ടോ. ആർഗ്യുമെൻ്റ് എഗെയിൻസ്റ്റ് നമ്മൾ പറയുന്നത് ഇതെന്താണ്? സബ്സിഡി ഒന്നും കൊടുക്കണം. എന്തിനാണ് സബ്സിഡി കൊടുക്കുന്നത്? ഗവൺമെൻറ് അതെന്താണ്? നഷ്ടമല്ലേ? ഗവൺമെൻറ്റിന് അത് ഭയങ്കര ഇഷ്യൂ അല്ലേ? എന്താണ്? ബേർഡൻ ഫോർ ഗവൺമെൻറ്. അതെന്താണ്? ഗവൺമെൻറ്റിനൊരു ബേർഡനാണ്. ഗവൺമെൻറ് ഇങ്ങനെ കർഷകരെ സഹായിച്ച ഗവൺമെൻറ് അതൊരു ബേർഡൻ അല്ലേ? അടുത്തത്, എ മേജർ പാർട്ട് ഓഫ് സബ്സിഡി ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഗോസ് ടു ഫെർട്ടിലൈസർ കമ്പനി. എടാ, ഈ വളം വാങ്ങാനുള്ള സബ്സിഡീൻ്റെ ഭൂരിഭാഗം എവിടേക്കാണ് പോകുന്നത്? അത് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്.
യഥാർത്ഥ കർഷകർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ദ ബെനിഫിറ്റ് ഡിഡിൻ ഗോ ടു റിയൽ ഫാമേഴ്സ്. യഥാർത്ഥ കർഷകർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ബെനിഫിറ്റ് പോകുന്നില്ല. യഥാർത്ഥ കർഷകർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ബെനിഫിറ്റുകൾ പോകുന്നില്ല. പഠിച്ചു വെക്കണേ. അടുത്ത് ഓക്കെ, ഇനി മിസ് വരും കേട്ടോ. ഓക്കെ, നമ്മളിത് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഇനി മിസ് വരും. ഓക്കെ, ഇനി എനിക്ക് ലിബറലൈസേഷനും പോവർട്ടിയും കൂടെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു തന്നു. നമ്മുടെ മാരത്തോൺ ക്ലാസ്സിലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഇപ്പം കാര്യങ്ങൾ പഠിക്കുക. ഇനി മിസ് വരും കേട്ടോ. ഓക്കെ, ശരിയേ? മിസ് വരും. മിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മിസ് ഇപ്പോൾ വരുവേ. മിസ് ഇതവിടെ ഉണ്ട്. മിസ് ആ സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ശരി. അതിൻ്റെ ഉള്ളിൽ സാറേ സുഹൃത്താ, ആ ബാഗിനകത്ത് ചെറിയ പഴമുണ്ട്, എടുത്തു കൊടുക്കും. ഹലോ പോവല്ലേ ഞാൻ എത്തി. ഓക്കെ വെൽക്കം ബാക്ക്. ഓഹോ, പാവം നമ്മളെ സിറാജ് സാറിന് വിശന്ന് പോയി കേട്ടാ. നാളെ വരുന്നുണ്ട്, എല്ലാരും വരും. നേഹ എല്ലാരും വരും കേട്ടോ. നമ്മളിനി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ചാപ്റ്ററിലെ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത് കേട്ടോ. അതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, വളരെ അധികമൊന്നുമില്ല, വളരെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മക്കൾ നോക്കിക്കോ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഇത് കാണും മക്കളെ, നോക്കിക്കോ. മിസ് നേരത്തെ പറഞ്ഞതുപോലെ മീൻ മീഡിയൻ മോഡെന്ന് മിസ് പറഞ്ഞില്ലേ, നേരത്തെ ബെറ്റ് വെച്ചില്ലേ, അതേപോലെ ബെറ്റ് വെച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ. വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? മക്കളെ, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഒന്ന് എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ. എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ. എഴുതിക്കോ എല്ലാരും എഴുതിക്കോ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഏതാ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സോഴ്സ്. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ, ഇത് ഇമ്പോസിഷൻ എഴുതുന്ന മാതിരി ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ വാട്ട്? ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇന്നല്ല, ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓക്കെ, ജോബ് ട്രെയിനിങ്, അതാണ് മൂന്നാമത്തത്. ഓക്കെ, നാലാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എന്താണ്? മൈഗ്രേഷൻ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഏതിലാണ്? IT, ഇൻഫർമേഷൻ ടെക്നോളജി. ഇതാണ് യെസ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, ഇൻവെസ്റ്റ്മെന്റ് മൈഗ്രേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ IT. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുകയാണ്. നിങ്ങൾ എക്സ്പ്ലനേഷൻ ഇത് മൊത്തം എഴുതണം കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇത് രണ്ടും. വാട്ട് ആർ ദ 2 മെയിൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 എഴുതിക്കോ. ആദ്യത്തെ 2 വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ഏതെങ്കിലും എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് കേട്ടാ. ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും, നോക്കിക്കോ, ഇത് ഉറപ്പാ കേട്ടാ. ബെറ്റ് വയ്ക്കും. ഇതെനിക്ക് ബെറ്റ് വെച്ചേ പറ്റൂ. ഓക്കെ, നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാ. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ആർ കോറിലേറ്റഡ്. അതായത് ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ ക്യാപിറ്റലും ആ രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തും തമ്മിൽ കോറിലേറ്റഡ് ആണ്, അതായത് പരസ്പര ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ. ബന്ധമുണ്ട്, അതിലൊരു സംശയവും വേണ്ട. ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ ക്യാപിറ്റലും ഇക്കണോമിക് ഗ്രോത്തും എന്തുകൊണ്ടാ ബന്ധമുണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ഒരു ഹ്യൂമൻ ക്യാപിറ്റല്, ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റണം.
ഇപ്പോൾ നിങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നിങ്ങൾ എല്ലാവരെയും എന്താക്കി മാറ്റണം? നല്ലൊരു ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, നിങ്ങൾക്ക് നല്ല ഹെൽത്ത് വേണം, നിങ്ങൾ ജോബ് ട്രെയിനിങ്ങിന് പൈസ മുടക്കണം വേണ്ടേ? നിങ്ങൾ നല്ല ട്രെയിനിങ് കിട്ടണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മൈഗ്രേറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടെക്നോളജി, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ എന്താക്കി മാറ്റാം? നിങ്ങളെല്ലാവരും ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നിങ്ങളൊക്കെ എന്തായിട്ട് മാറും? ദ ബെസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കിയിട്ട് മാറും. അങ്ങനെ ബെസ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊള്ളണം കേട്ടോ. അപ്പൊ നോക്ക്, ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും തമ്മിൽ എന്താ വ്യത്യാസം? എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ, അല്ലേ? അത് സത്യമല്ലേ? മോർ ടു GDP ദാൻ ഇല്ലിറ്ററേറ്റ്. അതായത് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരെക്കാളും കൂടുതൽ തൊഴിലെടുക്കുന്നതും അവർക്ക് വേണ്ട എന്താ പറയാ നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരാണ്, അല്ലെ? മിസ് പവർ ആക്കുന്നോ? നട്ടപ്പാതിരിയായില്ലോ, 9-10 മണിയായി കേട്ടോ. നാളെ മോർണിംഗ് ബൂസ്റ്ററിന് വന്നിട്ട് നമുക്ക് പവർ ആക്കാം. ഓക്കെ, സാറ് പയം തിന്നു. ഓക്കെ, അടുത്തത് എ ഹെൽത്തി പേഴ്സൺ ക്യാൻ വർക്ക് ലോങ്. അത് ശരിയാ, നല്ല ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമാണ് കൂടുതൽ സമയം ജോലി ചെയ്യും. ആരോഗ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തളർന്ന് താഴെ വീഴും, ഇല്ലേ? അപ്പോൾ ഹെൽത്തി പേഴ്സൺ ക്യാൻ വർക്ക് ലോങ്ങർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് പറയുന്നത് കേട്ടോ. ജിമ്മിനൊക്കെ പോയി നല്ല ഉഷാറായിക്കോളൂ കേട്ടോ, കാരണം അങ്ങനെയുള്ള ഹെൽത്തി പേഴ്സൺസ് ആണ് നല്ലത്. ഓക്കെ, അടുത്തത് അതേപോലെ അത് മാത്രമല്ല, ഹെൽത്ത് മാത്രം പോരാ, നമുക്ക് എന്തും കൂടെ വേണം? ലിറ്ററസി, അതായത് വിദ്യാഭ്യാസം കൂടെ വേണേ. നല്ല ഹെൽത്ത് ഒക്കെയാ, പക്ഷെ തലയ്ക്കകത്ത് ഒന്നുമില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. ഓക്കെ, അതേപോലെ നല്ല തലയാ, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ നോ യൂസ്. അപ്പം ഹെൽത്തും ഇതും തമ്മിൽ ബന്ധമുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഫെസിലിറ്റേറ്റ്സ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യയെ എടുക്കാനും അതേപോലെ ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള എഡ്യൂക്കേറ്റഡ് പേഴ്സൺസാ. അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റമില്ലേ പിള്ളേരെ, അത് മനസ്സിലാക്കാനും കഴിയുന്ന ആർക്കാ? ലിറ്ററേറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് പേഴ്സണാ. അപ്പൊ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസിന് എന്തുണ്ട്? കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം കേട്ടോ. ഓക്കെ, now comes the next question. Mention any 2 agencies that controls health and education sector in India. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്ന 2 സെക്ടർ എഴുതണം, അതേപോലെ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന 2 സെക്ടർ എഴുതണം. ഇത് നമുക്ക് എഴുതാം ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം വേറെ ഒന്ന് നമുക്ക് നഴ്സിംഗ് കൗൺസിൽ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഫാർമസി ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ 2 പഠിക്കുക. ഒന്ന് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR, രണ്ടാമത്തത് നഴ്സിംഗ് കൗൺസിൽ. ഇവരാണ് മക്കളെ നമ്മുടെ ഹെൽത്ത് കൺട്രോൾ കേട്ടോ. കറക്റ്റ്, വെരി ഗുഡ്. അവിടെ നമ്മുടെ രാത്രി 10 മണി 10:15 എന്നിട്ടും എൻ്റെ മക്കൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ദാറ്റ്സ് ഇറ്റ്, അവിടെയാണ് പവർ. യെസ്, NCERT അതാ വന്നു. എഡ്യൂക്കേഷൻ സെക്ടർ കൺട്രോൾ ചെയ്യുന്ന NCERT. ഓക്കെ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ്. പിന്നെ ഏതാ മക്കളെ? UGC, യൂണിയൻ ഗ്രാൻഡ് കമ്മീഷൻ, UGC ഉണ്ട്. പിന്നെ ഏതാ? AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതന്നെ, ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് സെക്ടർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞു, അല്ല ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ടീച്ചർ ബൈ വേർ ആർ യു ഗോയിങ്? ജോസ് ബിജു ഉറക്കം വന്നോ? അടുത്ത ചാപ്റ്റർ ആണ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇനി എഡ്യൂക്കേഷൻ അല്ല നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ മിസ് പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്, ദാറ്റ് ഇസ് കോൾഡ് റൂറൽ ഡെവലപ്മെന്റ്. അതൊന്നും മിസ് വരാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാനൊരു ബെറ്റിന് പോവുകയാണ് കേട്ടോ. എക്സാമിങ് ദ നീഡ് ഫോർ റൂറൽ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് മക്കളെ ഈ ഫാമേഴ്സിന് ക്രെഡിറ്റ് വേണം, അതായത് ലോണ് വേണം? എന്തിനാണ്? തീർക്കും മിസ്, ഇപ്പൊ തീർക്കും കേട്ടോ. ദിശ മാം, യെസ്. അതായത് എന്തിനാണ് റൂറൽ ക്രെഡിറ്റിന്റെ ആവശ്യം? എന്തിനായിരിക്കും ഫാമേഴ്സിന്? കല്യാണം കഴിക്കാനാണോ വായ്പ ചോദിക്കുന്നത്? മലേഷ്യക്ക് ടൂർ പോകാനാണോ? അല്ല, പിന്നെ എന്തിനാ മക്കളെ ഇവർക്ക് റൂറൽ ക്രെഡിറ്റ്? എന്തിനാ? ടു ബൈ, എന്ത് മേടിക്കാനാ? ടു ബൈ വാട്ട്? അല്ലെങ്കിൽ ടു പെർച്ചേസ് വാട്ട്? അവർക്ക് എന്ത് വാങ്ങിക്കാനാ മെയിൻ ആയിട്ട്? ടു പെർച്ചേസ് വാട്ട്?
ടു പർച്ചേസ് ഇൻപുട്സ് അല്ലേ? അതായത് അവർക്ക് എന്ത് വേണം? ദേ നീഡ് ടു പർച്ചേസ് ഫെർട്ടിലൈസർ, അവർക്ക് വളം വാങ്ങിക്കണം, പെസ്റ്റിസൈഡ്സ് വാങ്ങിക്കണം, വേണ്ടേ? ഇതൊക്കെ വാങ്ങിക്കണം. ഇതൊക്കെ വാങ്ങിക്കാൻ ഫാമേഴ്സിന് എന്ത് വേണം? ദേ നീഡ് ലോൺ, ദേ നീഡ് ക്രെഡിറ്റ്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. നിങ്ങൾ ഒരു ഹിസ്റ്ററി പോലെ ഇത് പഠിക്കണം. അതായത് നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സ് വളരെ പാവങ്ങളാണ്. അവർക്ക് ലോണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണ്ട്, ബിഫോർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അവർക്ക് പണം കൊടുത്തിരുന്നത് മണി ലെൻഡേഴ്സാ. അതായത് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരില്ലേ, അവരെയാണ് ഇവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്, മണി ലെൻഡേഴ്സ്. പക്ഷെ ഈ മണി ലെൻഡേഴ്സ് ദുഷ്ടന്മാരാണ്. ഇവരെന്താ ചെയ്യുന്നത്? പൈസയൊക്കെ കൊടുക്കും, പക്ഷേ അവരെന്ത് ചെയ്യും? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യാറ്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫാമേഴ്സിനെ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കണം. അതിനു വേണ്ടി ഗവൺമെന്റ് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ മക്കളെ, നോട്ട് കിട്ടുന്നില്ലേ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. നോക്ക്, ആദ്യത്തത് നബാർഡ്. ഓക്കെ, ആദ്യം ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഒന്നാമത്തത് നബാർഡ് എന്ന് പറയുന്ന സംഭവം. നബാർഡിന്റെ ഫുൾ ഫോം മക്കള് പഠിക്കണം. ദാറ്റ് ഈസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അത് വന്ന ഇയർ ആണ് 1982. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ അപ്പെക്സ് ബാങ്ക്. ഓക്കെ മക്കളെ, അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ RBI ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? അപ്പെക്സ് ബാങ്ക് എവിടെയാണ്? റൂറൽ ഫിനാൻസിങ്. ഓക്കെ, റൂറൽ ഫിനാൻസിങ്ങില്. ഓക്കെ, അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ നബാർഡ് ആണ്. നബാർഡ് 1982 കേട്ടോ. Now comes LDB, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ഇതൊക്കെ വന്നത് ഫാമേഴ്സിന് ലോൺ കൊടുക്കാനാ. നബാട്ടി, അത് തന്നെ. LDB. പിന്നീട് ഏതാണ്? RRB, റീജിയണൽ റൂറൽ ബാങ്ക്സ് വന്നു. അതേപോലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്നു. അതേപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതാണ് SSG. നമ്മുടെ കുടുംബശ്രീയില്ലേ, അത് കുടുംബശ്രീ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ SSG. നമ്മുടെ SSGക്കുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഇത് എന്ത് ക്രെഡിറ്റാ കൊടുക്കുക എന്നറിയോ മക്കളെ? മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റം ആണ്. വലിയ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ലോണൊന്നും അല്ല ഇത് കൊടുക്കുക, വളരെ തുച്ഛമായ അളവിലുള്ള ലോണേ ഇതൊന്നും കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂറൽ ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്തത് വരട്ടെ. വാട്ട് ഈസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്? അടുത്ത ബെറ്റിന് മിസ് പോവുകയാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്? എക്സ്പ്ലെയിൻ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഒന്നിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടാ. എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നും എക്സ്പ്ലെയിൻ വേരിയസ് മെഷേഴ്സും, ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പൊ മക്കളെ, ആദ്യം നമുക്ക് എഴുതണം എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? കളക്ടിങ് ഓഫ് വാട്ട്? കളക്ടിങ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. കാർഷിക ഉൽപ്പന്നങ്ങളില്ലേ, അത് കളക്ട് ചെയ്യുക ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന്. അത് നല്ലപോലെ സ്റ്റോർ ചെയ്യുക, അത് പ്രോസസ് ചെയ്യുക. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്, അപ്പോൾ അത് പ്രോസസ് ചെയ്യണം, അതിനെ ഗ്രേഡ് ചെയ്യണം, പാക്ക് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പൊ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കോമയിട്ട് കുറെ എഴുതി വെച്ചാൽ മതി. കളക്ടിങ്, സ്റ്റോറിങ്, പാക്കിംഗ്, ഗ്രേഡിങ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഫർഹാനെ മനസ്സിലായി, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? അടുത്തത് ഇതിനോട് കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അതായത് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. നമ്മുടെ ഗവൺമെന്റ് കുറെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഈ ഇംപ്രൂവ്മെന്റ്, ഈ ഒരു കണ്ടീഷൻ എന്താ പറയാ ഒന്ന് സോൾവ് ചെയ്യാനും, അതേപോലെ ഫാമേഴ്സിന്റെ എന്താ പറയാ കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും പാവം നമ്മുടെ ഗവൺമെന്റ് കുറെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മെഷേഴ്സ്? മക്കളെ, ഇതാണ് ചോദിക്കുക കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇത് ഉണ്ടാവും, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. നിങ്ങൾ അതിലേക്ക് നോക്കിക്കോ, 5 മാർക്കിനും ആയിരിക്കും ആ ക്വസ്റ്റ്യൻ, ഒരു സംശയവും വേണ്ട. ഇത് 5 മാർക്കിനായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുത്ത മെഷേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം എന്താണെന്നറിയോ? റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, അതായത് നിയന്ത്രിത വിപണികൾ. ഇവിടെ ഫാമേഴ്സിന് ഇതൊക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. ഫാമേഴ്സിന് എന്ത് ചെയ്യാം? അവിടെ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വിൽക്കാം. അപ്പൊ ഫാമേഴ്സിന് എന്ത് കിട്ടും? അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ആവശ്യമായ എത്രയാണോ വില അത് അവർക്ക് കിട്ടും. അതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ്. പേര് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നിയന്ത്രിത വിപണികളേ ഉള്ളൂ കേട്ടോ. അടുത്തത് പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, റെയിൽവേസ് എക്സെട്ര.
പിന്നെ ഫാമേഴ്സിന് എന്ത് കൊടുക്കണം? ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനും വരാനൊക്കെ അല്ലേ, അതിനെന്ത് കൊടുക്കണം? നല്ല ഗതാഗത സൗകര്യങ്ങൾ കൊടുക്കണം. മൂന്നാമത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സഹകരണ ചന്ത വിൽപ്പനയാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്തോളും? ഇവരുടെ സാധനങ്ങൾ ഫാമേഴ്സിന് കളക്ട് ചെയ്യും, അവരത് കൊണ്ട് പോയി വിൽക്കും, എന്നിട്ട് ഫാമേഴ്സിന് അതിന്റെ വിലയും കൂടി കൊടുക്കും. അതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അല്ലെങ്കിൽ ഈ ഫാമേഴ്സ് ഇത് തലയിൽ വെച്ച് നടക്കേണ്ടി വരും, അത് വേണ്ട, നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അടുത്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇപ്പൊ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അല്ലേ മക്കളെ, ഇതിന്റെ വില വല്ലാതെ ചിലപ്പം കുറയും. നല്ല കൊയ്ത്തുകാലൊക്കെ വരുന്ന സമയത്ത് ഇത് ഒരുപാട് സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സാധനത്തിന്റെ വില എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഫാമേഴ്സിന് നഷ്ടമാണ്. അങ്ങനെ വരുമ്പോഴാണ് പല ഫാമേഴ്സ് തൂങ്ങി മരിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് പറയും, അല്ല അതൊന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി, ഞങ്ങൾ വില തരാം. അങ്ങനെ ഗവൺമെന്റ് ഒരു സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില നിശ്ചയിക്കും. മനസ്സിലായോ? അടുത്താണ് സെറ്റപ്പ് ഓഫ് FCI ഗോഡൌൺസ്. അടാ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ഗോഡൌണുകളൊക്കെ ഉണ്ട്. അവിടെ ഈ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. എവിടെ? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്നിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഫാമേഴ്സ് ഗവൺമെന്റ് എന്ത് ചെയ്യും? അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ റേഷൻ ഷോപ്പ് വഴി ജനങ്ങളിലേക്ക് അത് എന്ത് ചെയ്യും? വില കുറച്ച് എത്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മെഷേഴ്സ് ഒക്കെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. മക്കളെ ഈ ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ ഇതിന് ഒരു എക്സാമ്പിൾസോ എക്സ്പ്ലനേഷനോ നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് യു സ്റ്റഡി ദ പോയിന്റ്സ്. അത് റെഗുലേറ്റഡ് മാർക്കറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, സപ്പോർട്ട് പ്രൈസസ്, FCI ഗോഡൌൺസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അങ്ങോട്ട് പഠിക്കുക കേട്ടോ. തെറ്റിക്കരുത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ബെറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് ഒരു റൂറൽ ഡെവലപ്മെന്റിന് ഒരു 1 വേർഡുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ്ങിലും ആയിരിക്കും. കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഈസ് നോൺ ആസ് വാട്ട്? ഹോർട്ടികൾച്ചർ. അത് 1 വേർഡ് ഉണ്ടാവും കേട്ടോ. അടുത്തത് the term golden revolution is related to, ദേ കിടക്കുന്നു, that is also related to horticulture. അപ്പോൾ ഹോർട്ടികൾച്ചറിന് 2 എണ്ണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൾട്ടിവേഷൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാലും ഹോർട്ടികൾച്ചർ എന്ന് എഴുതുക. അതേപോലെ ഗോൾഡൻ റെവല്യൂഷൻ ചോദിച്ചാലും മക്കളെ എന്താണ്? നമ്മുടെ ഹോർട്ടികൾച്ചർ ആണ് കേട്ടോ. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വേർഡ് ആയിരിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം. ഇതിൽ എവിടെയോ ഒന്ന് ഇത് കയറും കേട്ടോ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. What is organic farming? നമ്മുടെ മഞ്ജു വാര്യരെത്തി. Organic farming. Mention 3 merits and demerits of organic farming. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് ഫാമിങ്ങിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. മക്കളെ ജൈവ കൃഷി രീതി, അതാണ് ഓർഗാനിക് ഫാമിംഗ്. അപ്പൊ എന്താണ് ഓർഗാനിക് ഫാമിംഗ്? ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ്. ഓക്കെ, ഇതെന്താണ്? ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ്. നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷി രീതിയാണ് മക്കളെ എന്ത്? ദിസ് ഓർഗാനിക് ഫാമിംഗ്. മറന്നു പോവരുത്. വെരി ഗുഡ്, വെൽവെറ്റ. ഓർഗാനിക് ഫാമിംഗ് വിത്തൗട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ. കറക്റ്റ്. അതായത് ഒരു കെമിക്കൽസും ഉപയോഗിക്കാതെ, ഒരു രാസവളങ്ങൾ ഉപയോഗിക്കാതെ ചെയ്യുന്ന കൃഷി രീതിയെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഓർഗാനിക് ഫാമിംഗ്. ഇനി നമുക്ക് കടക്കാം എന്തിലേക്ക്? മെറിറ്റ്സിലേക്ക് കടക്കാം. അതേപോലെ ഇവിടെ ഡീമെറിറ്റ്സിലേക്കും കടക്കാം. നമ്മൾ ആദ്യം മെറിറ്റ്സ് പറയണം. ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ഇത് ഫസ്റ്റത്തെ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ. ദിസ് ഈസ് ഇക്കോ ഫ്രണ്ട്ലി. അതായത് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കൃഷി രീതിയാണ് എന്ത്? നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ഓർഗാനിക് ഫാമിംഗ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നോ പൊല്യൂഷൻ. പൊല്യൂഷൻ ഒന്നുമില്ല, കാരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ലല്ലോ. സോ there is no, thank you, move with shortcut. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നോ പൊല്യൂഷൻ, നോ സോയിൽ പൊല്യൂഷൻ, നോ എയർ പൊല്യൂഷൻ, no water pollution, nothing will take place because here we use only chemical fertilizer. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമല്ലേ കുഞ്ഞുങ്ങളെ. സോ ഈ പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ? പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ന്യൂട്രീഷൻ ആണ്. അതായത് നമുക്ക് നല്ല സാധനം, ന്യൂട്രീഷൻ ഫുഡാണ് നമ്മുടെ എന്ത്? നമ്മുടെ ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ലോ കോസ്റ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ് ഉണ്ട് എഴുതുക. നോ പൊല്യൂഷൻ. ഇതിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട്. എന്ത് കിട്ടും എന്നറിയോ? ഹൈ ഇൻകമാ.
അതായത് ഫാമേഴ്സിന് നല്ല വരുമാനം കിട്ടും. എങ്ങനെ വരുമാനം കിട്ടും എന്നറിയോ? കാരണം ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ വില കൂടുതലാണ്. അപ്പോൾ ആ വില കൂടുതലുകൊണ്ട് ഓർഗാനിക് തന്നെ വിഷം കഴിക്കാത്ത ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർ ഈ ഓർഗാനിക്കലി സാധനം വാങ്ങിച്ച് കഴിക്കൂലേ. അപ്പോൾ അവിടെ ഫാമേഴ്സിന് നല്ല വരുമാനം കിട്ടും, കാരണം ഇതിൻ്റെ വില വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇതിന് ഹൈ ഡിമാൻഡാണ്. ഫോറിൻ ഇതിലൊക്കെ നല്ല ഡിമാൻഡാണ് ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ്. ഇപ്പോൾ ഫോറിനൊന്നുമല്ല, നമ്മുടെ രാജ്യത്തും ഓക്കെ ഹൈ ഡിമാൻഡാണ്. ഹൈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഫാമേഴ്സിന് എന്ത് കിട്ടും? നല്ല വരുമാനം കിട്ടും. അടുത്തത് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്? അതൊരു 3 എണ്ണം എഴുതണം. ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്സ് എന്താണെന്ന് പറയാം മക്കളെ? ഷോർട്ട് ലൈഫാണ്. അതായത് ഇതിന് ജീവിത ആയുർദൈർഘ്യം കുറവാണ്. അതായത് ഇത് പെട്ടെന്ന് കേടാവും. ഷോർട്ട് ലൈഫ്. നിങ്ങൾ ഷോർട്ട് ലൈഫ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഷോർട്ട് ലൈഫാണ്, അതായത് പെട്ടെന്ന് കേടുവരും. രണ്ടാമത്തത് എന്താണ്? യെസ്, ഞാൻ പറഞ്ഞു ഷോർട്ട് ലൈഫാണ്. ഓക്കെ. പിന്നെ ആണെന്ത്? വേറൊരു ഡീമെറിറ്റ്സ് എന്താണെന്നറിയോ? ഹൈ പ്രൈസാ. ഇതൊന്നും ആർക്കും വാങ്ങിച്ചു കഴിക്കാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? അപാര വിലയാ. ഈ ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റീസിന്റെ വില എന്താണ്? വളരെ കൂടുതലാണ്. യെസ് യെസ് യെസ്. പിന്നെ എന്താണെന്നറിയോ? പ്രൊഡക്ഷൻ ഈസ് ലെസ്. അതായത് ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ പ്രൊഡക്ഷൻ കുറവാ, ലോ പ്രൊഡക്ഷനാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന കോളിഫ്ലവർ ആനയുടെ വലിപ്പം ഉണ്ടാവും. നേരെ മറിച്ച് ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത കോളിഫ്ലവർ തക്കാളിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അതായത് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ കേട്ടോ. അപ്പൊ ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. മക്കളെ, ഓർഗാനിക് ഫാമിങ്ങും 3 മാർക്കിനോ 4 മാർക്കിനോ ഉണ്ടാവും, ഉറപ്പിക്കോ കേട്ടോ. Now comes the next. Mention some alternative marketing channels. മക്കളെ, ആദ്യമൊന്നും പരീക്ഷയ്ക്ക് ഈ ഒരു സംഭവം ഇല്ലായിരുന്നു, അങ്ങനെ ചോദിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പേര് കൊണസ പേരുകളാണ്, അതുകൊണ്ട് അത് ചോദിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത് രസമാണ്, ഇങ്ങനെ റൈമ് പോലെ. മന്തി, കമോൺ, അത് തന്നെ. അപ്പം ഇതിപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിംഗ് ചാനൽസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ മാർക്കറ്റിംഗ് ചാനൽസ്? ഒന്ന്, അപ്പിനി മണ്ടി. യെസ്, ഇതൊരു ചന്തയാണ്. മണ്ടി മീൻസ് ചന്ത. ഓക്കെ. അപ്പിനി മണ്ടി, റൈത്തു ബസാർ, ഹദാസ്പർ മണ്ടി, ഉഴുവാർ സാൻഡീസ്. ഇത്രയാണ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്. ഹലോ മാം, ഹലോ ടൈറ്റാൻ. യെസ്. ഇനി അടുത്തത് അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. യെസ്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. കേട്ടോ, ഇത് നമ്മുടെ 7th ചാപ്റ്റർ ആണ്. ഇതിലും വളരെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല മക്കളെ, റൂറൽ ഡെവലപ്മെന്റ് മിസ് പറഞ്ഞ ആ ടോപ്പിക്സ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് പഠിച്ചു വെക്കണം കേട്ടോ. അത് മാത്രം. ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെന്റ്, ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനുള്ള നിങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ടോപ്പിക്സ് മാത്രം മിസ് പറഞ്ഞ ഇത് സാധനം മാത്രം അങ്ങോട്ടേക്ക് ഗുളിക രൂപത്തിലായി കഴിക്കുക കേട്ടോ. ഇനി ഡിഫൈൻ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇത് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാറുണ്ട്. അതായത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാണാൻ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ, അതായത് ഇത് കാണാനുള്ള ഫോർമുല വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഈ ഫോർമുല പഠിച്ചാൽ മതി കേട്ടോ. ഇത് റേഷ്യോ ആണ്. ഇൻറ്റു 100. ടോട്ടൽ വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ വർക്കർ. 1000 അല്ല, 100 ആണ് കേട്ടോ. Now comes what is casualization of workforce. ഇത് ഒരു 1 word ആയിരിക്കും. എന്താണ് casualization of workforce? Number of workers divided by population into 100. Yes, correct. അത് തന്നെ കേട്ടോ. ലൈവ് തീരാറായോ? ഇത് എൻ്റെ കഴിയാനായി. ഇനിയിപ്പോൾ സിറാജ് സാർ വന്ന ഒരു ഹാഫ് ആൻ അവർ. ദാറ്റ്സ് ഓൾ, ഫിനിഷ്ഡ്. നൗ വാട്ട് ഈസ്, പോവരുത്, എനിക്ക് അവസാനം കുറച്ച് 1 word ഡിസ്കസ് ചെയ്യാണ്ട്. ഇത് അങ്ങോട്ട് ഇപ്പോൾ കഴിയും. എന്നിട്ട് എനിക്ക് 1 word കുറച്ച് പേര് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളെടുത്ത് മിസ് ഡീൽ ചെയ്ത ചാപ്റ്റേഴ്സിലെ അതൊന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 word കടക്കടയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകും കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. മക്കളെ, റെഗുലർ സാലറീഡ് എന്നും അതേപോലെ ഏതെന്ന നമ്മുടെ സെൽഫ് എംപ്ലോയിഡ് എന്നും ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇതിന്ന് 2 പേരിന്നും ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യാണ്? യെസ്, കാഷ്വൽ വർക്കേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, 3 ടൈപ്പ് എംപ്ലോയ്മെന്റ്. റെഗുലർ സാലറി, സെൽഫ്, കാഷ്വൽ. പക്ഷെ റെഗുലർ സാലറിന്നും സെൽഫ് എംപ്ലോയിന്നും ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? കാഷ്വൽ വർക്കിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. Now comes define jobless growth. അതും 1 word ചോദിക്കാറുണ്ട് കേട്ടാ. അതായത് എന്താണ് ജോബ് ലെസ് ഗ്രോത്ത്?
ജോബ്ലെസ് എന്ന് പറഞ്ഞ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ചാൽ മതി. ഗ്രോത്ത് ഇൻ GDP, അതായത് GDP ഇൻക്രീസ് ചെയ്തു, ബട്ട് GDP ഹാസ് ഇൻക്രീസ്ഡ്. Growth in GDP without employment opportunities. Without employment opportunities. അതായത് നമ്മുടെ ഗ്രോത്ത് ഒക്കെ ഉണ്ടായി, രാജ്യം ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിച്ചില്ല? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെയുള്ള വികസനമാണ് നമ്മുടെ എന്ത്? ഈ ജോബ്ലെസ്. ജോബ്ലെസ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്, പക്ഷെ എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്, GDP ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാ. Now the last one, formal and informal sector. അതും ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ചോദിക്കും. നമുക്ക് നോക്കാം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓർഗനൈസ്ഡ് എന്ന് പറയുന്നതിന്റെ വേറെ പേര് ഫോർമൽ ആണ് മക്കളെ. അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് വേറെ എന്ത് പേരാണ്? ഇൻഫോർമൽ ആണ്. അപ്പൊ എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ? ഓർഗനൈസ്ഡ് സെക്ടർ ക്യാൻ ഫോർമുലേറ്റ് ട്രേഡ് യൂണിയൻസ്. അവർക്ക് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. എക്കണോമിക്സ് എത്ര മാർക്കിനാണോ? 80 മാർക്സിനാണ് എക്കണോമിക്സ്. അതായത് നമുക്കിതില്ലല്ലോ, എന്താ പറയാ, പ്രാക്ടിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പർ എല്ലാ മക്കളെ എന്താണ് നമ്മൾ 80 മാർക്സിനാണ് ഉള്ളത്, 60 മാർക്കിനാണ് പ്രാക്ടിക്കൽസ് ഉള്ളത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഓർഗനൈസ് സെക്ടറിൽ ക്യാൻ ഫോർമുലേറ്റ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, നല്ല വേജസ് ആയിരിക്കും. അതായത് ഇപ്പൊ ഗവൺമെന്റ് ജീവനക്കാരെ തന്നെ ആലോചിച്ചാൽ മതി. ഓർഗനൈസ്ഡ് സെക്ടർ നല്ല ബെറ്റർ വേജസാ. അതേപോലെ ജോബ് സെക്യൂരിറ്റിയാ, അവരെ ആരും അങ്ങനെ പിടിച്ച് പുറത്താക്കൊന്നുമില്ല. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട് അവർക്ക്, അതായത് പെൻഷൻ, PF ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം. അതുകൊണ്ടാണ് പിള്ളേരെ നിങ്ങളോടൊക്കെ പേരൻസ് പറഞ്ഞത് പഠിക്കൂ, നല്ല ജോലി വാങ്ങിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അൺഓർഗനൈസ്ഡ് സെക്ടർ നോക്കിയ മക്കളെ, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ദേ കനോട്ട് ഫോർമുലേറ്റ് ട്രേഡ് യൂണിയൻസ്. അവർക്ക് ട്രേഡ് യൂണിയൻ ഒന്നും ഉണ്ടാക്കി കളിക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ട്രേഡ് യൂണിയൻസ് ഒന്നും ഉണ്ടാക്കാനുള്ള അവർക്ക് കഴിയില്ല. അതേപോലെ ലോ വേജ് ആണ്, അവർക്ക് എന്താണ്? വരുമാനം കുറവാണ്. നമ്മുടെ ഫാമേഴ്സ് ആണ് ഈ കാറ്റഗറിയിലൊക്കെ വരുന്നത്. അടുത്തത് നോ ജോബ് സെക്യൂരിറ്റി, എപ്പോ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പുറത്താക്കാം. അടുത്തത് നോ സോഷ്യൽ സെക്യൂരിറ്റി, നോ സോഷ്യൽ ബെനിഫിറ്റ്, അവർക്ക് PF ആനുകൂല്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെയാണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇത് പഠിക്കുക, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇപ്പുറത്ത് എഴുതിയാൽ മതി കണ്ടോ. ഇവിടെ ഫോർമുലേറ്റ്, ഇവിടെ നോ ഫോർമുലേറ്റ്. ബെറ്റർ വേജ്, ലോ വേജ്. ജോബ് സെക്യൂരിറ്റി, നോ ജോബ് സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി, നോ സോഷ്യൽ സെക്യൂരിറ്റി. കഴിഞ്ഞില്ലേ? ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുക കേട്ടോ. നൗ വൺ വേർഡ്. ഇനി മിസ് പറഞ്ഞ സംഭവമാണ്, വൺ വേർഡ് ആണ്. മക്കൾക്ക് ഇത് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് എന്താണ്? പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. അല്ലടോ, ഇതല്ലേ, ഇത് നേരത്തെ ഞാൻ എടുത്തു തന്നാണ്. ഹോർട്ടിക്കൾച്ചർ റിലേറ്റ്സ് ടു, എന്താ ഹോർട്ടിക്കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹലോ മാം, നവജ്യോതി സ്റ്റുഡന്റ് ആണ് ജിഷ മാം. യെസ്, വാട്ട്സ് യുവർ നെയിം? ശരി, ഇരുന്ന് പഠിക്കുകയാണോ? പഠിച്ചോ? നാളെ ഞാൻ വരും ഉച്ചയ്ക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക്. കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പോയി തോന്നുന്നു, പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഓടി. നൗ ഹെഡ് ലോഡ് വർക്കർ. യെസ്, ഹെഡ് ലോഡ് വർക്കർ എന്ന് പറയുന്നത് ഏതിലാണ് ഉൾപ്പെടുക? സെൽഫ് എംപ്ലോയിഡിലാണോ, കാഷ്വൽ വേജ് വർക്കേഴ്സിലാണോ, അതേപോലെ റെഗുലർ സാലറി എന്നാണോ? ഇവർ വരുന്ന മേഖല ഏതാ? ഇവർ പെടുന്നത് കാഷ്വൽ വർക്കറിലാ അല്ലേ? ചുമട്ട് തൊഴിലാളികൾ വരുന്നത് കാഷ്വൽ വർക്കേഴ്സിലല്ലേ? നോൺ സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ്. നോൺ സാമ്പിളിംഗ് എറർ എങ്ങനെ മിനിമൈസ് ചെയ്യാം? ബൈ ടേക്കിംഗ് വാട്ട്? ബൈ ടേക്കിംഗ് മോർ ആൻഡ് മോർ സാമ്പിൾ അല്ലേ? കൂടുതൽ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് നോൺ സാമ്പിളിംഗ് എറർ എന്ത് ചെയ്യാം? യെസ്, നോൺ സാമ്പിളിംഗ് എറർ എടുക്കാം. ലാർജ് സാമ്പിൾ, അത് തന്നെ. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു വാട്ട്? അത് വൺ വേർഡ് ആയിരിക്കും. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, അതും വൺ വേർഡിന് ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ ഫ്ലഡിലും ഹോർട്ടിക്കൾച്ചർ. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. നബാർഡ് സെറ്റപ്പ് ഇൻ 1982, ഇതൊക്കെ വൺ വേർഡ് ആണേ. വൈറ്റ് റെവല്യൂഷൻ, അതാണ് മിൽക്ക് റെവല്യൂഷൻ. അൺഎംപ്ലോയ്മെന്റ് പ്രിവെയിൽ ഇൻ അഗ്രികൾച്ചർ. നമുക്ക് ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഈ നമ്മുടെ അഗ്രികൾച്ചറിൽ കാണുന്ന
അഗ്രികൾച്ചറിൽ കാണുന്ന അൺഎംപ്ലോയ്മെന്റ് ഏതാണെന്നറിയോ? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റിനെയർ, അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേര് പൈലറ്റ് സർവേ. ഇതൊക്കെ വൺ വേർഡ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാ. Now comes the next one. Histogram can help for finding. എന്തുവാ? ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് നമുക്ക് എന്താ കാണാൻ കഴിയുന്നേ? മോഡ് അല്ലേ? മോഡ് കാണാം. യെസ്. ആ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ കുറച്ച് വൺ വേർഡ് കിട്ടുമല്ലോ. ഓക്കെ. മൂവ്മെന്റ് ഫ്രം ലേബർ ഫോഴ്സ് ഫ്രം റെഗുലർ ആൻഡ് സെൽഫ് എംപ്ലോയിഡ്. അതായത് ആൾക്കാർ റെഗുലർ സാലറിയിൽ നിന്നും സെൽഫ് എംപ്ലോയിൽ നിന്നും പോകുന്നതിനെ വിളിക്കുന്ന പേര് ഇതാ ഇപ്പം പറഞ്ഞ് ഞാൻ നാക്കെടുത്തിട്ടേ ഉള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇനി അടുത്തത് നോക്കിയേ, ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. യെസ്, തലകുത്തനെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓപ്പറേഷൻ സിന്ദൂരല്ല, ഓപ്പറേഷൻ ഫ്ലഡ്. യെസ്. അടുത്തത് ഹൂ സെഡ്? ഓ, ആരാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇങ്ങനെ പറഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട്. ആരാണാവോ അവർ? അതായത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സാധാരണ ജീവിതത്തിലുള്ള യെസ് ഒരു സ്റ്റഡി, അതായത് ബിസിനസ് ഓഫ് ലൈഫ് ആണ്. മഹാത്മാഗാന്ധി എന്നോ? നമുക്ക് അവരെ മാത്രമേ അറിയുള്ളൂ അല്ലേ? ഹൂ സെഡ് ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്? എന്ത്? അത് പറഞ്ഞ ആളാരാ? ആൽഫ്രഡ് മാർഷൽ. മഹലനോബിസ് അല്ല. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ആൽഫ്രഡ് മാർഷൽ. അത് തന്നെ. അടുത്ത് an example of micro credit system അല്ലെങ്കിൽ എന്താ? കുടുംബശ്രീ. മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് കണ്ട അപ്പൊ നമ്മളെ കുടുംബശ്രീനെ അങ്ങോട്ട് ആലോചിക്കുക കേട്ടോ. അഫിൻ ആണ്. അഫിനാണോ? അഫിനെ. ഓക്കെ. കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ സിറാജ് സാറ് വരും കേട്ടോ. അപ്പൊ മിസ്സിന്റെ 3 ചാപ്റ്റർ കഴിഞ്ഞ്. ദാറ്റ് ഈസ് എന്താ? നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ. കുറ്റ്യാടി സ്കൂളിൽ നിന്നോ? ആരും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. കുറ്റ്യാടി സ്കൂളിൽ നിന്നുള്ളവർക്ക് ഉറങ്ങാൻ പോയി. ഓക്കെ. അപ്പൊ ഞാൻ ഇനി സിറാജ് സാറെ വിളിക്കുകയാണ്. ആരും എണീറ്റ് പോവരുത്. നമുക്ക് ഇപ്പോഴും പിള്ളേരുണ്ട്. 93. ഓക്കെ. സോ ഇനി സ്റ്റാറ്റി ഫുൾ സുഖമല്ലേ? എല്ലാവർക്കും എന്തൊക്കെ സുഖമാണ്? പോവേർട്ടിയാണ് ഇനി സാർ എടുക്കാൻ പോകുന്നത് അല്ലേ? സാർ എടുക്കാൻ പോകുന്നത് പോവേർട്ടി അല്ലേ? LPG. തേർഡ് ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോവേർട്ടി ഉണ്ട് അല്ലേ? 2 ചെറിയ ചാപ്റ്റർ അല്ല വലിയ ചാപ്റ്റർ. അത് സാർ എന്ത് ചെയ്യും? വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് സാറ് പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ ഞാൻ നാളെ മോർണിംഗ് ബൂസ്റ്ററിൽ കാണാം. നാളെ ഉച്ചയ്ക്ക് എക്സാം ആണ്. സോ ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എടാ സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ 11 ആകുമ്പോഴത്തേക്ക് തീർക്കും കേട്ടോ. Chapter number 3, liberalization, privatization and globalization. നമ്മുടെ LPG. Okay. പെട്ടെന്ന്. ശരി എടാ, നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. കേൾക്കുന്നില്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയും? LPG എന്നാട്ടോ പറയാം. എന്താ പറയുക? LPG. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കേട്ടോ. നമ്മൾ എന്താ പറയുക? LPG എന്നാട്ടോ പറയാം. സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയും? LPG എന്ന് പറയും. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഇതാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നോക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ സ്റ്റാർട്ടഡ് എക്കണോമിക് റിഫോംസ്. അതായത് LPG എന്ന് വിളിക്കും, അല്ലെങ്കിൽ NEP എന്നൊക്കെ വിളിക്കും കേട്ടോ. ന്യൂ എക്കണോമിക് പോളിസി എന്നൊക്കെ വിളിക്കും. ഇത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? വേഗം പറഞ്ഞു. 1 വേർഡ് ചോദ്യമാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. പെട്ടെന്ന് പഠിത്തം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഓക്കെ. ഇത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇന്ത്യ സ്റ്റാർട്ടഡ് എക്കണോമിക് റിഫോംസ് ഇൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1990 ആണോ
91 92 95 ഏത് വർഷമാണ്? ഇതിന് ആൻസർ എല്ലാവർക്കും അറിയാം. ഇന്ത്യ സ്റ്റാർട്ടഡ് ന്യൂ എക്കണോമിക് പോളിസി, അതായത് NEP അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതാണ്? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഒന്നും അല്ല കേട്ടോ. LPG അതൊക്കെ സയൻസ് ആയതാണ്. നമുക്ക് LPG എന്താ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ് കേട്ടോ. ഇത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? 1991 1991 എന്ത് ചെയ്തത്? ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ആൻസർ 1991. നെക്സ്റ്റ്, വിച്ച് among the following is not a pillar of economic reforms? ഇതിലേതാണ് എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗം അല്ലാത്തത്? വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് LPGയുടെ പാർട്ട് അല്ലാത്തത് ഏതാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, നാഷണലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതിലേതാണ് ഇല്ലാത്തത്? ഇതിൽ വരാത്തത് ഏതാണ്? നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എക്കണോമിക് റിഫോംസ്. നമ്മുടെ ഇന്ത്യ പറഞ്ഞിട്ടുള്ള എക്കണോമിക് റിഫോംസിൽ പെടാത്തത് ഏതാണ്? സർ എന്താ പാട്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്? നാഷണലൈസേഷൻ ആണ്. നമ്മുടെ LPG എന്താണ്? LPG ആണ്. അതെന്താണത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ 3 കാര്യങ്ങൾ കേട്ടോ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണേ. നാഷണലൈസേഷൻ ആണ് ഇതിൽ പെടാത്തത്, ബാക്കി പെടും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ? എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? വാട്ട് യു മീൻ ബൈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്? ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിൻ്റെ ഭാഗമാണ്? വിച്ച് എ പാർട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ് കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ പാർട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ. പഠിച്ചു വെക്കണേ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ പാർട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ പാർട്ടാണ് ഇത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സെയിൽ ഓഫ് പാർട്ട് ഓഫ് ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് പബ്ലിക് ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ്, ഗവൺമെൻറ്റിൻ്റെ ഓഹരി ആർക്ക് വെക്കുക? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ മ്യൂച്വൽ ഫണ്ടിനോ അല്ലെങ്കിൽ പൊതു വ്യക്തികൾക്കോ ആർക്ക് വേണമെങ്കിലും വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓണർഷിപ്പ് ഷെയറുകൾ ആർക്ക് സെയിൽ ചെയ്യുക? പ്രൈവറ്റ് പാർട്ടീസിന് സെയിൽ ചെയ്യുക. ഗവൺമെൻറ് ഓണർഷിപ്പുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് ഓണർഷിപ്പുള്ള സ്ഥാപനങ്ങൾ ആർക്ക് വെക്കുക? പ്രൈവറ്റിന് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടില്ലേ? ദ സെയിൽ ഓഫ് പാർട്ട് ഓഫ് ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ഫിനാൻഷ്യൽ. അത് ആർക്ക് വെക്കുകയാണ്? അതായത് സ്വകാര്യ വ്യക്തികൾക്ക് വെക്കുക. ഗവൺമെൻറ്റിൻ്റെ എന്ത് വെക്കുകയാണ്? ഗവൺമെൻറ്റിൻ്റെ ഷെയറിൻ്റെ ഒരു ഭാഗമോ ഗവൺമെൻറ്റിൻ്റെ ഷെയറോ ആർക്ക് വെക്കുക? പബ്ലിക്കിന്, അല്ലെങ്കിൽ അതായത് പ്രൈവറ്റ് പാർട്ടീസിന് വെക്കുക കേട്ടോ. പൈ ഡയഗ്രം ചോദിക്കും കേട്ടോ. മറ്റേ ഡയഗ്രത്തിൻ്റെ ചാപ്റ്ററിൽ മിസ്സ് പറഞ്ഞിട്ടുണ്ട്. ഒജീവ്സ്, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രം, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് അവിടെ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ പാർട്ട് ഓഫ് ടേബിൾ അതും പഠിച്ചു വെക്കണം. പാർട്ട് ഓഫ് എ ടേബിൾ അതും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി? 1991 നമ്മൾ ഇതുപോലെയൊരു പോളിസി കൊണ്ടുവരാനുണ്ട്. അതിൻ്റെ സാഹചര്യം എന്താണ്? വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി? നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെയൊരു ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കൊണ്ടുവന്നത്. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ 91 നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. ആരാണ്? PV നരസിംഹറാവു. പഠിച്ചു വെക്കണേ. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? PV നരസിംഹറാവു. അന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? അന്ന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പോളിസി കൊണ്ടുവന്നത്? നമ്മൾ ഈ പറയുന്ന ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാനുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, BOP ക്രൈസിസ്. എഴുതണേ, ഈ പോയിന്റ്സ് എഴുതണേ. BOP ക്രൈസിസ് കേട്ടോ. പ്രഡിക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാം പറയും കേട്ടോ. മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലും കൂടെ പറയും അത് കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് പറയും? BOP ക്രൈസിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസീസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ എന്തില്ല?
ഫോറിൻ കറൻസീസ് ഇല്ല, നമ്മുടെ എക്സ്പോർട്ട് കുറവ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇഷ്യൂസൊക്കെയാണ് BOP ക്രൈസിസ്. പ്ലസ് ടുവിൽ പഠിക്കട്ടെ, അതെന്താണ് നിങ്ങൾ സിംപ്ലി പഠിച്ചു വെക്കുക, BOP ക്രൈസിസ്. രണ്ടാമത്തത് ഇൻറ്റേർണൽ ഡെപ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ പൊതു കടം കൂടി. ഗവൺമെൻറ് പൈസ കടമെടുത്ത് ഗവൺമെൻറ് എന്ത് ചെയ്ത് വലിയൊരു പ്രശ്നത്തിലായി. ഇൻറ്റേർണൽ ഡെപ്റ്റ് കൂടി, ഗവൺമെൻറ്റിൻ്റെ കടം കൂടി. അടുത്തെന്താണ്? എക്സ്പെൻഡിച്ചർ മോർ ദാൻ ഇൻകം, ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടുതലും വരവ് കുറവായി. ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ്ലി ചിലവാണ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണ് ഗവൺമെൻറ്റിൻ്റെ. എന്ത് കുറവാണ്? ഇൻകം കുറവാണ്. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവുമാണ്. അടുത്ത പോയിന്റ് പൊളിറ്റിക്കൽ ക്രൈസിസ് കേട്ടോ. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുന്നണി സംവിധാനം, അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അടുത്തത് ഗൾഫ് വാർ, ഗൾഫ് യുദ്ധങ്ങൾ നമ്മുടെ എക്കോണമിയെ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഗൾഫിൽ പോയി ജോലി എടുക്കുന്നുണ്ട്, അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പെട്രോളിൻ്റെ പ്രൈസ് കൂടി, അതൊരുപാട് തരത്തിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ വലിയ പ്രശ്നം വന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം, ഇന്നെഫിഷ്യൻ്റ് ഓഫ് പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഇന്നെഫിഷ്യൻ്റ് ആവാൻ തുടങ്ങി. നമ്മുടെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ എന്ത് ചെയ്ത് ഇന്നെഫിഷ്യൻ്റ് ആവാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും സംഭവിച്ചിട്ടാണ് എന്തുണ്ടായത്, നമ്മൾ 91 ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കൊണ്ടുവന്നത്. നമ്മളെ സഹായിച്ച രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്, രണ്ട് ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? ഒന്ന് IMF ഉം ഒന്ന് IBRD ആണ് കേട്ടോ. IMFിൻ്റെയും IBRDയും നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991 കൊണ്ടുവന്നത്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്. അടുത്തത്, വാട്ട് ആർ ദ മേജർ ലിബറലൈസേഷൻ ടേക്കൺ ബൈ ഗവൺമെൻറ് ഇൻ ഫിനാൻഷ്യൽ സെക്ടർ? എടാ, ലിബറലൈസേഷനിൽ നമ്മൾ ഇൻഡസ്ട്രീരിയൽ സെക്ടർ റിഫോംസ് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് പറയുന്നുണ്ട്, ടാക്സ് സെക്ടർ റിഫോംസ് പറയുന്നുണ്ട്, ട്രേഡ് സെക്ടർ റിഫോംസ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സെപ്പറേറ്റ്ലി ചോദിച്ചത് എന്താണ്, വാട്ട് ആർ ദ മേജർ ലിബറലൈസേഷൻ ടേക്കൺ ബൈ ഗവൺമെൻറ് ഇൻ ഫിനാൻഷ്യൽ സെക്ടർ? ഫിനാൻഷ്യൽ സെക്ടറിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ലിബറലൈസേഷൻ എന്തൊക്കെയാണെന്നും, ഫിനാൻഷ്യൽ സെക്ടറിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ലിബറലൈസേഷൻ എന്താണ്? എടാ, എന്താ ലിബറലൈസേഷൻ? എക്കോണമി ഈസി ആക്കുക, എക്കോണമി എളുപ്പമാക്കുക, എക്കോണമി ഫ്രീ ആക്കുക, അല്ലെങ്കിൽ റിമൂവ് ദ റെസ്ട്രിക്ഷൻസ് ഫ്രം ദ എക്കോണമി. എന്താ ലിബറലൈസേഷൻ? റിമൂവ് ദ റെസ്ട്രിക്ഷൻസ് ഫ്രം ദ എക്കോണമി കേട്ടോ. ഓക്കെ, റിമൂവ് ദ റെസ്ട്രിക്ഷൻസ് ഫ്രം ദ എക്കോണമി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ലിബറലൈസേഷൻ എന്താണ്. ഈ ലിബറലൈസേഷൻ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക ലിബറലൈസേഷൻ എന്തൊക്കെയാണ്. ലിബറലൈസേഷൻ ഏത് സെക്ടറിൽ? ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് വൺ, ഇൻട്രൊഡ്യൂസ്ഡ് ബാങ്ക് ബ്രാഞ്ചിങ്. നമ്മൾ എന്ത് കൊണ്ടുവന്ന്? ബാങ്ക് ബ്രാഞ്ചിങ് കൊണ്ടുവന്നു കേട്ടോ. ബാങ്ക് ബ്രാഞ്ചിങ്, പണ്ടൊക്കെ ബാങ്ക് ബ്രാഞ്ചിങ് സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. 91 ഫിനാൻഷ്യൽ സെക്ടർ ലിബറലൈസ് ചെയ്ത വഴി നമ്മൾ എന്ത് കൊണ്ടുവന്നു? ബാങ്ക് ബ്രാഞ്ചിങ് കൊണ്ടുവന്നു. പോയിന്റുകൾ വളരെ ഡീപ്പായിട്ട് പഠിക്കണേ, പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. അടുത്തത്, ഇൻട്രൊഡ്യൂസ്ഡ് ICICI, HDFC ആൻഡ് ഫോറിൻ ബാങ്ക്സ്. ഇന്ത്യയിൽ ICICI കൊണ്ടുവന്നു, HDFC കൊണ്ടുവന്നു, ഫോറിൻ ബാങ്ക് ഇതൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്ത് വന്നു? ICICI വന്നു, HDFC വന്നു, അതുപോലെ തന്നെ ഫോറിൻ ബാങ്കുകൾ വന്നു. അടുത്തത്, റെഡ്യൂസ്ഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇൻട്രസ്റ്റ് റെസ്ട്രിക്ഷൻസ് നമ്മൾ എന്ത് ചെയ്ത്? റെഡ്യൂസ് ചെയ്തു. CRRും SLRും റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി ഇതൊക്കെ പ്ലസ് ടുവിൽ പഠിക്കാനുണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. CRRും SLRും കുറച്ചു എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, CRRും SLRും കുറച്ചു എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. റെഡ്യൂസ്ഡ് CRR ആൻഡ് SLR കേട്ടോ. അടുത്തത്, ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. പ്രൈവറ്റ് സെക്ടറിലും ജനറൽ, അതായത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ എന്ത് ചെയ്ത് ഇൻഷുറൻസിൻ്റെ പരിപാടികൾ കൊണ്ടുവന്ന് ഇൻഷുറൻസ് സെക്ടർ നമ്മൾ എന്ത് ചെയ്ത് കുറച്ചും കൂടെ എളുപ്പമാക്കി എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് സെക്ടർ നമ്മൾ എന്ത് ചെയ്ത് കുറച്ചും കൂടെ എളുപ്പമാക്കി. അടുത്തത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറലൈസ്ഡ്. നമ്മൾ പഠിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ എന്ത് ചെയ്ത് ലിബറലൈസേഷൻ ചെയ്തു. അടുത്തത്, ഇൻട്രൊഡ്യൂസ്ഡ് മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. മ്യൂച്വൽ ഫണ്ടും പെൻഷൻ ഫണ്ടും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ സെക്ടർ ലിബറലൈസേഷൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നു. അതിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്ന ലിബറലൈസേഷൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡ്യൂസ് ദ റോൾ ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റോൾ ഒന്ന് കുറച്ചു. എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്ത് എന്താണ് എല്ലായിടത്തും ഗവൺമെൻറ് RBI പോയിട്ട് ഇടപെടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? പതിയെ കുറച്ചു കേട്ടോ. റെഡ്യൂസ്ഡ് ദ റോൾ ഓഫ് RBI. അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് കേട്ടോ. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ് നമ്മൾ ഈ പറയുന്നത്, പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ലിബറലൈസേഷൻ റിഫോംസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. വേഗം പറയും മാച്ച് ദ ഫോളോയിങ്. പെട്ടെന്ന് ഗാട്ട് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? കമൻറ്റ് ഇട്ട്. ഗാട്ട് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? വേഗം കമൻറ്റ് ഇട്. ഗാട്ട് ഏത് വർഷം? ഗാട്ട് ഏത് വർഷാടാ? ഇതിന് ആൻസർ എന്താ? ഗാട്ട് സ്റ്റാർട്ട് ചെയ്തത് 1948 എക്കണോമിക് റിഫോംസ് 91 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഏത് വർഷമാണ്? 95 കേട്ടോ. ഓക്കെ, ഗാട്ട് 48 ഗാട്ട് 48 WTO ആണ് 95 കേട്ടോ. ഗാട്ട് 48 ഗാട്ട് റീപ്ലേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? WTO കൊണ്ടുവന്നിട്ടുള്ളല്ലോ. ലോകത്തിൻ്റെ ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് WTO. ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് WTO. ഇന്ത്യ എന്താണ്? WTOൻ്റെ പാർട്ടാണ്. ലോകത്തിലുള്ള ആർബിട്രറി ട്രേഡിനെ കൺട്രോൾ ചെയ്യുക, മൊണോപ്പൊളി ട്രേഡിനെ കൺട്രോൾ ചെയ്യുക, മിനിമം അതായത് മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസ്, ഓക്കെ, യൂട്ടിലൈസേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ തന്നിട്ടുള്ളതിന് നമ്മൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ആയിട്ട് നമ്മൾ ടാക്സ് റിഫോംസിൽ ഡയറക്റ്റ് ടാക്സിനും ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യങ്ങൾ GST എന്ന ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വേഗം പറയും. വൺ വേർഡ് ചോദ്യമാണ്. GST ഇന്ത്യയിൽ എന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്നാണ്? GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്നാണ്? 2017 ജൂലൈ 1 കേട്ടോ. ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്തത്? GST കൊണ്ടുവന്നത്. 2017 ജൂലൈ 1. അങ്ങനെ ഡേറ്റ് പഠിച്ചു വെക്കണം. ജൂലൈ 1 GST കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിവിടെ ചോദിച്ചത് എന്താണ്? ഇവിടെ കുറച്ച് ടാക്സുകൾ തന്നിട്ടുണ്ട്. ഈ ടാക്സുകളെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും തരംതിരിക്കാൻ സെയിൽസ് ടാക്സ് ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. ഇതിന് നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ എന്താണ് എന്ത് ടാക്സ് ആക്കിയിട്ട്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാടാ? ഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുന്ന ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു വെക്കണം? എന്തൊക്കെ പഠിച്ചു വെക്കേണ്ടത്? കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്തൊക്കെ പഠിച്ചു വെക്കേണ്ടത്? സെയിൽസ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, വാറ്റ്. ഇൻഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, വാറ്റ് കേട്ടോ. സെയിൽസ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, വാറ്റ്, ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ പഠിച്ചു വെക്കേണ്ടത്? ഇൻഡയറക്റ്റ് ടാക്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇൻഡയറക്റ്റ് ടാക്സിൽ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത്, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ? എന്താണ് ഗ്ലോബലൈസേഷൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്താണെന്ന് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചു. വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഗ്ലോബലൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എഴുതേണ്ട വേർഡ് എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത്, കണ്ടില്ലേ, ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. നമ്മുടെ രാജ്യത്തുള്ള ലോക്കൽ എക്കോണമിയും വിദേശത്തുള്ള രാജ്യവും തമ്മിലുള്ള ഒരു കണക്ഷൻ, എക്കണോമിക് ട്രേഡ് കൊണ്ടുവരാം, എക്സ്പോർട്ടും ഇമ്പോർട്ടും കൊണ്ടുവരാം, വിച്ച് ഈസ് നോൺ ആസ് ഗ്ലോബലൈസേഷൻ. നോക്കുക, ദ മേജർ കോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആർ ഗിവൺ ബിലോ. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ചും ഡെവലപ്മെൻറ്റും കൂടിയതോടുകൂടി നമ്മുടെ നാട്ടിൽ എന്ത് വന്നു? ഗ്ലോബലൈസേഷൻ വന്നു. ഇംപ്രൂവ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം ഇന്ന് പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ട്രേഡ് കമ്മ്യൂണിക്കേഷൻ കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? എക്സ്പോർട്ടും ഇമ്പോർട്ടും കൊണ്ടുവന്നു. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഡീറെഗുലേഷൻ ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ഉണ്ടായതിൻ്റെ കൺട്രോളൊക്കെ എടുത്ത് ഒഴിവാക്കി. മണി മാർക്കറ്റിൽ ആർക്ക് വേണമെങ്കിലും ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഗ്ലോബലൈസേഷൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി. ലാസ്റ്റ്, റിമൂവൽ ഓഫ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ്. ഈ ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതോടുകൂടി ഗ്ലോബലൈസേഷനെ എൻകറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലോബലൈസേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് വൺ, പഠിച്ചു വെക്കണം. ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. ഓക്കെ, ഇൻറ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് വേൾഡ് എക്കോണമി. അടുത്തത് ചാപ്റ്റർ 4, പോവർട്ടി. കഴിയാനായിട്ടോ, കുറച്ചും കൂടെ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് തീർക്കും. പോവർട്ടി കുറച്ചും കൂടെ ഉള്ളൂ, പെട്ടെന്ന് കേട്ടോ. ഓക്കെ, നാളത്തെ ബൂസ്റ്റർ ക്ലാസ് നിങ്ങൾ എന്തായാലും കേൾക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ കേൾക്കണം, നിങ്ങൾ വരണം. പോവർട്ടി ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്? ഇതാരാ കൊണ്ടുവന്നത്? ആൻസർ ഇട്ടെ, കമന്റ് ഇട്ടെ. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്? ആരാ കൊണ്ടുവന്നത്? ഓക്കെ, ആരാ കൊണ്ടുവന്നത്? ഹൂ ഇൻട്രൊഡ്യൂസ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്നത് ആരാണ്? വേഗം കമന്റ് ഇട്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് നെഹ്റു അല്ല. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്നത് ആരാണ്? വേഗം പറയും. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്ന ആരാണ്?
നെഹ്റു അല്ല കേട്ടോ, നെഹ്റു അല്ല. ആര് പറഞ്ഞു നെഹ്റു ആണെന്ന്? എടാ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്ന ആരാണ്? ആ ദാദാബായി നാറോജി ആണ് കേട്ടോ. ആരാണ്? ദാദാബായി നാറോജി. ഓക്കെ, ആരാ കൊണ്ടുവന്ന്? ദാദാബായി നാറോജി. ഓക്കെ, ആരാണ്? ദാദാബായി നാറോജി ആണ് കേട്ടോ. നാറോലി എന്ന് കൊടുത്തത്. ഓക്കെ, ദാദാബായി നാറോജി. ദാദാബായി നാറോജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. മനസ്സിലാക്കുക. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്ന ആരാണ്? ദാദാബായി നാറോജി. ഗാന്ധിജി ഒന്നും അല്ലടാ, ദാദാബായി നാറോജിയാണ് കൊണ്ടുവന്നത്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദാദാബായി നാറോജി. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നമ്മൾ ഡീകോഡ് ചെയ്യുന്നു കേട്ടോ. വാട്ട് ആർ ദ എന്താ വിഷയത്? പോവർട്ടി ഓഫ് ഇന്ത്യ. ഫീച്ചേഴ്സ്, ഇന്ത്യയുടെ പോവർട്ടിയുടെ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. ഇന്ത്യയിൽ ഇപ്പോഴും നല്ല ആഹാരം കിട്ടാത്ത അമ്മമാരും കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. രണ്ടാമത്തത് ഇല്ലിറ്ററസി, വിദ്യാഭ്യാസം വിവരവുമില്ലാത്ത അവസ്ഥ. ഇല്ലിറ്ററസി, വിദ്യാഭ്യാസം വിവരവുമില്ലാത്ത അവസ്ഥ. അടുത്തത് ലാക്ക് ഓഫ് അസറ്റ്, എന്തില്ല? അസറ്റ് ഇല്ലാത്ത അവസ്ഥ. അസറ്റ് ഇല്ല, എന്തില്ല? ഭൂമിയില്ല. ഓക്കെ, സ്വന്തമായിട്ട് സ്വത്തുക്കളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറയും? ഇന്ത്യയിലെ പോവർട്ടിയുടെ ഫീച്ചറാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലാത്ത ആൾക്കാർ. എടാ ജോലിയും കൂലിയും വേലയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? പൈസ കിട്ടില്ല. പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി പട്ടിണിയിലായി പോകും. ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഹൈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് കൂടുതലാണ്. ഇന്ത്യയിൽ പ്രസവശേഷം അമ്മമാർ മരിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയുടെ പോവർട്ടിയുടെ ഒരു ഫീച്ചറിൽ വരുന്നതാണെന്ത്? ഹൈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതുപോലെ തന്നെയാണ് എന്ത്? ഹൈ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. മാതൃമരണ നിരക്ക് എന്താണ്? ഇന്ത്യയിൽ കൂടുതലാണ്. അതുപോലെ തന്നെ എന്തും കൂടുതലാണ്? ശിശു മരണ നിരക്ക് കേട്ടോ. ശിശു മരണ നിരക്ക് ഇന്ത്യയിൽ എന്താണ്? ശിശു മരണ നിരക്കും കൂടുതലാണ്. പ്രസവശേഷം കുട്ടികൾ മരിക്കുക, ഓക്കെ, ചെറിയ പിഞ്ചു പൈതങ്ങൾ മരിക്കുന്ന അവസ്ഥ എന്താണ്? പരിതാപകരമാണ്. അടുത്തത് നോ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ. നല്ല ശുചിമുറികളും ശൗചാലയങ്ങളും ഇല്ലാത്ത വീടുകൾ, സാനിറ്റേഷൻ ഇല്ലാത്ത വീടുകൾ, അതുപോലെ തന്നെ നല്ല കുടിവെള്ളം കിട്ടാത്ത വീടുകൾ, നല്ല ഇലക്ട്രിസിറ്റി കിട്ടാത്ത വീടുകൾ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പോവർട്ടിയുടെ ഫീച്ചേഴ്സ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാം. പോവർട്ടിയുടെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പഠിക്കണേ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ കഴിയേ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി? ഓക്കെ, അബ്സല്യൂട്ട് പോവർട്ടി നോ അസറ്റ് ലൈക്ക് ലാൻഡ് റൈറ്റ് ആണോ? മനസ്സിലായില്ല, കമൻറ്റ് കാണുന്നില്ല ഞാൻ. ലാൻഡ് റൈറ്റോ? ഭൂമിയുടെ അവകാശമാണോ? അതെ, സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും എടുത്തു വെച്ച് പണയം വെക്കാനൊന്നും ഇല്ലല്ലോ. അവർ കഷ്ടപ്പാടില്ലല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വേഗം. ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഒന്നൊക്കെ അബ്സല്യൂട്ട് പോവർട്ടി, റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി മീൻസ് ദ ലാക്ക് ഓഫ് മിനിമം നീഡ്സ്. എടാ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥ. വീടില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല. ഓക്കെ, ലാക്ക് ഓഫ് ബേസിക് നീഡ്സ്. എന്തൊക്കെയാണ് ബേസിക് നീഡ്സിൽ? ഫുഡ് വരും അല്ലേ? ഫുഡ്. പിന്നെന്താ വരിക? ഷെൽട്ടർ. ഫുഡ്, ഷെൽട്ടർ. പിന്നെന്താണ്? എഡ്യൂക്കേഷൻ. പിന്നെന്താണ്? ക്ലോത്ത്. ഇങ്ങനെ ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്ത സിവിയർ അവസ്ഥ, ഇതൊന്നുമില്ലാത്ത വളരെ പരിതാപകരം മോശമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ എന്ത് പറയും? അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയും. റിലേറ്റീവ് പോവർട്ടി എന്താ? റിലേറ്റീവ് പോവർട്ടി മീൻസ് പോവർട്ടി ഇൻ കമ്പാരിറ്റീവ് സെൻസ്. പോവർട്ടി നമ്മൾ കമ്പയർ ചെയ്യുന്ന സെൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് വെച്ചാൽ പോവർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യാണ്. പോവർട്ടി നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. പോവർട്ടി നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് പോവർട്ടി കേട്ടോ. റിലേറ്റീവ് പോവർട്ടി മീൻസ് പോവർട്ടി ഇൻ കമ്പാരറ്റീവ് സെൻസ്. കമ്പയർ ചെയ്യുന്ന സെൻസിനാണ് നമ്മൾ എന്താ പറയുക? ഓക്കെ, അടുത്തത് ഡിഫൈൻ പോവർട്ടി ലൈന്. സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ പോവർട്ടി ലൈൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു നോക്കാം. പോവർട്ടി ലൈന് ഇറ്റ്സ് എ ഇമാജിനറി ലൈൻ. പോവർട്ടി ലൈൻ എന്താണ്? ഒരു ഇമാജിനറി ലൈനാണ്. നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പോവർട്ടി ലൈൻ എന്താണ്? ഒരു ഇമാജിനറി ലൈൻ. കാരണം പോവർട്ടി എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. പോവർട്ടി ലൈൻ is imaginary line which divides people as poor and non-poor. എന്ത് ചെയ്യുന്നുണ്ട്? പോവർട്ടി ലൈൻ ഈസ് an imaginary line which divides the people as poor and non-poor. ഇതാണ് വിചാരിക്കുക. ഇതാണെന്ത്? പോവർട്ടി ലൈൻ കേട്ടോ. ഇതാണ് പോവർട്ടി ലൈന്. ഈ പോവർട്ടി ലൈനിൻ്റെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? APL എന്ന് പറയും. താഴെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? BPL എന്ന് പറയും കേട്ടോ. BPL. ഇത് അബോവ് ദ പോവർട്ടി ലൈൻ, ഇത് ബിലോ ദ പോവർട്ടി ലൈൻ. മുകളിലുള്ള ആൾക്കാരെ നമ്മൾ APL എന്ന് പറയും, താഴെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? BPL എന്ന് പറയും. സിമ്പിൾ. ഓക്കെ,
പ്രഡിക്ഷൻ പറയും ഇതിപ്പം കഴിയും പ്രഡിക്ഷൻ ഞാൻ പറയും കേട്ടോ. ഓക്കെ, വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? ഇൻ റൂറൽ ഏരിയാസിൽ 2400 കാലോറീസ് കിട്ടാത്ത ഒരാളും, മനസ്സിലാക്കുക, ഗ്രാമപ്രദേശത്തിൽ 2400 കാലോറീസ് കിട്ടാത്ത ആളെയും, അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ 2100 കാലോറീസും ഒരു ദിവസം കിട്ടാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പൂവർ എന്ന് പറയും. മനസ്സിലാക്കുക, 2400. ഓക്കെ, ക്ലാസ് ഇപ്പോൾ തീരും, 10 മിനിറ്റ് കൊണ്ട് തീരും കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം കൂടെ ഉള്ളൂ, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് പെട്ടെന്ന് അതിൻ്റെ പോയിന്റ് മാത്രമേ അവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കുക. ഞാൻ നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2400 കാലോറീസ് റൂറൽ ഏരിയാസിലും 2100 കാലോറീസ് അർബൻ ഏരിയാസിലും കിട്ടാത്ത, ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അത് കിട്ടാത്ത, കാലോറീസ് കിട്ടാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പൂവർ എന്ന് പറയും. ഇനി പൈസയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2012 പുതിയൊരു പോവർട്ടി ലൈൻ അസംഷൻ ഉണ്ട്. റൂറൽ ഏരിയാസിൽ മാസം 816 രൂപ ഇല്ലാത്ത ആളെയും അർബൻ പ്രദേശത്തിൽ 1000 രൂപ ഇല്ലാത്ത ആളെയും നമ്മൾ പൂവർ എന്ന് പറയും കേട്ടോ. പൈസൻ്റെ രീതിയിലാണ്. മാസം 816 രൂപ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത, ക്ലാസ് ഇപ്പം കഴിയും, 10 മിനിറ്റ് കൊണ്ട് കഴിയും, ഞാൻ പറയില്ലേ 10 മിനിറ്റ് കൊണ്ട് കഴിയും. ഗ്രാമപ്രദേശത്ത് നമ്മൾ 2 രീതിയിലാണ് പറയുന്നത്. കാലോറീസ് ഇൻടേക്ക് 2400 കാലോറീസ് എന്താണ്? ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരെയും 2100 കാലോറീസ് ഊർജം ഫുഡ് കഴിച്ചിട്ട് കിട്ടാത്ത അർബൻ ഏരിയയിലെ ആളെ നമ്മൾ എന്ത് പറയും? പൂവർ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൂവർ നോൺ പൂവർ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി പൈസയുടെ മാസം നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് 816 രൂപ ഒരു മാസം ചിലവാക്കാനില്ലാത്ത ആൾക്കാരെയും നഗരപ്രദേശത്ത് റൂറൽ ഏരിയാസിൽ 1000 രൂപ ഒരു മാസം ചിലവാക്കാനില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പൂവർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പറയുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് കൊണ്ട് തീരുന്ന്, 10 മിനിറ്റ് കൊണ്ട് തീരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി എലിവേഷൻ? 8 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിൻ്റെ ചോദ്യം. വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി എലിവേഷൻ? നമ്മുടെ ഗവൺമെൻറ് പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. ഞാൻ വേഗം പദ്ധതികളുടെ പേരുകൾ, മെയിൻ ഫീച്ചേഴ്സ് ഓടിച്ചു പോവാണ്. മെയിൻ ഫീച്ചേഴ്സ് നിങ്ങളത് പഠിച്ചു വെക്കണം കേട്ടോ, ഓരോ പദ്ധതിയുടെ പേരും. ഫസ്റ്റ്, പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. ഫസ്റ്റ് വൺ സ്വർണ്ണ ജയന്തി സരോസ്ഗാർ യോജന, SGSY കേട്ടോ. SGSY കേട്ടോ. ഓക്കെ, SGSYയുടെ ഇപ്പോഴത്തെ പേരെന്താ? നൗ ഇറ്റ് ഈസ് നോൺ as NRLM എന്ന് പഠിച്ചു വെച്ചോ. നൗ ഇറ്റ് ഈസ് നോൺ as NRLM കേട്ടോ. നൗ ഇറ്റ് ഈസ് 10 മിനിറ്റ് ഈ ക്വസ്റ്റ്യൻ ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. ഇപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? NRLM എന്ന് വെച്ചാൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാട്ടോ. അതായത് 1980 ഒക്ടോബർ 2 കൊണ്ടുവന്ന IRDP പദ്ധതി ഉണ്ട് കേട്ടോ. ഈ പദ്ധതിയുടെ പുതിയ വെർഷനാണ് ഇത് SGSY. 1980 ഒക്ടോബർ 2 തുടങ്ങിയിട്ടുള്ള NRLM എന്ന് പറയുന്ന പദ്ധതിയുടെ പുതിയ വേർഷനാണ് SGSY എന്ന് പറയുന്നത്. SGSY ഇപ്പം അറിയപ്പെടുന്ന പേരെന്താണ്? NRLM എന്നാണ് കേട്ടോ. നോക്കുക, ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? ഗ്രാമവികസനം, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ ഹെൽപ്പ്, പ്രൊവൈഡിങ് ലോൺസ്, ഇതൊക്കെ ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാർക്ക് ജോലി കൊടുക്കുക, ഗ്രാമവികസനം സാധ്യമാക്കുക, പട്ടിണി മാറ്റുക, ഇതൊക്കെയാണ് എല്ലാ പദ്ധതികളുടെയും ലക്ഷ്യം കേട്ടോ. നിങ്ങളോട് ഇവിടെ ഏത് പദ്ധതി ചോദിച്ചാലും നിങ്ങളെ മെയിനായിട്ട് എഴുതുന്ന പോയിന്റ് റൂറൽ ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ എയ്ഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. നോക്കാം, അടുത്തത് PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. PMRY പദ്ധതിയാണ്, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. ഈ പദ്ധതി അൺഎംപ്ലോയിഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടാട്ടോ. അൺഎംപ്ലോയിഡ് പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. ഫോർ അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹു ബിലോങ്സ് ടു പുവർ ഫാമിലി, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, അതായത് വിവരമല്ല വിദ്യാഭ്യാസം കിട്ടാത്ത പാവപ്പെട്ട വീട്ടിലുള്ള യുവാക്കൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. വിദ്യാഭ്യാസം ലഭിക്കാത്ത പാവപ്പെട്ട വീട്ടിലുള്ള എന്താണ് യുവാക്കൾക്ക്, അതായത് ജോലിയില്ലാത്ത അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് നല്ല ജോലി കൊടുക്കാനും നല്ല പൈസ കൊടുക്കാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് PMRY. അവിടെ ഓരോ പദ്ധതിയുടെ മെയിൻ പോയിൻ്റാണ്. ഈ പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ച് പോകണം. അടുത്തത് REGP, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം കേട്ടോ. REGP, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഇവിടെ എന്താ പറയുന്നത്? ഫോർ റൂറൽ ആൻഡ് അർബൻ പൂവേഴ്സ്, ഗ്രാമത്തിലും നഗരത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. സ്റ്റാർട്ടഡ് ബൈ KVIC, ഖാദി വികസന കോർപ്പറേഷൻ ബോർഡാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഖാദി വികസന ബോർഡാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്ത് ചെയ്യാണ്? ലോണ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രൊവൈഡിങ്
ലോൺസ്. ഇതെന്താണ്? ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശമായിട്ട് വരുന്നത്. അടുത്തത് SJSRY കേട്ടോ, സ്വർണ്ണ ജയന്തി ഷാഹരി റോസ്ഗാർ യോജന. SJSRY സ്വർണ്ണ ജയന്തി ഷാഹരി റോസ്ഗാർ യോജന കേട്ടോ. SJSRY സ്വർണ്ണ ജയന്തി ഷാഹരി റോസ്ഗാർ യോജന 97 ഈ പരിപാടി കൊണ്ടുവന്നത്. എംപ്ലോയ്മെൻറ്റ് ഫോർ അർബൻ പീപ്പിൾ വീക്കർ സെക്ഷനും. വീക്കർ സെക്ഷൻസിലുള്ളവർക്ക്, അതായത് പൈസ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക. നഗരപ്രദേശത്തിലുള്ള വീക്കർ സെക്ഷൻസിന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് 1997 കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് SJSRY. SJSRY പഠിച്ചു വെച്ചേ. അടുത്ത പദ്ധതി JRY ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന 1989 സ്റ്റാർട്ട് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക റൂറൽ ഏരിയാസിൽ. മെയിൻ പോയിൻ്റാണ്. എല്ലാ പദ്ധതികളും ഓൾമോസ്റ്റ് എന്താണ്? എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ എയ്ഡ്സ്, ഇതൊക്കെ തന്നെയായിട്ട് എല്ലാ പദ്ധതികളുടെയും മെയിൻ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. അടുത്തത് NRY എന്താണ്? അടുത്ത പദ്ധതി NRY നെഹ്റു റോസ്ഗാർ യോജന 89 അർബൻ ഏരിയസിലാണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്, വീക്കർ സെക്ഷനാണ്. സെയിം സാധനങ്ങളൊക്കെ തന്നെ. എല്ലാ പദ്ധതികളും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. പദ്ധതികളുടെ പേരുകൾ, ഹെഡിങ്ങുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓരോ പദ്ധതിയും NRY എന്താണ്, JRY എന്നാണൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് MGNREGP മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം കേട്ടോ. MGNREGP എന്താണ്? ഇത് പഠിച്ചു വെക്കണം. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരാണെന്ത്? MGNREGP മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളി പറയട്ടോ. 2005 ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. 100 ദിവസം വർക്ക് കൊടുക്കുക, 100 days ഓഫ് വർക്ക്. ഇതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 days ഓഫ് വർക്ക്. വേജ് എംപ്ലോയ്മെൻറ്റ് എന്താണ്? രാവിലെ പണിയെടുക്കുക, എന്ത് കാട് വെട്ടുക, ഓട ക്ലീൻ ചെയ്യുക, തെങ്ങിന് തടമെടുക്കുക, പറമ്പിൽ കിളയ്ക്കുക, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്ന ജോലി. 100 ദിവസം ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ. അൺസ്കിൽഡ് വർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് റോഡ് വെട്ടുക, റോഡിൽ ഓട ക്ലീൻ ചെയ്യുക, അങ്ങനെ പരിപാടികൾ. റൂറൽ ഡെവലപ്മെൻറ്റ് 374 രൂപയാണ് ഒരു കോമൺ വേജ്. പല സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ആ വേജ് റേറ്റ് മാറാറുണ്ട്. കോമൺലി ഒരു 374-400 രൂപയുടെ അടുത്ത് എല്ലാവർക്കും കിട്ടാറുണ്ട് കേട്ടോ. 100 ദിവസമെങ്കിലും ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ട് വരുന്നത്. അടുത്തത് PDS എന്താ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം എന്താണ്? എടാ നമ്മുടെ റേഷൻ കടയാണ് നമ്മൾ എന്ത് പറയുക? PDS സിസ്റ്റം. ഫുഡ് സെക്യൂരിറ്റി ഫോർ പോർ. എടാ നമ്മളെല്ലാവർക്കും അരിയും ഗോതമ്പും പഞ്ചസാരയൊക്കെ എവിടുന്ന് കിട്ടുന്നുണ്ട്, ആട്ടപ്പൊടി മൈദപ്പൊടിയൊക്കെ എവിടുന്ന് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് റേഷൻ കട വഴി നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫുഡ് സെക്യൂരിറ്റി ഫോർ പുവേഴ്സ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. BPL ആൻഡ് APL കാർഡ്. പല കാർഡും ഉണ്ട് കേട്ടോ. ചുവപ്പ് പല കാർഡുണ്ട്. 4 ടൈപ്പ് കാർഡുണ്ട്. വെള്ളക്കാർഡുണ്ട്, നീലക്കാർഡുണ്ട്, പിങ്ക് കാർഡുണ്ട്, മഞ്ഞക്കാർഡുണ്ട് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടിങ് എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ്, അതായത് വീറ്റ്, റൈസ്, എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് PDS സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. അടുത്ത പദ്ധതി ICDS. എന്താണ് ICDS? ICDS എന്ന് വെച്ചാൽ എന്താ? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. അമ്മയും കുഞ്ഞും പദ്ധതി എന്ന് മലയാളത്തിൽ പറയൂട്ടോ. അമ്മയും കുഞ്ഞും പദ്ധതി 1975 സ്റ്റാർട്ട് ചെയ്തത്. ഹെൽത്ത്, ന്യൂട്രീഷൻ, ചൈൽഡ് ആൻഡ് വുമൺ. എടാ നല്ല പോഷകാഹാരം കൊടുക്കാം. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുക? പോഷകാഹാരം കൊടുക്കുക. ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് MDSM അല്ല, MDMS ആണ് കേട്ടോ. MDMS ആണ്. MDMS മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ കേട്ടോ. മിഡ് ഡേ മീൽ സ്കീം അറ്റ് സ്കൂൾ. സ്കൂൾ ഉച്ചക്ക് ചോറ് കൊടുക്കുക, ഉച്ചക്കഞ്ഞി പരിപാടി. സ്കൂളിൽ ചോറ് കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 95 സ്റ്റാർട്ട് ചെയ്തത്. ഫോർ ഓൺഗോയിങ്, സ്കൂൾ ഓൺഗോയിങ്, സ്കൂളിൽ എന്നും പോയി വരുന്ന കുട്ടികൾക്കാണ് ഇത് കൊടുക്കുക. ന്യൂട്രീഷൻ ഫുഡ്, നല്ല ചെറുപയർ കറി, കടലക്കറി, സാമ്പാർ, പലതും ഇപ്പം കിട്ടുന്നുണ്ട്. ബിരിയാണി വരെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. ഇതുവഴി എന്താണ്? ഇൻക്രീസ് എൻറോൾമെൻറ്റ് ആൻഡ് ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികൾ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അറിഞ്ഞിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ എന്താണ്? എൻറോൾമെൻറ്റ് റേഷ്യോ അതുവഴി കൂടും. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് പറ്റും ചെയ്യും കേട്ടോ. ഓക്കെ. അടുത്ത പദ്ധതി അന്നപൂർണ സ്കീം 2000 സ്റ്റാർട്ട് ചെയ്തത്. റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഫുഡ് സെക്യൂരിറ്റി സീനിയർ സിറ്റിസൺസ് 65 വയസ്സ് കഴിഞ്ഞ് തെരുവിലും മറ്റും കഴിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ഫുഡ് എത്തിച്ചു കൊടുക്കുക. ഈ പദ്ധതിയാണ് അന്നപൂർണ സ്കീം കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പദ്ധതി AAY അന്ത്യോദയ അന്ന യോജന. AAY അന്ത്യോദയ അന്ന യോജന കേട്ടോ. അടുത്ത പദ്ധതി 2000 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സബ്സിഡി ഗുഡ് ഫോർ പുവർ ആണ്. ഇതിനെന്താ പറയുക? ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. BPL പീപ്പിൾസിനാണ് വീറ്റും റൈസും കൊടുക്കുക. നമ്മുടെ എന്താണ് മാവേലി സ്റ്റോർ അങ്ങനെയുള്ള സ്റ്റോറുകൾ വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുഡ് ഗ്രെയിൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഇത്തിരി വെള്ളം കുടിച്ചാട്ടെ. നമ്മുടെ മാവേലി സ്റ്റോർ എന്നൊക്കെ നമുക്ക് എന്തിട്ടുണ്ട്? BPL കാർഡൊക്കെ ആയിട്ട് പോയിക്കാൻ നമുക്ക് എന്തിട്ടുണ്ട്? പല കാര്യങ്ങളും കിട്ടുന്നില്ലേ? ഓക്കെ.
ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. അടുത്ത പോയിന്റ്, ആം ആദ്മി ബീമ യോജന, ഇൻഷുറൻസ് ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടർ കേട്ടോ. ആം ആദ്മി ബീമ യോജന, ഇൻഷുറൻസ് ഫോർ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഫോർ പുവർ പീപ്പിൾ, BPL ഹോൾഡേഴ്സ്, പാവപ്പെട്ട ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുക. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കാം? ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണത് കേട്ടോ. അടുത്ത പദ്ധതി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, പെൻഷൻ കൊടുക്കുക. 65 വയസ്സ് കഴിഞ്ഞ് BPL മറ്റൊക്കെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? പെൻഷൻ കൊടുക്കുക. 2007 സ്റ്റാർട്ട് ചെയ്തത്. 500 രൂപ കേട്ടോ, മാസം 500 രൂപ പെൻഷൻ കൊടുക്കുക കേട്ടോ. 65 വയസ്സ് കഴിഞ്ഞ് പാവപ്പെട്ടവർക്ക് 500 രൂപ എന്ത് ചെയ്യുക? മാസം പെൻഷൻ കൊടുക്കുക. അടുത്ത പദ്ധതി, ഇതന്നെല്ലാം നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥിക ബീമ യോജന കേട്ടോ. അടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, BPL പേഴ്സൺസിനാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. 2008 സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. ഓരോ പദ്ധതിയുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പദ്ധതികളുടെ പേരുകൾ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ പറ്റില്ല. അടുത്തത് അടൽ പെൻഷൻ യോജന, പെൻഷൻ ഫോർ 18 to 60 വയസ്സുള്ള ആൾക്കാർ പെൻഷനാണ്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, ഓർഗനൈസ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഈ പെൻഷൻ, അടൽ പെൻഷൻ യോജന. അടുത്തത് കുറച്ച് പദ്ധതികളാണ്. ജനശ്രീ ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, ജീവൻ ജ്യോതി ബീമ യോജന, ഫുൾ ബീമ യോജനകളാട്ടോ. ഈ പദ്ധതികളുടെ പേരുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച എക്സാമിന് പോകണം കേട്ടോ. പദ്ധതികളുടെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോഡ് പറഞ്ഞാൽ എല്ലാ പദ്ധതികളുടെ ലക്ഷ്യം എന്താണ്? പോവർട്ടി അലിവേഷൻ ആണ്, റൂറൽ ഡെവലപ്മെൻ്റ് ആണ്, ലോൺസ് ടു വീക്കർ സെക്ഷനാണ്, എംപ്ലോയ്മെൻറ്റ് ഫോർ എന്താണ് വീക്കർ സെക്ഷനാണ്. എല്ലാത്തിനും കോമൺ പോയിന്റുകളൊക്കെ ഒന്നുതന്നെയാണ്. എല്ലാ പദ്ധതികളുടെ ഉദ്ദേശം എന്താണ്? പോവർട്ടി അലിവേഷൻ ആണ്. പദ്ധതികളുടെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. മേജർ പോയിന്റുകൾ അത് കൊണ്ടുവന്ന വർഷവും നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചു പോകേണ്ട മെയിൻ കാര്യം മീൻ, മീഡിയൻ, മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ്. നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. മീൻ, മീഡിയൻ, മോഡ് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെച്ച് പോകണം. റൂറൽ ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ട് എക്സാമിന് ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. നിങ്ങൾ ബൂസ്റ്റർ ക്ലാസ്സിൽ വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് നോക്കുക, പഠിക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കണം. നാളെ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ബബ്ബായി പോകരുത്. എല്ലാവരും എന്ത് ചെയ്യണം? നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. മാർക്ക് നമ്മൾ പറയുന്ന പോലെ ഞെട്ടിക്കൽ മാർക്കായിരിക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. പഠിക്കണം, നല്ല രീതിയിൽ എഴുതണേ. ഓക്കെ, ബൂസ്റ്റർ ക്ലാസ്സിന് രാവിലെ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ശരി.